നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? സാമ്പലൂർ എന്ന ഗ്രാമത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര ഉത്സവം തുടങ്ങാൻ പോവുകയാണ്. എന്നാൽ കൊടിയേറ്റ ദിവസം തന്നെ അവിടെയുള്ള ഒരു ഫാക്ടറിക്ക് തീ പിടിക്കുന്നു. അന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കാണാതെയാവുന്നു. ഈ രണ്ട് സംഭവങ്ങൾ അന്വേഷിച്ച് പോകും തോറും പല രഹസ്യങ്ങളുടെയും ചുരുളഴിയുന്നു. അവസാനം ഒരു ഗംഭീര സസ്പെൻസും. 8 എപ്പിസോഡുള്ള ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത് വിക്രം വേദ സിനിമയുടെ ക്രിയേറ്റേഴ്സായ പുഷ്കർ ആൻഡ് ഗായത്രിയാണ്. തമിഴ് ക്രൈം ത്രില്ലർ സീരീസ് സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 1. അപ്പോ ആരംഭിക്കലാങ്ങളാ. സീരീസ് തുടങ്ങുന്നത് രാത്രി ഒരു പെൺകുട്ടിയെ ഒരാൾ കയ്യിൽ ഒരു ചെങ്ങലയും പിടിച്ച് ഒരു കാട്ടിലൂടെ ഓടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഈ സീൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവസാന എപ്പിസോഡിൽ സസ്പെൻസ് റിവീൽ ആയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ടൈറ്റിലെല്ലാം എഴുതി കാണിച്ചതിന് ശേഷം കഥ നടക്കുന്ന സാമ്പലൂർ എന്ന ഗ്രാമത്തിലെ ഒരു സിമന്റ് ഫാക്ടറി കാണിക്കുന്നു. അവിടുത്തെ തൊഴിലാളികളെല്ലാം സമരത്തിലാണ്. അപ്പോൾ ഒരു തൊഴിലാളി ഫോണിൽ ആരോടോ സംസാരിച്ചതിന് ശേഷം അവരുടെ എല്ലാം നേതാവായ ഷൺമുഖത്തിന്റെ അടുത്ത് നിന്ന് ഇൻസ്പെക്ടർ രജന ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. രജന അവിടുത്തെ CI ആണ്. പുറകെ ഒരു വണ്ടി നിറയെ പോലീസുകാരോടൊപ്പം CI രജന അങ്ങോട്ട് വരുന്നു. ഒപ്പം ഫാക്ടറി MD ത്രിലോകും അക്കൗണ്ടന്റ് വടിവേലും ഉണ്ട്. അപ്പൊ ത്രിലോക് എല്ലാ തൊഴിലാളികളോടുമായി ഞങ്ങൾ പറഞ്ഞ ഓഫർ അനുസരിച്ച് ജോലി ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ആളുകളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കും എന്ന് പറയുന്നു. അപ്പൊ ഷൺമുഖം ഒന്ന് പോയടെ വെച്ചേർക്ക, വേറെ ആളുകളെ വെച്ച് പണിയെടുപ്പിക്കാൻ നോക്കിയാൽ ഫാക്ടറി നിന്ന് കത്തും എന്ന് വെല്ലുവിളിക്കുന്നു. പിന്നല്ല, ട്രേഡ് യൂണിയൻ നേതാവിനോട് കൊച്ചുമലയാളിയുടെ കളി. അപ്പൊ അത് കേട്ടതും തൊഴിലാളികൾ ആവേശത്തോടെ വീണ്ടും സിന്ദാബാദ് വിളിക്കുന്നു. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ത്രിലോക് രജനയോടൊപ്പം പുറത്തേക്ക് നടക്കുകയാണ്. പെട്ടെന്ന് ആരോ ഒരു കല്ല് വലിച്ചെറിയുന്നു. അതുകൊണ്ട് രജനയുടെ തലയ്ക്കായിരുന്നു. ഏറുകൊണ്ട് തൊപ്പി തെറിച്ചു പോന്നു. അത് കണ്ടതും നമ്മുടെ കഥയിലെ നായകനും SI ആയ സക്കര എന്ന് വിളിക്കുന്ന ചക്രവർത്തി പോലീസുകാർക്ക് ലാത്തി ചാർജ് ചെയ്യാൻ ഓർഡർ കൊടുത്ത് അലറുന്നു. പിന്നെ അവിടെ പൊരിഞ്ഞ ലാത്തി ചാർജ്. അതിനിടയിൽ രജന സക്കരയോട് ഷൺമുഖത്തിനിട്ട് 2 പൊട്ടിക്കാൻ പറയുന്നുണ്ട്. സക്കര ചെന്ന് ഷൺമുഖത്തിനെ അടിക്കുന്നു. പിന്നെ സക്കര ആ നാട്ടുകാരൻ തന്നെയാണ്. അവന്റെ മാമൻ പാർട്ടിയിലുള്ള ഹോൾഡ് വെച്ച് അവന് നാട്ടിലുള്ള സ്റ്റേഷനിൽ പോസ്റ്റ് വാങ്ങി കൊടുത്താണ്. മാമനും ആ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ലാത്തി ചാർജിനിടയിൽ അടികൊണ്ട് വീണ് കിടക്കുന്ന മാമനെ കണ്ട സക്കര അദ്ദേഹത്തെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് വീട്ടിൽ പോകാൻ പറയുന്നുണ്ട്. ഷൺമുഖത്തിന്റെ അനിയൻ ഗുണയും ഈ ഫാക്ടറിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലാത്തി ചാർജ് എല്ലാം കണ്ടുകൊണ്ട് സിമന്റ് ഫാക്ടറിയുടെ ഉടമയും ത്രിലോകിന്റെ അച്ഛനുമായ സേട്ട് പുറത്ത് കാറിലിരിക്കുന്നുണ്ട്. കുറച്ചു നേരം അടി നോക്കിയിരുന്നിട്ട് അദ്ദേഹം ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയുന്നു. അങ്ങനെ ലാത്തി ചാർജ് എല്ലാം കഴിഞ്ഞ് അടിയൊക്കെ കൊണ്ട് ഷൺമുഖവും അനിയും ഗുണയും ഒരു ഓട്ടോറിക്ഷയിൽ വീട്ടിൽ വന്ന് ഇറങ്ങുന്നു. അവരുടെ വീടുകൾ അടുത്തടുത്താണ്. ഷൺമുഖത്തിന് 2 പെൺമക്കളാണ്. ഭാര്യ ദേവി ഷൺമുഖത്തിനോട് പിണങ്ങി ഒരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പറയുന്നുണ്ട്. മക്കളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി ഗുണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളും ഭാര്യ സെൽവിയും മാത്രമാണ് വീട്ടിൽ. അവർക്ക് കുട്ടികളില്ല. അപ്പൊ ഷൺമുഖത്തിന്റെയും ഗുണയുടെയും ഷർട്ടിൽ അഴുക്കെല്ലാം കണ്ട് സെൽവി എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ ഷൺമുഖം ഗുണയോട് നീ രാത്രി അമ്പലത്തിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഉവ് രാത്രി 12 മണിക്കല്ലേ കൊടിയേറ്റ് എന്ന് ഗുണ പറയുന്നു. അവിടെയുള്ള അമ്പലത്തിലെ വളരെ പ്രസിദ്ധമായ മയാനക്കൊല്ല എന്ന ഉത്സവത്തിന് അന്ന് രാത്രി കൊടിയേറുകയാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ വേഷങ്ങളെല്ലാം കെട്ടി ആടുന്നുണ്ട്. അവിടെ ഗുണയും ആചാരത്തിന്റെ ഭാഗമായിട്ട് വേഷം കെട്ടി ആടുന്നുണ്ട്. അതാണ് ഷൺമുഖം ചോദിച്ചത്. പക്ഷേ ഷൺമുഖം ഒരു നിരീശ്വരവാദിയാണ്. അയാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എന്നിട്ട് ഷൺമുഖം നേരെ വീട്ടിലേക്ക് എന്ന് കഥയിൽ മുട്ടുന്നു. വീടിനകത്ത് നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും കഥവ് തുറക്കാത്തതുകൊണ്ട് ഷൺമുഖം താക്കോലെടുത്ത് കഥ തുറന്ന് അകത്തേക്ക് ചെല്ലുന്നു. അപ്പൊ അകത്ത് ഷൺമുഖത്തിന്റെ ഇളയ മകൾ നിള സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കായിരുന്നു. അവളുടെ മോഡൽ എക്സാമിന്റെ പ്രോഗ്രസ് കാർഡ് മേശപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷൺമുഖം അതെടുത്ത് നോക്കിയപ്പോൾ നിള 2 വിഷയത്തിന് തോറ്റിട്ടുണ്ട്. ഷൺമുഖം ദേഷ്യത്തിൽ നിളയുടെ മുറിയിലേക്ക് എന്നിട്ട് സ്പീക്കർ ഓഫ് ചെയ്തിട്ട് 2 വിഷയത്തിന് തോറ്റിട്ട് വന്നിട്ട് നിന്ന് ഡാൻസ് കളിക്കുകയാണ് എന്ന് ചോദിച്ച് ആ പ്രോഗ്രസ് കാർഡ് വെച്ച് അവളുടെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നു. അച്ഛൻ ദേഷ്യപ്പെടുന്ന കണ്ട നിള കരഞ്ഞുകൊണ്ട് സോറി പറയുന്നുണ്ട്. പക്ഷെ ഷൺമുഖം ദേഷ്യത്തിൽ തന്നെയാണ്. നീ ഇത്രയും നാൾ മര്യാദയ്ക്കാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ എന്ത് പറ്റി? പബ്ലിക് എക്സാം മര്യാദയ്ക്ക് പഠിച്ചെഴുതുന്നവരെ ഒരു ആട്ടവും പാട്ടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ സ്പീക്കർ എടുത്തുകൊണ്ട് ഷൺമുഖം അയാളുടെ മുറിയിൽ കയറി കഥ കളിക്കുന്നു. നിള പുറകെ നിന്ന് കരഞ്ഞുകൊണ്ട് അച്ഛനോട് വീണ്ടും സോറി പറയുന്നുണ്ട്. അടുത്ത സീനിൽ ഉത്സവത്തിന് പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ ആ ഗ്രാമത്തിലേക്ക് വന്നിരുന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഈശ്വരൻ. എല്ലാ കൊല്ലവും അയാൾ ഉത്സവത്തിന് വരാറുണ്ട്. ഒപ്പം ഉള്ളത് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പൊ അതുവഴി പോലീസ് ജീപ്പിൽ പോയി രജന അവരെയൊക്കെ കണ്ട് വണ്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരോട് ഉത്സവം കഴിയും വരെയുള്ള 9 ദിവസം അവിടെയൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം. ഇവിടേക്കുള്ള എല്ലാ ക്രിമിനൽസും ഉത്സവത്തിന് പഴയ കണക്കൊക്കെ തീർക്കാൻ തലവോക്കും എന്ന് പറയുന്നു. രജന സാരി എടുത്ത് മഫ്തിയിലാണിപ്പോ. വണ്ടിയിൽ മകൻ അതിശയമുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വൈകിട്ട് 5:30 നമ്മുടെ നായകൻ സക്കരയുടെ കല്യാണ നിശ്ചയമാണ്. അതിനായി അവന്റെ വീട്ടിലേക്കാണ്. അപ്പൊ പൂവും പഴമൊക്കെ വാങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ ജീപ്പ് നിർത്തി ഇറങ്ങുന്നു. അപ്പൊ ഒരു പൂക്കാരൻ പൂവിന്റെ വില കൂട്ടി പറഞ്ഞപ്പോൾ അതിശയ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മയുടെ അതേ ദേഷ്യം തന്നെയാണ് അതിശയത്തിനും. രജന അവനെ സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവൻ സക്കരയുടെ വീട്ടിൽ വെച്ച് കാണാൻ അമ്മയോട് പറഞ്ഞ് അവന്റെ കൂട്ടുകാരുടെ ഒപ്പം ഒരു ബൈക്കിൽ കയറി പോകുന്നു. രജന വീണ്ടും ജീപ്പിൽ കയറി പോകുന്നു. പോകുന്ന വഴിക്ക് ത്രിലോകിന്റെ സ്റ്റാഫില്ലേ അക്കൗണ്ടന്റ് വടിവേലു, അവനും ജീപ്പിൽ കയറുന്നു. കാരണം വടിവേലു രജനയുടെ ഭർത്താവാണ്. അവരുടെ മകനാണ് അതിശയം. അവർ ഇപ്പൊ പോകുന്നത് അതിശയത്തിന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള ഡ്യൂക്ക് ബൈക്ക് സർപ്രൈസായി സമ്മാനമായിട്ട് കൊടുക്കാൻ ബുക്ക് ചെയ്യാൻ പോവാണ് അവർ. അപ്പൊ അതിനുള്ള പൈസ രജനിക്ക് ത്രിലോക് കൈക്കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വടിവേലുവിന് അറിയാം. അവനാണ് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വടിവേലു കൈക്കൂലി വാങ്ങുന്നത് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഫാക്ടറി തൊഴിലാളികൾക്കെതിരെ പ്രവർത്തിക്കുന്നത് തെറ്റല്ലേ എന്ന് സംശയം ചോദിക്കുന്നുണ്ട്. വടിവേലു ഒരു നല്ല മനുഷ്യനാണ്. അടുത്ത സീനിൽ നിള ഉത്സവപ്പറമ്പിലെത്തി ഒരു തുണിക്കടയിൽ നിന്ന് ചുരിദാർ വാങ്ങുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് സക്കരയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ കല്യാണ നിശ്ചയം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറുക്കന്റെ വീട്ടിൽ നിശ്ചയം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സക്കരയുടെ അമ്മ തളർന്നു കിടക്കുകയാണ്. അപ്പൊ അമ്മയില്ലാതെ നിശ്ചയം നടത്താൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. ഇതാണ് അവന്റെ പെണ്ണ് ലക്ഷ്മി. നേഴ്സാണ്.
ഇതാണ് സക്കര ജോലിക്ക് പോകുമ്പോൾ അമ്മയെ നോക്കാൻ ഒരു അക്കയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സക്കരയുടെയും ലക്ഷ്മിയുടെയും വിവാഹ നിശ്ചയം കഴിയുന്നു. പിന്നീട് രാത്രിയായി. രജന കള്ളൊടിച്ച് പൂസായി പോകുന്നുണ്ട്. അതുകൊണ്ട് സക്കര ജീപ്പിൽ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. അപ്പൊ അതിശയം അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അവൻ അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ അവൻ ടൂർ പോകുന്ന കാര്യം സക്കര ചോദിക്കുന്നുണ്ട്. അതിശയം കൂട്ടുകാർക്ക് ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കാൻ മൂന്നാർ ടൂർ പോകാൻ പോവുകയാണ്. അരമണിക്കൂറിൽ ഇറങ്ങുമെന്നും സക്കരോട് പറഞ്ഞപ്പോൾ അലമ്പൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നോളാം എന്ന് സക്കര പറയുന്നു. സക്കര അതിശയത്തിന് സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്. അതിശയം അമ്മയും കൊണ്ട് വീടിനകത്തേട്ട് പോകുന്നു. സക്കര ജീപ്പെടുത്ത് തിരിച്ചും പോകുന്നു. പോകുന്ന വഴിക്ക് അവൻ ലക്ഷ്മിയെ വിളിച്ച് സൊള്ളുന്നുണ്ട്. അപ്പൊ ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിനുള്ള സമയമായിരുന്നു. ഈശ്വരനും പൂജാരിയും എല്ലാം വരുന്നത് അവൻ കാണുന്നു. അപ്പൊ പൂജാരിയുടെ കയ്യിൽ തലയോട്ടിയുള്ള ഒരു തട്ടം കണ്ട അവൻ സംശയത്തിൽ പൂജാരി എന്താണ് ആ തട്ടം പിടിച്ചിരിക്കുന്നതെന്ന് ലക്ഷ്മിയോട് സംശയം പറയുന്നുണ്ട്. കാരണം സാധാരണ പൂജാരിയല്ല തലയോട്ടി തട്ടം പിടിക്കുന്നത്. അതാണ് അവൻ സംശയം വന്നത്. എന്തായാലും അവൻ അത് വിട് എന്ന് പറഞ്ഞ് ലക്ഷ്മിയോട് വീണ്ടും സൊള്ളുന്നു. പക്ഷെ ചെണ്ടമേളത്തിന്റെ ഒക്കെ ശബ്ദം കൂടുതലായതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റാതെ അവൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കുക എന്ന് ലക്ഷ്മിയോട് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. പെട്ടെന്ന് അവിടെയുള്ള എല്ലാ ഫോണും അടിക്കാൻ തുടങ്ങുന്നു. ഒപ്പം വയർലെസ്സുകളും. സീരിയസ് ആയിട്ടുള്ള എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത സീനിൽ സക്കരയെ കാണിക്കുമ്പോൾ അവന് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നിരിക്കുകയാണ്. പറഞ്ഞ കാര്യം കേട്ട് അവൻ ഞെട്ടുന്നു. ഇതേസമയം സേട്ടിന്റെ വീട് കാണിച്ചപ്പോൾ അദ്ദേഹം ടെൻഷനായി മകൻ ത്രിലോകിന്റെ മുറിയിൽ ചെന്ന് അവനെ വിളിക്കുന്നു. കഥക് തുറന്നു നോക്കിയപ്പോൾ ത്രിലോക് മുറിയിലില്ല. സേട്ട് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ സേട്ടിന്റെ സിമന്റ് ഫാക്ടറിക്ക് തീ പിടിച്ചു. സക്കർ ബൈക്കിൽ അങ്ങോട്ട് എത്തുന്നു. അവിടെ ഷൺമുഖത്തിന്റെ സ്കൂട്ടർ ഇരിക്കുന്നവൻ കാണുന്നുണ്ട്. ഷൺമുഖം സക്കർ എത്തുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്തിയിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസുകാരും ഒരുപാട് ആളുകൾ അങ്ങോട്ട് എത്തുന്നു. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കുറച്ച് കഴിഞ്ഞ് രജനി അങ്ങോട്ട് എത്തുന്നു. അവൾക്ക് പൂസായി ബോധം വീണമെന്ന് തോന്നുന്നു. പുറകെ സേട്ടും അങ്ങോട്ട് എത്തുന്നു. എല്ലാവരും ടെൻഷനിലാണ്. കുറച്ച് കഴിഞ്ഞ് തീ പിടിച്ച് ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു ടാങ്ക് പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ ശക്തിയിൽ എല്ലാവരും തെറിച്ചു വീഴുന്നുണ്ട്. പിന്നീട് തീയെല്ലാം അണയ്ക്കുന്നു. അപ്പോൾ ത്രിലോക് കാറിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നു. അവൻ അടിച്ച് പൂസാണ്. ത്രിലോക് സേട്ടിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മദ്യത്തിന്റെ മണം അടിച്ച സേട്ട് അവനെ ദേഷ്യത്തിൽ തള്ളി മാറ്റുന്നു. അപ്പൊ ത്രിലോക് ഷൺമുഖത്തിന് തലയിൽ കയറ്റി വെച്ചതല്ലേ, ഇപ്പൊ കണ്ടോ അവൻ പറഞ്ഞ പോലെ തന്നെ ഫാക്ടറി കത്തിച്ചത് എന്ന് പറയുന്നു. പക്ഷെ സേട്ട് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നീട് അദ്ദേഹം ഫാക്ടറിയുടെ അകത്തേക്ക് നിന്ന് ഓഫീസ് മുറിയുടെ ഭിത്തിയിൽ നിന്നും പഴയ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. സേട്ട് ഷൺമുഖത്തിന് എന്തോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ ഷൺമുഖം അങ്ങോട്ട് വന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. സേട്ടിന് ഷൺമുഖത്തിന് വളരെ വർഷങ്ങളായിട്ട് അറിയാം. അയാളുടെ വളരെ നല്ലൊരു സ്റ്റാഫാണ് ഷൺമുഖം. അതാണ് ത്രിലോക് ആദ്യം ഷൺമുഖത്തെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സേട്ട് മൈൻഡ് ചെയ്തിരുന്നത്. അപ്പൊ പുറത്ത് രജനിയും സക്കരയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ പറയുന്നത് ഇത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുണ്ടായ തീപിടുത്തമല്ല, മനഃപൂർവ്വം ആരോ തീ കൊളുത്തിയതാണെന്ന്. സാമ്പലൂർ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെയുള്ള ഇത്രയും വലിയ ഈ ഫാക്ടറിക്ക് ആരായിരിക്കും തീ വെച്ചതെന്ന് സക്കര സംശയം പറയുന്നുണ്ട്. അടുത്ത സീനിൽ ഷൺമുഖം തിരിച്ച് വീട്ടിലെത്തുന്നു. മുൻവാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടില്ല. ഷൺമുഖം അകത്ത് കയറുന്നു. എന്നിട്ട് നിളയുടെ മുറിയുടെ മുമ്പിലെത്തി വാതിലിൽ മുട്ടാൻ വന്നെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ മുറിയുടെ മുമ്പിലായി സോറി അപ്പ എന്ന് നിള എഴുതിയ ഒരു നോട്ട് ഷൺമുഖം കാണുന്നു. ഷൺമുഖം അത് വായിച്ചിട്ട് ആദ്യം എടുത്തുകൊണ്ടുപോയി നിളയുടെ സ്പീക്കർ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അച്ഛന് സ്നേഹമുണ്ട് മകളോട്. എന്നിട്ട് ഷൺമുഖം അയാളുടെ മുറിയിൽ ചെന്നിരിക്കുന്നു. പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. രാവിലെ സെൽവി നിളയെ വിളിച്ച് കഥയിൽ മുട്ടുന്നത് കേട്ടാണ് ഷൺമുഖം ഉണരുന്നത്. അയാൾ എന്ന് കഥ തുറന്നപ്പോൾ നിള സ്കൂളിൽ പോകുന്നില്ലേ, ലേറ്റ് ആയാലെന്ന് സെൽവി ചോദിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടതിന് പിണങ്ങി കിടക്കുകയായിരിക്കും, നീ തന്നെ ചെന്ന് ചോദിക്കാൻ ഷൺമുഖം പറയുന്നു. എന്നാൽ സെൽവി എന്ന് നോക്കിയപ്പോൾ നിള മുറിയിലില്ല. ഗുണയെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. തലേന്ന് രാത്രി കട്ടിലിൽ കിടന്ന പോലെ തോന്നുന്നില്ല എന്ന് സെൽവി ഷൺമുഖത്തോട് പറഞ്ഞപ്പോൾ അപ്പൊ ഇന്നലെ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ഷൺമുഖം സംശയം പറയുന്നു. ഷൺമുഖം വെളുപ്പിന് 4:30ക്കാണ് ഫാക്ടറിയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വന്നത്. മോൾ ഉറങ്ങുകയല്ലേ, ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് ഷൺമുഖം വാതിൽ മുട്ടാതെ അയാളുടെ മുറിയിലേക്ക് പോയത്. നിള ചിലപ്പോൾ ദേഷ്യം മാറാൻ വേണ്ടി എവിടെയെങ്കിലും പോയിരിക്കുമെന്ന് ഷൺമുഖം പറഞ്ഞപ്പോൾ ഗുണ പെട്ടെന്ന് പുറത്തു പോയി നോക്കുന്നു. നിളയുടെ സ്കൂട്ടർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുക്കാതെ അവൾ എവിടെയും പോകാറില്ലോ എന്ന് സെൽവി പറയുന്നു. ഷൺമുഖം ഉടനെ നിളയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഗുണ സെൽവിയോട് നിളയുടെ വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു അന്വേഷിക്കാൻ പോകാനായിട്ട്. ഷൺമുഖം നിളയുടെ കൂട്ടുകാരി മലറിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെയും നിള എത്തിയിട്ടില്ല. അപ്പൊ സെൽവി ഷൺമുഖം കേൾക്കാതെ അല്പം മാറി നിന്ന് നിളയുടെ അമ്മ താമസിക്കുന്ന ആശ്രമത്തിലേക്ക് വിളിക്കുന്നു. എന്നാലും നിള അവിടെയും ചെന്നിട്ടില്ലായിരുന്നു. പിന്നീട് ഷൺമുഖവും ഗുണയും ഗ്രാമം മുഴുവൻ നിളയെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും അവർക്ക് നിളയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഷൺമുഖം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നിള മൂത്ത മകൾ നന്ദിനിയുടെ അടുത്ത് ചെന്നിട്ടുണ്ടാവും എന്ന് സെൽവി ചോദിച്ചപ്പോൾ ഷൺമുഖം നന്ദിനിയെ വിളിക്കുന്നു. നന്ദിനി കോയമ്പത്തൂർ ജോലി ചെയ്യുകയാണ്. എന്നാൽ നീള നന്ദിനിയുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഓട്ടോയിൽ ഷൺമുഖത്തിന്റെ ഭാര്യ ദേവി വന്നിറങ്ങുന്നു. സെൽവി ആദ്യം അവരെ നിളയുടെ കാര്യം ചോദിച്ച് ഫോൺ വിളിച്ചിരുന്നല്ലോ. ഷൺമുഖം ദേവിയെ കണ്ട് അസ്വസ്ഥനായി നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ അമ്മയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നു. എന്നിട്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത്, അവളോട് ദേഷ്യപ്പെട്ടിരുന്നു എന്ന് ദേവി ചോദിച്ചപ്പോൾ പ്രോഗ്രസ് കാർഡ് കണ്ട് ദേഷ്യപ്പെട്ട കാര്യം ഷൺമുഖം പറയുന്നു. അടുത്ത സീനിൽ ആശുപത്രി കാണിക്കുന്നു. രജന അവിടെയുണ്ട്. ത്രിലോക് അവളോട് ഷൺമുഖത്തിന് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്, അവനാണ് ഇത് ചെയ്തത്, ഇന്നലെ അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തെളിവില്ലാതെ ഒരാൾ അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് രജന പറയുന്നു. അപ്പൊ അങ്ങോട്ട് സേട്ട് വരുന്നു. എന്നിട്ട് അവരുടെ ഒരു ജോലിക്കാരൻ പരിക്കുപറ്റി അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അയാളുടെ അടുത്ത് പോകാതെ നീ പോലീസുകാരോട് എന്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ത്രിലോകിനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം ചെന്ന് ആ ജോലിക്കാരനെ കണ്ട് അയാളുടെ ഭാര്യയുടെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇതേസമയം ആശുപത്രിക്ക് പുറത്ത് സക്കര രജനയോട് ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന CCTV ക്യാമറകളും റെക്കോർഡിങ്ങുകളും എല്ലാം നശിച്ചുപോയി, അതുകൊണ്ട് ഞാൻ അടുത്തുള്ള CCTV ഫുട്ടേജ് എല്ലാം കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഒരു 12 മണിയായപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ ഷൺമുഖത്തിന്റെ വണ്ടി ഫ്രണ്ട് ഗേറ്റിനടുത്ത് ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് കോൺസ്റ്റബിൾ പെട്ടെന്ന് സർ ഫ്രണ്ട് ഗേറ്റിനടുത്തല്ല സൈഡ് ഗേറ്റിനടുത്താണ് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ രജന പെട്ടെന്ന് അയാളോട് നീ എത്ര മണിക്കാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ 10:15 എന്ന് പറയുന്നു. അത് കേട്ട് സക്കര സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ അവർ നേരെ ഷൺമുഖത്തിന്റെ വീട്ടിലെത്തുന്നു. അവിടെ മറ്റു തൊഴിലാളികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഷൺമുഖത്തിന് അറസ്റ്റ് ചെയ്യാനാണ് പോലീസുകാർ വന്നതെന്ന് അറിഞ്ഞ അവർ അതിന് സമ്മതിക്കുന്നില്ല. അവിടെ ചെറിയ രീതിയിൽ ഉന്തും തള്ളും നടക്കുന്നു. അതുകൊണ്ട് രജന അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഷൺമുഖത്തിന്റെ ഇളയ മകളെ
മകളെ കാണാതായ കാര്യം രജനയോട് പറയുന്നുണ്ട്. രജന ദേഷ്യത്തിൽ ഷൺമുഖത്തിന്റെ പേര് വിളിച്ചിട്ട് മകളെ കാണാതായിട്ട് എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ സെൽവി പെട്ടെന്ന് രജനയോട് ഇന്ന് രാവിലെയാണ് അത് അറിഞ്ഞത് എന്ന് പറയുന്നു. അപ്പോൾ ഗുണ ഇവരോടൊക്കെ എന്ത് സംസാരിക്കാൻ, ത്രിലോക് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്താൽ അതും മേടിച്ച് ഇവർ മിണ്ടാണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ സക്കര പെട്ടെന്ന് അവന്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നു. അതോടുകൂടി തൊഴിലാളികൾ എല്ലാവരും വീണ്ടും ഒച്ചപ്പാടായപ്പോൾ രജന സക്കരയോട് ഷൺമുഖത്തിനെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞിട്ട് ആരെങ്കിലും തടയാൻ വന്നാൽ അവനെ എടുത്ത് അകത്തിടാൻ പറയുന്നു. അങ്ങനെ അവർ ഷൺമുഖത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ജീപ്പിൽ വെച്ച് രജന സക്കരയോട് നില ഷൺമുഖത്തിനോട് പിണങ്ങി ഏതെങ്കിലും കൂട്ടുകാരിയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലുണ്ടാവും എന്ന് പറയുന്നു. എന്നിട്ട് മൂത്ത മകൾ നന്ദിനി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ കോയമ്പത്തൂരിൽ ഏതോ IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്ന് സക്കര പറയുന്നു. സക്കരയും നന്ദിനിയും സ്കൂളിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ അവർ സ്റ്റേഷനിൽ എത്തുന്നു. അപ്പോൾ ഷൺമുഖം എന്നെ പുറത്ത് വിട്, എനിക്ക് എന്റെ മകളെ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. സ്റ്റേഷന് പുറത്താണെങ്കിൽ തൊഴിലാളികൾ ഷൺമുഖത്തിനെ വിട്ട് കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നുണ്ട്. രജന സക്കരയോട് ഷൺമുഖം യൂണിയൻ ലീഡർ ആയതുകൊണ്ട് തെളിവില്ലാതെ അതേസമയം അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫാക്ടറിയുടെ പുറത്തു നിന്നുള്ള CCTV വിഷ്വൽസ് പെട്ടെന്ന് എത്തിച്ച് അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കുക, ഇന്ന് ഉത്സവത്തിന്റെ ഡ്യൂട്ടി ഞാൻ നോക്കാം എന്ന് പറയുന്നു. ഇതേസമയം ഷൺമുഖത്തിന്റെ വീട് കാണിക്കുമ്പോൾ അവിടെ എല്ലാവരും ടെൻഷനിലാണ്. ഷൺമുഖത്തിനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് അറിയില്ല എന്ന് അനിയൻ ഗുണ ടെൻഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. ഉത്സവത്തിന്റെ 1ാം ദിവസമാണ്. ഒരുപാട് ആളുകൾ പല പല വേഷങ്ങൾ കെട്ടി ആടുന്നുണ്ട്. രജനയും പോലീസുകാരും അവിടെ ഡ്യൂട്ടിക്കുണ്ട്. അപ്പോ ഒരു പെൺകുട്ടി ഉത്സവത്തിനിടയിൽ കൂടി നടന്നു പോകുന്നത് കാണിക്കുന്നു. അവിടെ നിന്നും അവൾ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അത് നിളയുടെ ചേച്ചിയും ഷൺമുഖത്തിന്റെ മൂത്ത മകളുമായ നന്ദിനിയാണ്. അവൾ സ്റ്റേഷനകത്ത് എത്തിയപ്പോൾ ചക്കരയും മറ്റു പോലീസുകാരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ദേഷ്യത്തിലായി അവൾ TV ഓഫ് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ കാണാനില്ല, എന്നിട്ട് നിങ്ങൾ എല്ലാവരും TV കണ്ട് രസിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളോട് ദേഷ്യപ്പെട്ട ഒരു കോൺസ്റ്റബിളിനെ സക്കര തടയുന്നു. കാരണം അവന് നന്ദിനിയെ അറിയാമല്ലോ. പക്ഷേ അവൾക്ക് അവനെ മനസ്സിലായിട്ടില്ല. അപ്പൊ സക്കര ഞാൻ നിന്റെ ക്ലാസ്മേറ്റ് ആണ്, മറന്നുപോയി എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം നന്ദിനി സൈലന്റ് ആയിട്ട് ക്ലാസ്മേറ്റ് ആണെങ്കിൽ നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് സക്കര വല്ലാതാവുന്നുണ്ട്. അപ്പോൾ നന്ദിനി എന്റെ അനിയത്തിയുടെ മിസ്സിംഗ് കേസ് എന്താണ് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അതിനാദ്യം കംപ്ലൈന്റ് തരണം എന്ന് സക്കര പറയുന്നു. അപ്പൊ നന്ദിനി കംപ്ലൈന്റ് തരേണ്ട ആളെ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടിരിക്കുകയല്ലേ, ശരി ഞാൻ കംപ്ലൈന്റ് തരാം എന്ന് പറയുന്നു. അപ്പോൾ നന്ദിനിയുടെ ശബ്ദം കേട്ട് ഷൺമുഖ അകത്ത് സെല്ലിൽ നിന്ന് അവളെ വിളിക്കുന്നുണ്ട്. അച്ഛന്റെ ശബ്ദം കേട്ട് നന്ദിനി ഉടനെ അകത്തേക്ക് കയറി പോകുന്നു. അതുകൊണ്ട് സക്കര ദേഷ്യത്തിൽ നന്ദിനിയുടെ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് 6 മണിക്ക് ശേഷം സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാൻ പാടില്ല, എന്താണെങ്കിലും നാളെ പകൽ ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ നന്ദിനി വീട്ടിലെത്തുന്നു. അവളെ കണ്ട അമ്മ സന്തോഷത്തിൽ നന്ദിനി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അമ്മയെ കണ്ട് നന്ദിനിക്ക് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല. അവരെല്ലാം വിട്ടിട്ട് അമ്മ ആശ്രമത്തിലേക്ക് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നീട് നന്ദിനി സങ്കടത്തിൽ നിളയുടെ കട്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ സക്രിയയും കോൺസ്റ്റബിൾമാരും CCTV ഫുട്ടേജ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ടും അവർക്ക് തെളിവുകളൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അവർ ടയർഡായി എന്ന് പറഞ്ഞപ്പോൾ സക്കര അവരോട് മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ വിഷ്വൽസ് എല്ലാം സ്വയം പരിശോധിക്കുന്നു. അങ്ങനെ അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാക്ടറിക്ക് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നിള നടന്നു പോകുന്നത് കാണുന്നു. എന്തോ സംശയം തോന്നി സക്കര നേരെ ആ സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും കുറച്ച് മാറി നിലത്ത് നിന്നും അവന് നിളയുടെ സ്കൂൾ ID കാർഡ് കിട്ടുന്നു. സംഭവിച്ചത് തലേന്ന് രാത്രി നിള ആ ബസ് സ്റ്റോപ്പിന് മുമ്പിൽ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു ചുവന്ന ഓമിനിമാൻ അവളുടെ അടുത്ത് വന്ന് നിർത്തുന്നു. പെട്ടെന്ന് അതിനകത്ത് നിന്നും ആരോ ഒരാൾ അവളെ വലിച്ച് അകത്തേക്ക് ഇടുന്നു. എന്നിട്ട് ആ വണ്ടി അവിടെ നിന്ന് സ്പീഡിൽ പോകുന്നു. അപ്പോ നിള അച്ഛനോട് പിണങ്ങി എവിടെയും പോയതല്ല, അവളെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് സക്കരയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ സത്യം മനസ്സിലാക്കി നടുറോട്ടിൽ നിൽക്കുന്ന സക്കരയെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 2 അപ്പോ ആരംഭിക്കലാങ്കള. എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കത്തിയ ഫാക്ടറി കാണിച്ചുകൊണ്ടാണ്. ത്രിലോകും വടിവേലും രജനയോട് തീപിടുത്തം മൂലം ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രജന പറയുന്നത് അതൊന്നും FIR-ൽ എഴുതാൻ പറ്റില്ല, അത് നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയോ സംസാരിച്ച് ഡീലാക്ക്, ഡാമേജസ് മാത്രമാണ് പോലീസ് റിപ്പോർട്ടിൽ എഴുതാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ത്രിലോക് രജനയോട് ഇത് പ്ലാൻ ചെയ്ത് ഷൺമുഖം തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷെ തെളിവില്ലാതെ ഷൺമുഖത്തിന് അധികം നാൾ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല എന്ന് രജന പറഞ്ഞപ്പോൾ ത്രിലോക് അയാൾക്കെതിരെയുള്ള തെളിവ് നീ തന്നെ ഉണ്ടാക്കുക എന്ന് രജനയോട് പറഞ്ഞിട്ട് മകനുള്ള ബൈക്കിന്റെ ഡൗൺ പേയ്മെന്റ് അടച്ചല്ലേ എന്ന് വടിവേലുവിനോട് ചോദിക്കുന്നു. അതായത് ത്രിലോക് കൊടുത്ത കൈക്കൂലി രജന മേടിച്ചല്ലോ, അപ്പോൾ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഷൺമുഖത്തിനെതിരെയുള്ള തെളിവുണ്ടാക്കാനാണ് ത്രിലോക് പറയുന്നത്. അപ്പോൾ രജനിയും വടിവേലുവും അസ്വസ്ഥരായി പരസ്പരം നോക്കുന്നുണ്ട്. അപ്പൊ സക്കര അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നിളയെ ആ ചുമന്ന ഒമിനിവാനിൽ ആരോ തട്ടിക്കൊണ്ടുപോയി CCTV വീഡിയോ അവന്റെ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ സംഗതി കിഡ്നാപ്പിംഗ് ആണെന്ന് മനസ്സിലാക്കിയ രജന സക്കരയോടൊപ്പം പോകുന്നു. അവർ നേരെ ആ ബസ് സ്റ്റോപ്പിലേക്കാണ് ചെന്നത്. രജന അവിടെ എല്ലാം പരിശോധിക്കുന്നുണ്ട്. പുറകെ വീഡിയോ ടെക്നീഷ്യൻ എത്തുന്നു. എന്നിട്ട് അവർ ലാപ്ടോപ്പിൽ വീണ്ടും ആ കിഡ്നാപ്പിംഗ് വീഡിയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാനിന്റെ നമ്പർ പ്ലേറ്റ് മണ്ണ് തേച്ച് മനഃപൂർവ്വം മറച്ചതാണെന്ന് സക്കര കണ്ടുപിടിക്കുന്നു. അതായത് ആ കിഡ്നാപ്പിംഗ് ആ സമയത്ത് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് സംഭവിച്ചതല്ല, മറിച്ച് പ്ലാൻ ചെയ്ത് കടത്തിക്കൊണ്ടുപോയതാണ്. അവിടെ നിന്നും സക്കര ഷൺമുഖത്തിന്റെ വീട്ടിലെത്തുന്നു. ദേവിയും നന്ദിനി അവിടെയുണ്ട്. ഷൺമുഖം ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണല്ലോ. സക്കര നിളയുടെ ID കാർഡ് നന്ദിനിക്ക് കൊടുത്തിട്ട് നിളയുടെ ബെഡ്റൂം കാണിച്ചു തരാൻ പറയുന്നു. എന്നിട്ട് അവിടെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്ദിനി സക്കരയോട് നിളയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സക്കര അതിന് മറുപടി പറയാതെ നിളയെക്കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം നിളയുടെ മൊബൈൽ നമ്പർ തരാൻ പറയുന്നു. നന്ദിനി നമ്പർ പറഞ്ഞിട്ട് ദേവി ഇത് എന്താണെങ്കിലും എന്നോട് സത്യം പറയാൻ പറയുന്നു. അപ്പൊ സക്കര
നിളയെ ആരോ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നു. അത് കേട്ട് നന്ദിനി ശരിക്കും പേടിച്ച് കരയുന്നു. അമ്മയും അതുകൊണ്ട് ടെൻഷനായി കരയുന്നുണ്ട്. അപ്പൊ സക്കര, നിങ്ങൾ കരയാതിരിക്കൂ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ ഈ സമയം കൊണ്ട് പൈസ ചോദിച്ച് അവർ വിളിച്ചിരിക്കും. പക്ഷെ ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഷൺമുഖത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടെന്നല്ലാതെ അവർക്ക് അങ്ങനെ ആരുടെയും പേര് പറയാൻ പറ്റുന്നില്ല. അടുത്ത സീനിൽ സ്റ്റേഷനിൽ രചന ഷൺമുഖത്തോട് കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസാരത്തിനിടയിൽ രണ്ടുപേരും തമ്മിൽ തർക്കാവുന്നു. അവർ തമ്മിൽ കീരിയും പമ്പും പോലെയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് സേട്ട് വന്നിട്ട് എന്തിനാണ് ഷൺമുഖത്തിന് വെറുതെ ഹരാസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ത്രിലോക് കംപ്ലൈന്റ് തന്നിട്ടുണ്ട് എന്ന് രചന പറയുന്നു. അപ്പൊ സേട്ട്, നീയും ത്രിലോകും തമ്മിലുള്ള ഡീൽ എന്താണെന്ന് എനിക്കറിയാം. ഷൺമുഖം ഫാക്ടറി ആരംഭിച്ച ദിവസം മുതൽ എന്റെ ഒപ്പമുള്ള ആളാണ്. നിങ്ങൾക്ക് അവനോടുള്ള ശത്രുത കാണിക്കാൻ പറ്റിയ സമയമല്ല ഇത്. മര്യാദയ്ക്ക് ഷൺമുഖത്തിന് റിലീസ് ചെയ്തിട്ട് അവന്റെ മകളെ അന്വേഷിക്കാനുള്ള കാര്യം നോക്കാൻ പറയുന്നു. അത് കേട്ട് രചന ദേഷ്യത്തിൽ ഷൺമുഖത്തിനെ നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് സേട്ടിന്റെ വീടാണ്. ത്രിലോക് അവിടെയുണ്ട്. രചന അവനെ വിളിച്ച് ഷൺമുഖത്തിന് റിലീസ് ചെയ്ത കാര്യം പറയുന്നു. അപ്പൊ സേട്ട് അങ്ങോട്ട് കാറിൽ വരുന്നു. വീട്ടിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ ത്രിലോകിനോട് സംസാരിക്കാൻ വന്നതും ത്രിലോക് അയാളെ ശ്രദ്ധിക്കാതെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഷൺമുഖത്തിനെ റിലീസ് ചെയ്തത് ത്രിലോകിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പോലീസുകാർ കുറച്ചുകൂടി അയാളെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അയാൾ കുറ്റം സമ്മതിച്ചേനെ. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടിയെന്നാണ് ത്രിലോക് പറയുന്നത്. ഇപ്പൊ ത്രിലോകാണല്ലോ MD. അപ്പൊ അച്ഛൻ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവൻ ആരാണ് റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന് സേട്ട് പറയുന്നു. അത് കേട്ട് ത്രിലോക് അസ്വസ്ഥനെ പുറത്തേക്ക് പോയി ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഒരാൾ കാത്തിരുന്നല്ലോ. അയാൾ ത്രിലോകിനെ വിളിച്ചിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നു. അയാളുടെ പേര് കോദണ്ഡരാമൻ. എക്സ് ഫയർമാൻ ആണ്. ഇപ്പോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അതായത് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുമാണ് സേട്ടിന്റെ സിമന്റ് ഫാക്ടറിക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അപ്പൊ കോദണ്ഡരാമന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇൻഷുറൻസ് തുക കിട്ടുകയുള്ളൂ. അപ്പൊ അയാൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ ത്രിലോക് വല്ലാതെ ആവുന്നുണ്ട്. അടുത്ത സീനിൽ ഷൺമുഖത്തിന്റെ കേസ് നടത്താനായിട്ട് തൊഴിലാളികൾ എല്ലാവരുടെയും കയ്യിൽ നിന്നും പണം പിരിക്കുകയാണ് അനിയൻ ഗുണയും സക്കരയുടെ അമ്മാവനും. അപ്പൊ സക്കര അങ്ങോട്ട് വരുന്നു. അമ്മാവൻ അവനോട് അല്പം നീരസത്തോടെ, നിനക്ക് ഇവിടെ തന്നെ SI ജോലി കിട്ടിയത് ഞാനും ഷൺമുഖം MLA പോയി കണ്ട് സംസാരിച്ചുകൊണ്ടാണ്. എന്നിട്ട് നീ ഇപ്പോൾ സേട്ട് കുടുംബത്തിന്റെ ഒപ്പം ചേർന്ന് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ അതെന്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് സക്കര അവന്റെ ഭാഗത്ത് ന്യായം പറയുന്നു. അവൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിളയുടെ മിസ്സിംഗ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഷൺമുഖത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ ശത്രുക്കളായിട്ട് നിങ്ങൾ പോലീസുകാരാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഗുണ സക്കരെ അപമാനിച്ചു വിടുന്നു. അടുത്ത സീനിൽ ഷൺമുഖം സ്റ്റേഷനിൽ നിന്ന് റിലീസായി വീട്ടിലേക്ക് എത്തുന്നു. നന്ദിനി ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ അപ്പോഴും ദേവിയെ കണ്ട ഷൺമുഖം ദേഷ്യത്തിൽ, നീ എന്താ ഇതുവരെ തിരിച്ചു പോകത്ത് എന്ന് ചോദിച്ചപ്പോൾ നിള എന്റെയും കൂടി മകളാണ്, എനിക്കും വിഷമം ഉണ്ടാവില്ല എന്ന് ദേവി പറയുന്നു. അപ്പോൾ ഷൺമുഖം, എന്നെയും മക്കളെയും ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പോയവളല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ വെറുതെ സംസാരമായപ്പോൾ നന്ദിനി അവരുടെ ഇടയിൽ കയറി സമാധാനിപ്പിക്കുന്നു. അപ്പൊ സക്കര നന്ദിനിയെ ഫോണിൽ വിളിച്ചിട്ട്, ഞാൻ നിളയുടെ സ്കൂളിൽ അന്വേഷിക്കാൻ പോവുകയാണ്, നിനക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നന്ദിനി അത് സമ്മതിക്കുന്നു. അങ്ങനെ സക്കരയും രജനിയും നിളയുടെ സ്കൂളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി നിളയുടെ മൊബൈൽ ഫോൺ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞത് എന്തായി എന്ന് രജനി ചോദിച്ചപ്പോൾ കോൺസ്റ്റബിളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സക്കര മറുപടി പറയുന്നു. അങ്ങനെ ഒരു സ്കൂളിൽ എത്തുന്നു. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന് സെക്യൂരിറ്റി എണ്ണം പറയുന്നു. കാരണം അതൊരു ഗേൾസ് സ്കൂളാണ്. അത് കേട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് രജന പറയുന്നു. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് എത്തുന്നു. സക്കര രജനിയോട് നന്ദിനി എത്തിയ കാര്യം പറഞ്ഞിട്ട് നന്ദിനിയുടെ അടുത്ത് നിന്ന് അവളും രജനിയും മാത്രമാണ് അകത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ നന്ദിനി നിള സ്കൂൾ ഖോഖോ ടീമിൽ ഉണ്ടായിരുന്ന കാര്യം പറയുന്നുണ്ട്. ഒപ്പം വീടിനടുത്തുള്ള ട്യൂഷൻ സെന്ററിൽ പഠിക്കാൻ പോയിരുന്നു എന്ന കാര്യവും പറയുന്നു. അത് കേട്ട് സക്കര, ഇത് നേരത്തെ എന്താ പറയാത്തെന്ന് ചോദിക്കുന്നു. കാരണം ട്യൂഷൻ സെന്ററിൽ ആൺകുട്ടികളുണ്ട്. അപ്പൊ പെട്ടെന്ന് രജന വിളിച്ചപ്പോൾ നന്ദിനിയോട് കൂടെ ചെല്ലാൻ സക്കര പറഞ്ഞു വിടുന്നു. സ്കൂളിനകത്ത് രജന ടീച്ചേഴ്സിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നിളയെക്കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. അപ്പൊ നിളയുടെ സ്വഭാവത്തിൽ അടുത്തിടെ എന്തെങ്കിലും മാറ്റം ഉള്ളതായിട്ട് തോന്നിയിരുന്നെന്ന് രജന ചോദിച്ചപ്പോൾ അവൾ കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മുതൽ അവൾക്ക് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നൊരു ടീച്ചർ പറയുന്നു. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ അവൾ 2 വിഷയത്തിന് തോറ്റത് നമ്മൾ കണ്ടത്. ഇതേസമയം നന്ദിനി നിളയുടെ ക്ലാസ് റൂമിലായിരുന്നു. അവിടെ ഒരു കുട്ടിയോട് നിളയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ കുട്ടി നിള ആരെയോ പേടിച്ചിരുന്ന പോലെ തോന്നിയിരുന്നു, പക്ഷെ ആരെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നു. അടുത്ത സീനിൽ നിള പഠിക്കാൻ പോയിരുന്നു എന്ന് നന്ദിനി പറഞ്ഞ ട്യൂഷൻ സെന്ററിലേക്ക് സക്കര എത്തുന്നു. അപ്പൊ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ പറഞ്ഞു വിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു ട്യൂഷൻ സാർ. പേര് പുഷ്പരാജ്. സക്കര അവനെ പരിചയപ്പെടുത്തി പറഞ്ഞ്, പുഷ്പരാജ്, നിളയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ സക്കര, അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതന്വേഷിക്കാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, നിള ഇവിടെ പഠിക്കാൻ വന്നിരുന്നു എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പുഷ്പരാജ് പറയുന്നു. അപ്പൊ സക്കര, നിളയെ കാണാതെ പോയെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ താഴെ ഇരിക്കാറുള്ള ആ വായി നോക്കി പിള്ളേർ അറിഞ്ഞാണ്. വൈകിട്ട് 6:30 എല്ലാവരും വരും, പോയി അവരോട് ചോദിക്കും, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പുഷ്പരാജ് പോകുന്നു. പുഷ്പരാജ് പോകുന്നത് സക്കര സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ രജനിയെ കാണിക്കുന്നു. അവൾ ഉത്സവപ്പറമ്പിൽ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ മൂന്നാർ ടൂർ പോയിരിക്കുന്ന മകൻ അതിശയം വാട്സപ്പിൽ രജനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. മൂന്നാറും അവർ റൂം എടുത്തിരിക്കുന്ന റിസോർട്ടും എല്ലാം അടിപൊളിയാണ്, ഒരു ദിവസം നമുക്ക് ഫാമിലി ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അടുത്ത സീനിൽ സക്കര ട്യൂഷൻ സാർ പുഷ്പരാജ് പറഞ്ഞ് വായി നോക്കി പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവരോട് പെൺപിള്ളേരെ വായിൽ നോക്കുന്ന കാര്യമൊക്കെ നൈസായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ പോലീസാണെന്ന് അവരോട് പറയുന്നില്ല. എന്നിട്ട് ട്യൂഷൻ സെന്ററിൽ ഏറ്റവും ഗ്ലാമർ ഉള്ള പെൺകൊച്ച് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഓരോരുത്തരുടെ പേര് പറയുന്നു. അപ്പോൾ സക്കര നിളയെ പറ്റി ചോദിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ നിളയെ വായിൽ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം അവനോട് അവരുടെ തന്നെ പ്രായമുള്ള വേറൊരുത്തൻ വന്ന് ഇനി മുതൽ നിളയുടെ പുറകെ നടന്നാൽ അടിച്ച് കണ്ണുപൊട്ടിക്കും എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ പിന്നീട് അവനെ കണ്ടിരുന്നു എന്ന് സക്കര ചോദിച്ചപ്പോൾ ഒരു പയ്യൻ സംശയത്തോടെ, നിങ്ങൾ ശരിക്കും ആരാണ്, നിളയുടെ ബന്ധുവാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ സക്കര, അല്ല പോലീസാണെന്ന് അവരോട് പറയുന്നു. അത് കേട്ട് അവർ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞ ആ പയ്യനെ കുറിച്ച് കൂടുതൽ പറയാൻ പറഞ്ഞപ്പോൾ അവൻ നിളയുടെ പുറകെ എപ്പോഴും നടക്കുമായിരുന്നു, ഒരു സ്റ്റോക്കറെ പോലെ. ഒരു പേടിയില്ലാതെ വലിയ ഡയലോഗൊക്കെ എല്ലാവരോടും അടിക്കായിരുന്നു. ഏതോ പിടിപാടുള്ള വലിയ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അവൻ തന്നെയായിരിക്കും നിളയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ആ പിള്ളേര് പറയുന്നു. സക്കര
പിള്ളേരെയും കൊണ്ട് നേരെ മയാനക്കൊല ഉത്സവം നടക്കുന്ന ഉത്സവ പറമ്പിലേക്ക് എത്തുന്നു. ഇന്ന് ഉത്സവം 2ാം ദിവസമാണ്. എന്നിട്ട് അവിടെയെല്ലാം ആ പിള്ളേർ പറഞ്ഞ ചെക്കനെ അവർ തിരയുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സക്കര വല്ലാതെ നിരാശയിലാവുന്നുണ്ട്. അപ്പൊ സക്കര പിള്ളേരോട് നിങ്ങൾ ആദ്യം നിളയുടെ കൂട്ടുകാരുടെ പേര് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മലർ എന്ന പിള്ളേർ പറയുന്നു. അടുത്ത സീനിൽ രജനിയുടെ മുമ്പിലിരിക്കുകയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ കോദണ്ഡരാമൻ. അയാൾ രജനിയോട് തീപിടുത്തത്തിനെ സംബന്ധിക്കുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾ പോലീസുകാരനല്ലാത്തതുകൊണ്ട് തരാൻ പറ്റില്ലെന്ന് രജന പറയുന്നു. അത് കേട്ട് കോദണ്ഡരാമൻ അസ്വസ്ഥനാകുന്നുണ്ട്. അതേസമയം സക്കര രജനെ ഫോണിൽ വിളിച്ച് നിളയെ ഒരു പയ്യൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതും നിളയ്ക്ക് മലർ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ടെന്നുള്ള കാര്യവും പറയുന്നു. മലർ അവിടുത്തെ കൗൺസിലർ മണിയാരുടെ മകളാണ്. അതറിയാവുന്ന രജന മലറിനെ കാണാൻ ഞാനും വരാം എന്ന് സക്കരയോട് പറയുന്നു. എന്നിട്ട് കോദണ്ഡരാമനോട് ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, നാളെ വരാൻ പറഞ്ഞിട്ട് രജന പോകുന്നു. സക്കര നിളയെ തട്ടിക്കൊണ്ടുപോയി അതേ ബസ് സ്റ്റോപ്പിൽ രജനയെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് രജന ജീപ്പിൽ അങ്ങോട്ട് എത്തുന്നു. അപ്പൊ സക്കര രജനയോട് നിള അന്ന് എന്തിനാണ് ആ സമയത്ത് ഇവിടെ വന്നത്? മലറിന്റെ വീട് ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണെന്ന് പറയുന്നു. അപ്പൊ രജന എങ്കിൽ നിള മലറിനെ കാണാൻ വന്നതായിരിക്കും, അങ്ങനെയാണെങ്കിൽ നിളയെ അവസാനമായിട്ട് കണ്ടത് മലർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അവർ മലറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മലറിന്റെ അച്ഛൻ മണിയാരനോട് നിളയെ കാണാതായ കാര്യം പറഞ്ഞിട്ട് മലറിനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. മണിയാർ ഇത് സമ്മതിക്കുന്നു. കാരണം അദ്ദേഹത്തിന് നിളയുടെ കാര്യം അറിയാമായിരുന്നു. മലരും 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലാണെന്ന് മണിയാർ പറയുന്നു. എന്നിട്ട് അവർ അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ മണിയാർ അവരോട് പണ്ട് 1990-ൽ സിമന്റ് ഫാക്ടറി ആരംഭിച്ച സമയത്ത് ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കാണാതെ പോയിരുന്നു. പക്ഷെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സക്കരയുടെ അച്ഛനായിരുന്നു അന്ന് SI. അദ്ദേഹമായിരുന്നു ആ കേസ് അന്വേഷിച്ചെന്ന് പറയുന്നു. രജനിക്ക് ആ കേസിനെ കുറിച്ച് അറിയാമായിരുന്നു. ഇപ്പോ ആ ഫാക്ടറിക്ക് കത്ത് പിടിച്ചു, ഒപ്പം ഒരു പെൺകുട്ടിയെ കാണാതെയുമായി എന്നും അയാൾ പറയുന്നു. മണിയാർക്ക് ആ ഫാക്ടറി അവിടെ തുടങ്ങിയത് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ ആ ഫാക്ടറി കാരണം പട്ടിണിയില്ലാതെ ജീവിക്കുന്നുണ്ടെന്ന് രജന അല്പം നീരസത്തോടെ മണിയാറിനോട് പറയുന്നു. എന്നിട്ട് നിളയെക്കുറിച്ച് മകൾ മലറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ മലറിന്റെ അമ്മ വന്ന് മലർ ഇപ്പോഴും ഭയന്നിരിക്കുകയാണ്, അതുകൊണ്ട് അല്പം മയത്തിൽ ചോദ്യം ചോദിക്കണം എന്ന് രജനയോട് അപേക്ഷിക്കുന്നു. എന്നിട്ട് രജന മലറിന്റെ മുറിയുടെ മുമ്പിൽ എത്തി കഥയിൽ മുട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ മലർ കഥവ് തുറക്കുന്നില്ല. അകത്തവൾ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവളുടെ ഒപ്പം അടച്ചിട്ട മുറിയിൽ അവളുടെ ചേട്ടനുണ്ടായിരുന്നു. രജന മലറിനോട് പുറത്തു നിന്നും നീ നിളയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പൊ നിളയെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കണ്ടേ എന്നൊക്കെ മയത്തിൽ പറഞ്ഞ് കഥക് തുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും മലർ കഥക് തുറക്കുന്നില്ല. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. സക്കര ജീപ്പിൽ കയറി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു. മലറിന് ഉറപ്പായിട്ട് എന്തൊക്കെയോ അറിയാം, പക്ഷെ പോലീസിനെ പേടിയായിരിക്കുന്ന രജന സക്കരയോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ സ്കൂളിൽ വെച്ച് നന്ദിനിയോട് മലറിനെ കണ്ട് സംസാരിക്കാൻ പറയട്ടെ എന്ന് സക്കര ചോദിക്കുന്നു. രജന അത് സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഒരു കോൺസ്റ്റബിൾ സക്കരയുടെ ഒപ്പം ഉണ്ട്. സക്കര നന്ദിനിയെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് അപ്പുറത്ത് മാറി റോഡ് സൈഡിൽ കുറച്ച് അക്കച്ചിമാർ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ അങ്ങോട്ടേക്ക് ത്രിലോക് വന്ന് ഒരു സ്ത്രീയോട് സംസാരിച്ച് അവളെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ട് സക്കര ഇവന്റെ ഒക്കെ പൊസിഷൻ വെച്ചിട്ട് ഏതെങ്കിലും സിനിമാ നടിമാരെ കല്യാണം കഴിക്കാൻ പറ്റും, എന്നിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നതിന് പകരം ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് എന്ന് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട്. ത്രിലോക് അവർ കണ്ടിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോകുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദിനി സ്കൂട്ടറിൽ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് മണിയാർ അതുവഴി ജീപ്പിൽ പോകുന്നു അവർ കാണുന്നു. മകനും വണ്ടിയിലുണ്ട്. അത് കണ്ടെന്ന് സക്കര പെട്ടെന്ന് അവന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കോൺസ്റ്റബിളിനോട് നന്ദിനിയോടൊപ്പം വരാൻ പറഞ്ഞിട്ട് ആ ജീപ്പിനെ ഫോളോ ചെയ്യുന്നു. കോൺസ്റ്റബിൾ നന്ദിനിയുടെ സ്കൂട്ടറിൽ കയറിയിട്ട് പെട്ടെന്ന് പുറകെ പോകാൻ പറയുന്നു. നന്ദിനിക്ക് ഒന്നും മനസ്സിലാകാതെ എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ചേസിങ്. ഒടുവിൽ സക്കര ജീപ്പിന് നിർത്തിക്കുന്നു. എന്നിട്ട് മണിയാറിനോട് മകനെയും കൊണ്ട് ഈ ആ സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഞങ്ങളുടെ കുടുംബകാര്യമാണ്, നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഡ്രൈവറിനോട് വണ്ടി എടുക്കാൻ പറയുന്നു. അപ്പൊ സക്കര മര്യാദയ്ക്ക് ഇവിടെ വെച്ച് സത്യം പറയുന്നു അതോ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നു. അപ്പൊ ജീപ്പിൽ നിന്നും മലർ ഇറങ്ങി വരുന്നു. അവളും വണ്ടിയിലുണ്ടായിരുന്നു. നന്ദിനിയെ കണ്ട മലർ നിളയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാൻ നന്ദിനി പറയുന്നു. ശരിക്കും മലർ പോലീസുകാരെ കണ്ട് ഭയന്നിരിക്കുകയായിരുന്നു. അപ്പൊ സക്കര നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ധൈര്യമായിട്ട് പറയും. ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഏതോ ഒരു പൊറുക്കിപ്പയ്യൻ അവളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്നു എന്ന് പിള്ളേര് പറഞ്ഞ് ഞാൻ അറിഞ്ഞു, അത് ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ പറയെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി അത് ആരാണെന്ന് പറഞ്ഞാലേ പോലീസുകാർക്ക് നിളയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ പറയാൻ പറഞ്ഞപ്പോൾ നിള കരഞ്ഞുകൊണ്ട് പോലീസുകാരെ കൊണ്ടോ നിളയെ ശല്യപ്പെടുത്തിയിരുന്ന ആ പൊറുക്കിപ്പയ്യൻ ഇൻസ്പെക്ടർ രജനിയുടെ മകൻ അതിശയമാണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം വീട്ടിൽ വെച്ച് രജന അവളുടെ കഥയിൽ മുട്ടി വിളിച്ചിട്ടും മലർ വാതിൽ തുറക്കാതിരുന്നത്. അപ്പോൾ മലർ പറഞ്ഞത് കേട്ട് സക്കരയും നന്ദിനി ഒരേപോലെ ഞെട്ടി പരസ്പരം നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 3. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് നിളയെ തട്ടിക്കൊണ്ടുപോയ ആ ചുവന്ന ഓമിനി വാൻ ഒരു ഷെഡിനകത്ത് ഒളിപ്പിച്ചിട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഷെഡിനടുത്തുള്ള വീടിന്റെ ഉൾഭാഗത്ത് ഒരു മൊബൈൽ അടിക്കുന്നത് കാണിക്കുന്നു. പക്ഷെ ആരും എടുക്കുന്നില്ല. അത് അതിശയത്തിന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു. അവന് വിളിച്ചത് അച്ഛൻ വടിവേലു. ഫോൺ എടുക്കാത്തത് കണ്ട് ആ കാര്യം അയാൾ നിരാശയോടെ രജനിയോട് പറയുന്നു. അപ്പൊ അവിടെ സക്കരയും നന്ദിനിയും ഷൺമുഖവും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. നിളയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്നത് അതിശയാണെന്ന് എല്ലാവരും അറിഞ്ഞു. രജന എല്ലാവരോടായിട്ട് അതിശയ ഒരു ദേഷ്യക്കാരനൊക്കെയാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അവനൊരു ക്രിമിനൽ അല്ല എന്ന് പറയുന്നു. അപ്പോൾ മലർ നുണ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ വടിവേലു പെട്ടെന്ന് അങ്ങനെയല്ല, അവൾ തെറ്റിദ്ധരിച്ചതായിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ രജന അതിശയം അവൾക്ക് അയച്ച 2-3 വാട്സ്ആപ്പ് വോയിസ് മെസ്സേജുകൾ എല്ലാവർക്കായിട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെ ഇത്ര കൂളായിട്ട് ഒരു മെസ്സേജ് അയക്കുമെന്ന് ചോദിക്കുന്നു. മണിയാറും അത് ശരിവെച്ച് അവന്റെ ശബ്ദത്തിൽ ഒരു ടെൻഷനും ഇല്ലല്ലോ, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് മലർ പെട്ടെന്ന് നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നിള എവിടെ പോയാലും അവൻ പുറകെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നിളയുടെ ഒരേ ഒരു ഫ്രണ്ട് ഞാനാണ്, അവൾ എന്നോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ
ആണെങ്കിലും അതിശയത്തെ കാണുമ്പോൾ അവൾ പേടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പല പ്രാവശ്യം അവൻ നിളയെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ട്യൂഷൻ വിട്ടു വന്നപ്പോൾ, പിന്നീട് ഒരു ദിവസം ഖോഖോ കളി കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ, തിയേറ്ററിൽ വെച്ച്, പിന്നെ ഒരു ദിവസം മലർ കാറിൽ വരുമ്പോൾ റോഡ് സൈഡിൽ നിളയുടെ സ്കൂട്ടർ കണ്ട് അവൾ കാർ നിർത്തിച്ച് ഇറങ്ങി വരുന്നു. അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടം ഉണ്ടായിരുന്നു. അവരോടൊപ്പം ട്യൂഷൻ പഠിക്കുന്ന 2 പിള്ളേർ അതിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മലർ നിള എവിടെയെന്ന് അവരോട് ചോദിച്ചതും നിളയുടെ ബാഗ് ആ കെട്ടിടത്തിന് മുമ്പിൽ കാണുന്നു. പെട്ടെന്ന് എന്നെ വിട് എന്ന് പറഞ്ഞ് നിളയുടെ കരച്ചിൽ കെട്ടിടത്തിന്റെ അകത്തുനിന്നും കേൾക്കുന്നു. മലർ ഓടി അകത്തേക്ക് എന്നപ്പോൾ കണ്ടത് അതിശയം നിളയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. മലർ ഓടി വന്ന് അതിശയത്തെ തള്ളി മാറ്റി നിളയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ അതിശയത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരും രജനിയോട് ചൂടാവുകയാണ്. അവൾ ഉടനെ ഫോൺ എടുത്ത് അതിശയത്തിനെ വിളിക്കുന്നു. എന്നാൽ കോൾ എടുത്തത് അതിശയത്തിന്റെ കൂട്ടുകാരൻ മണിയായിരുന്നു. അതിശയം അടുത്ത് കടയിൽ പോയിരിക്കുകയാണ്. വരുമ്പോൾ വിളിക്കാൻ പറയട്ടെ എന്ന് മണി പറഞ്ഞപ്പോൾ രജനി ദേഷ്യം കടിച്ചമർത്തി വിളിക്കാനൊന്നും പറയണ്ട, എല്ലാവരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിക്കൊള്ളാം, ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കണം എന്ന് പറയുന്നു. അത് കേട്ടത് മണി ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ഷൺമുഖത്തിന്റെ വീട് കാണിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഷൺമുഖൻ DSPയെ കാണാൻ പോകാൻ തുടങ്ങിയപ്പോൾ അത് പ്രശ്നം കൂടുതൽ വഷളാവെന്ന് പറഞ്ഞ് എല്ലാവരും തടയുന്നു. കാരണം രജനി ഒരു പോലീസുകാരിയാണല്ലോ. അപ്പൊ ഗുണ ഞാൻ കുറച്ചുപേരെ കൂട്ടി മൂന്നാർ പോയി അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാരെ കൂട്ടിച്ചെന്നാൽ അവർ ചിലപ്പോൾ നിളയെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് നന്ദിനി തടയുന്നു. അപ്പോൾ പിന്നെ വേറെ എന്താ ഇപ്പൊ ചെയ്യാന്ന് ഷൺമുഖ അസ്വസ്ഥയോടെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ നന്ദിനി എന്തോ ആലോചിക്കുന്നു. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിൽ കോദണ്ഡരാമൻ രജനിയെ കാത്തിരിക്കുകയാണ്. ആളല്പം ദേഷ്യത്തിലാണ്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ രജനിയെ വിളിച്ച് അയാൾ കാത്തിരിക്കുന്നവരും പറയുന്നു. രജനി അപ്പോൾ സക്രയോടൊപ്പം ത്രിലോകിന്റെ ഓഫീസിലായിരുന്നു. കോദണ്ഡരാമനോട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്, ഞാൻ ആകെ കലിപ്പിലാണ് എന്ന് രജന പറയുന്നു. എന്നിട്ട് നിളയുടെ ഫോൺ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിച്ചപ്പോൾ അത് മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് കോൺസ്റ്റബിൾ പറയുന്നു. രജന ഉടനെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് വന്നിരിക്കുന്ന മെയിലിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഇപ്പൊ വിളിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് അവളോട് പറയാൻ പറയുന്നു. അപ്പൊ പെട്ടെന്ന് ത്രിലോക് അങ്ങോട്ട് വന്ന് കോദണ്ഡരാമൻ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്, അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ രജന അല്പം ദേഷ്യത്തിൽ നിങ്ങളുടെ ഫാക്ടറികളുടെ കാര്യം നോക്കലല്ല പോലീസിന്റെ പണി, ഷൺമുഖത്തിന്റെ മകളെ കാണാതെ പോയിരിക്കുകയാണ്, എനിക്ക് ആദ്യം അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് രജന പോകുന്നു. എന്നിട്ട് പുറത്ത് വെച്ച് സക്കനെ രജന സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മി ഫോൺ വിളിച്ചപ്പോൾ അവൻ കുറച്ച് തിരക്കിലാണ്, പിന്നീട് വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ലക്ഷ്മി അവൻ വൈകിട്ട് ഉത്സവത്തിന് കൊണ്ടുപോകുന്നു പറഞ്ഞിരുന്നു. അതറിഞ്ഞ് രജന എപ്പോഴും ഡ്യൂട്ടി എന്നും പറഞ്ഞ് നടക്കാതെ അവളെയും കൂട്ടി പോകാൻ പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ സക്കര ലക്ഷ്മി ഉത്സവത്തിന് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവർ ഒരു സാരി കടയിൽ കയറി ലക്ഷ്മിക്ക് സാരി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് സക്കര പുഷ്പരാജനെ കാണുന്നു. എന്നാൽ പുഷ്പരാജ് സക്കരയെ കണ്ട ഉടനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അതുകൊണ്ട് സക്കരയ്ക്ക് എന്തോ സംശയമാവുന്നുണ്ട്. പിന്നീട് സക്കരയും ലക്ഷ്മി റൊമാന്റിക്കായി സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വഴി വടിവേല് സക്കരയെ ഫോൺ വിളിച്ചിട്ട് ഉടനെ തന്നെ ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സക്കര എന്ത് പറ്റി മാഡം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം വന്നിട്ട് പറയാം, വേഗം വരാൻ പറഞ്ഞിട്ട് വടിവേല് ഫോൺ വെക്കുന്നു. എന്നിട്ട് അയാൾ വീടിന് പുറത്ത് കിടന്നിരുന്ന കുറച്ച് ചെരുപ്പുകൾ എടുത്ത് അകത്തിട്ടിട്ട് കഥ കടയ്ക്കുന്നു. അടുത്ത സീനിൽ ത്രിലോകിന്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ കോദണ്ഡരാമനും ത്രിലോകും സേട്ടും ഉണ്ട്. കോദണ്ഡരാമൻ ത്രിലോകിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അക്കൗണ്ടന്റ് ലീവിലാണെന്ന് ത്രിലോക് പറയുന്നു, അതായത് വടിവേലു. അപ്പോൾ കോദണ്ഡരാമൻ ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ നിന്നും ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടില്ല, നിങ്ങളുടെ കമ്പനിയിൽ വന്നാൽ അവിടെ നിന്നും ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നില്ല, തൊഴിലാളി യൂണിയൻ നേതാവിനെയും കാണാനില്ല, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നു. അപ്പൊ ത്രിലോക് അസ്വസ്ഥയോടെ അതെനിക്കറിയില്ല, അവരോട് പോയി ചോദിക്കുമെന്ന് പറയുന്നു. അപ്പൊ കോദണ്ഡരാമൻ അത് ഞാൻ തീർച്ചയായും ചോദിച്ചോളാം, പക്ഷേ ഈ കമ്പനിയിൽ ഇത്ര വലിയ തീപിടുത്തമൊക്കെ നടന്നിട്ടും ഒരു തൊഴിലാളികളെ പോലും കാണാനില്ല, അവരെല്ലാവരും എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സേട്ട് പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലേ എന്നറിയില്ല, അതിലും വലിയൊരു സംഭവം നടന്നു എന്ന് പറയുന്നു. അതായത് നിളയെ കാണാതെ പോയ കാര്യമാണ് സേട്ട് ഉദ്ദേശിച്ചത്. വീണ്ടും രജനിയുടെ വീട് കാണിച്ചപ്പോൾ അവിടെ അതിശയത്തിനൊപ്പം ടൂർ പോയ കുട്ടികളുടെ രക്ഷിതാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ചെരുപ്പാണ് വടിവേലു വീടിനകത്തേക്ക് എടുത്തിട്ടത്. അപ്പൊ രജന അവരോട് പിള്ളേരിൽ ആര് നിങ്ങളെ വിളിച്ചാലും അത് നേരെ എന്നോട് പറയണം, വേറെ ആരെ അറിയിക്കരുത്, നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളുടെ ഭാവി പോകരുത് എന്നെല്ലാം പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചു വിടുന്നുണ്ട് അവരെ. അതിലൊരാള് ഫാക്ടറി തൊഴിലാളിയാണ്, അയാളോട് ഷൺമുഖത്തോടൊന്നും ഇത് പറയരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് രജന. അങ്ങനെ അവർ പോകാൻ തുടങ്ങിയതും കറക്റ്റ് ടൈമിൽ സക്കർ അങ്ങോട്ട് വരുന്നു. അപ്പൊ അവരെല്ലാം കണ്ട് സക്കർ രജനിയോട് ഇതിനു വേണ്ടിയാണ് എന്നോട് ലക്ഷ്മിയും കൂട്ടി പൊക്കോളം പറഞ്ഞിരുന്ന അല്പം നീരസത്തോടെ ചോദിക്കുന്നു. പക്ഷെ രജനി ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിശയത്തിനെയും കൂട്ടുകാരെയും ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അത് മാത്രമല്ല സൈബർ സെല്ലിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിരുന്നു, നിളയുടെ ഫോണിലേക്ക് അതിശയം ഒരു ദിവസം 20 പ്രാവശ്യത്തിൽ കൂടുതൽ വരെ ഫോൺ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് കോളും അതിശയത്തിന്റെ ആയിരുന്നു. അപ്പോൾ രജന ഒരുപക്ഷെ അതിശയം നിളയെ പ്രൊപ്പോസ് ചെയ്തിട്ട് നിള അവനെ റിജക്ട് ചെയ്തപ്പോൾ ആ ദേഷ്യത്തിൽ അതിശയം നിളയെ തട്ടിക്കൊണ്ടുപോയിരിക്കുമോ എന്ന് ടെൻഷനായി സക്കരയോട് ചോദിക്കുന്നു. പക്ഷെ സക്കര അങ്ങനെ വിശ്വസിക്കുന്നില്ല. രജന സൈബർ സെല്ലുകാരോട് അതിശയത്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരിട്ട് മൂന്നാർ ചെന്ന് അന്വേഷിക്കാനുള്ള പ്ലാനിലാണ് രജന. പക്ഷെ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി എന്ന് പറഞ്ഞ് സക്കര മൂന്നാർ പോയി അന്വേഷിക്കുക എന്ന് പറയുന്നു. വടിവേലും അത് ശരിവയ്ക്കുന്നു. അപ്പോൾ അതിശയത്തിന് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരോടും പറയുന്നതിന് മുമ്പ് അവൻ എന്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് രജന പറയുന്നു. അങ്ങനെ സക്കര അവിടെ നിന്നും പോകുന്നു. രജന സങ്കടത്തിൽ കരയുന്നുണ്ട്. വടിവേലും അവളെ ആശ്വസിപ്പിക്കുന്നു. എത്ര വലിയ പോലീസുകാരിയാണെങ്കിലും അവളൊരു അമ്മയാണല്ലോ. അങ്ങനെ അടുത്ത സീനിൽ സക്കർ മൂന്നാറിൽ എത്തുന്നു. എന്നിട്ട് അതിശയം രജനയ്ക്ക് വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തുന്നു. സ്ഥലം മൂന്നാറായതുകൊണ്ട് അവിടെ കൂടുതലും മലയാളീസ് ആണ്. അങ്ങനെ സക്കര ഹോട്ടൽ റിസപ്ഷനിൽ എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നു, രജിസ്റ്ററിലൊന്നും പേരെഴുതില്ല, ഇവിടെ സേഫ് ആണെന്ന്. സക്കര ആ ഫോൺ കട്ട് ചെയ്തിട്ട് അവനോട് 4 പിള്ളേരും ഒരു പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സക്കര പോലീസാണെന്ന് മനസ്സിലാക്കി അവൻ ഇല്ല, സംശയം ഉണ്ടെങ്കിൽ രജിസ്റ്റർ പരിശോധിച്ചോളൂ എന്ന് പറയുന്നു. രജിസ്റ്ററിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് ഇത്തിരി മുമ്പ് ഫോണിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സക്കര അവനോട് എല്ലാ മുറിയിലും പോയി പരിശോധിക്കാം, കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവനത് സമ്മതിക്കുന്നില്ല. അപ്പൊ സക്കര അവന്റെ മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഓരോ മുറിയിലും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അതിശയം കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മുറിയുടെ മുമ്പിൽ എത്തിയപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളതെന്ന് അവൻ പറയുന്നു. സക്കര മുറിയുടെ കഥയിൽ മുട്ടുന്നു. അപ്പോൾ അകത്തൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുക്കുന്ന
നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അവളുടെ കൈ മാത്രമാണ് കാണിക്കുന്നത്. അവൾ കതക് തുറക്കുന്നില്ലെന്ന് കണ്ട സക്കര ആ കതക് ചവിട്ടി തുറക്കുന്നു. അപ്പോൾ അകത്ത് കുത്താനായി കത്തിയും പിടിച്ചു നിൽക്കുന്നു നന്ദിനി. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് റെജിന അതിശയ അയച്ച വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് കേൾപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ഹോട്ടലിന്റെ പേര് അവൻ പറഞ്ഞത് നന്ദിനിയും കേട്ടിരുന്നു. അങ്ങനെയാണ് നന്ദിനി ഇങ്ങോട്ട് എത്തിയത്. നന്ദിനിക്ക് പോലീസുകാരെ വിശ്വാസമില്ല. കാരണം അതിശയ ഒരു പോലീസുകാരിയുടെ മകനാണല്ലോ. അതുകൊണ്ടാണ് അവൾ നേരിട്ട് അന്വേഷിക്കാനായിട്ട് മൂന്നാറിലെത്തിയത്. അപ്പോൾ ഷൺമുഖം കറക്റ്റ് ടൈമിൽ നന്ദിനി ഫോൺ വിളിക്കുന്നു. ഷൺമുഖത്തോട് നന്ദിനി കാര്യങ്ങളെല്ലാം പറയുന്നു. അതിശയവും കൂട്ടുകാരും ഈ ഹോട്ടലിൽ മുറി എടുത്തിട്ടില്ല, അവർ കള്ളം പറഞ്ഞതാണ്. അങ്ങനെ സക്കര നന്ദിനിയും കൂട്ടി പുറത്തു വരുന്നു. എന്നിട്ട് അവളോട് വണ്ടിയിൽ കയറി ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം, നീ തിരിച്ചു പോയിക്കോളെന്ന് പറഞ്ഞെങ്കിലും നന്ദിനി അത് സമ്മതിക്കുന്നില്ല. അവൾ മൂന്നാറിൽ വന്നിട്ട് ഓൾറെഡി കുറച്ച് റിസോർട്ടുകളിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അവിടെ ഒന്നും അതിശയം കൂട്ടുകാരും ചെന്നിട്ടില്ല. അപ്പൊ അത് കണ്ട് സർപ്രൈസ് ആയി സക്കര, ശരി നമുക്ക് ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകാം, ഇവിടുത്തെ പോലീസുകാരുടെ സഹായമില്ലാതെ നമുക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നന്ദിനിയും കൂട്ടി അവൻ മൂന്നാറിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടുത്തെ എസ് സക്കര കാര്യം പറയുന്നു. എസ് ഐ 2-3 കോൺസ്റ്റബിൾമാരെ സഹായത്തിന് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ സക്കരയോടൊപ്പം വേറെ 2 പേർ ഒരു ബൈക്കിലും മൂന്നാറിലുള്ള റിസോർട്ടുകളിലും ലോഡ്ജുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ജീപ്പ് സ്റ്റാൻഡിലും ഒക്കെ അതിശയത്തിനെയും കൂട്ടുകാരെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സക്കരയും നന്ദിനി നിരാശരായ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒരു ചുവന്ന മാരുതിവൻ കണ്ടു എന്ന് പറഞ്ഞ് കോൾ വന്നു, നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നു. ഉടനെ തന്നെ അവർ അങ്ങോട്ട് പുറപ്പെടുന്നു. അതൊരു ഹോം സ്റ്റേ ആയിരുന്നു. അവിടെ ഒരു ഷെഡിൽ ഒരു ചുവന്ന മാരുതിവൻ ഉണ്ടായിരുന്നു. അതാണ് എപ്പിസോഡിന്റെ ആദ്യം കാണിച്ചത്. സക്കര നമ്പർ പ്ലേറ്റിലെ ചെളി ഒരു കോലുകൊണ്ട് ചുരണ്ടിയിട്ട് ആ നമ്പർ കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് അത് ട്രേസ് ചെയ്യാൻ പറയുന്നു. വാനിന്റെ അകത്ത് അതിശയത്തിന്റെ കൂളിംഗ് ഗ്ലാസ് കണ്ട് സക്കര നിരാശനാകുന്നുണ്ട്. പെട്ടെന്ന് കോൺസ്റ്റബിൾ വീടിന്റെ മുൻവാതിലിന് മുമ്പിൽ നിന്ന് സക്കരയെ വിളിച്ചിട്ട് ഉള്ളിൽ ഫാൻ ഓൺ ആണ്, അകത്ത് ആളുണ്ട് എന്ന് പറയുന്നു. സക്കര ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. വീടിന്റെ സൈഡിലെത്തി അവിടുത്തെ ജനാല തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കല്ലായിരുന്നു. അങ്ങനെ അത് തുറക്കുന്നു. അകത്തേക്ക് നോക്കിയപ്പോൾ മദ്യക്കുപ്പികളും മറ്റും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ മേശപ്പുറത്ത് അതിശയത്തിന്റെ മൊബൈൽ ഫോൺ സക്കര കാണുന്നു. പെട്ടെന്ന് ആരും അങ്ങോട്ട് വരുന്ന ശബ്ദം കേട്ട് അവർ സൈഡിൽ മറഞ്ഞു നിൽക്കുന്നു. അത് അതിശയത്തിന്റെ കൂട്ടുകാരായിരുന്നു. അവർ മദ്യം വാങ്ങാൻ പോയതായിരുന്നു. അപ്പോൾ അതിലൊരുത്തൻ അതിശയത്തിന്റെ മെസ്സേജ് രജനിക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരുത്തൻ അവന്റെ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ, അതല്ലേ ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഗേറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ അത് തുറന്നു കിടക്കുന്നത് കണ്ട് അവർ പുറകിലേക്ക് നോക്കിയപ്പോൾ പോലീസ് ജീപ്പ് കാണുന്നു. ഉടനെ സക്കര അവരുടെ മുമ്പിലേക്ക് വന്ന് അതിശയം എവിടെ എന്ന് ചോദിച്ചു ഒരുത്തന്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നു. ഉടനെ അവന്മാർ 3 പേര് അവിടെ നിന്ന് ഓടിക്കളയുന്നു. സക്കര അമ്മാരെ പുറകെ ഓടുന്നു. നന്ദിനി വേഗം വീട്ടിലേക്ക് എന്ന് ജനൽ വഴി അതിശയത്തിന് മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ അതിശയം നിളയെ വാനിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നു. അതുകൊണ്ട് നന്ദിനി ടെൻഷനിൽ അവിടെ നിന്നും പോകുന്നു. ഇതേസമയം സക്കര അവന്മാരെ 3 പേരെ ഓടിക്കുകയായിരുന്നു. അങ്ങനെ ഓടിച്ചോടിച്ച് അവസാനം ഒരു ചെറിയ പാലത്തിന് നടുവിൽ വെച്ച് അവന്മാരെ പിടിക്കുന്നു. എന്നിട്ട് അവൻ അവരെ അടിക്കാൻ കയ്യോങ്ങിട്ട് അതിശയം എവിടെയെന്ന് ചോദിക്കുന്നു. അവന്മാർ 3 പേര് ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ അവർ 3 പേരെയും നന്ദിനെയും കൂട്ടി പോലീസ് ജീപ്പിൽ തിരിച്ചു പോവുകയാണ് സക്കര. ഇതേസമയം തൊഴിലാളി യൂണിയൻ ഓഫീസ് കാണിച്ചപ്പോൾ അവിടെ അതിശയത്തിന്റെ കൂട്ടുകാരന്റെ അച്ഛൻ ഷൺമുഖത്തിനോടും മറ്റുള്ളവരോടും റെജിന അവനോട് പറഞ്ഞ കാര്യം പറയുന്നു. എന്റെ മകന്റെ ഭാവി വിചാരിച്ച് നിളയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് അയാൾ പറയുന്നു. അപ്പൊ ഗുണ അമ്മ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മകൻ തീർച്ചയായും എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കും എന്ന് പറയുന്നു. ഉടനെ തന്നെ ഷൺമുഖം ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് അവളെന്താ വലിയ പുള്ളിയാണോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുണയോട് നമ്മുടെ ആളുകളെല്ലാം കൂട്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊപ്പം പോകുന്നു. അങ്ങനെ രാത്രിയായി. മയാനക്കൊല്ല ഉത്സവത്തിന്റെ 3-ാം ദിവസമാണ് ഇന്ന്. സക്കര തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിനിടയിൽ ഒരുത്തൻ ആളുകളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ കാണുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായി അയാൾ ഉടനെ തന്നെ രജനെ വിളിച്ച് ഷൺമുഖ ആളുകളെ കൂട്ടി അങ്ങോട്ട് വരുന്ന കാര്യം പറയുന്നു. അത് കേട്ട് രജന പ്രശ്നം എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അവിടെ നിങ്ങളുടെ ഡ്യൂട്ടി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് പോകുന്നു. വടിവേലു അതെല്ലാം കണ്ട് ടെൻഷനായി നിൽക്കുന്നുണ്ട്. രജന അകത്ത് നിന്ന് മേശയിൽ നിന്നും അവളുടെ തോക്കെടുക്കുന്നു. അതുകൊണ്ട് വടിവേലു പ്രശ്നം വഷളാക്കരുത് എന്ന് പറഞ്ഞെങ്കിലും പ്രശ്നം എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇടയിൽ വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തോക്കുമായിട്ട് പുറത്തേക്ക് പോയി ഷൺമുഖത്തിനും കൂട്ടർക്കുമായി കാത്തു നിൽക്കുന്നു. അപ്പോഴേക്കും ഷൺമുഖവും മറ്റു തൊഴിലാളികളും കയ്യിൽ പന്തങ്ങളും പത്തലും ഒക്കെ ആയിട്ട് ഗേറ്റും തള്ളി തുറന്ന് രജനയുടെ വീട്ടിലേക്ക് എത്തുന്നു. രജനയാണെങ്കിൽ അതൊന്നും കണ്ട് ഒട്ടും ഭയക്കാതെ കലിപ്പിൽ തോക്കും പിടിച്ച് അവർ വരുന്നത് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 4. അപ്പോ ആരംഭിക്കലാങ്കളാ. എപ്പിസോഡ് തുടങ്ങുന്നത് രജനയുടെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന ഷൺമുഖത്തിനെയും തൊഴിലാളികളെയും കാണിച്ചുകൊണ്ടാണ്. രജന ഒട്ടും ഭയക്കാതെ തോക്കും പിടിച്ച് അവരുടെ മുമ്പിലേക്ക് വരുന്നു. വടിവേല് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ടൈമിൽ സക്കര നന്ദിനിയും പയ്യന്മാരെയും കൂട്ടി ജീപ്പിൽ അങ്ങോട്ട് എത്തുന്നു. നന്ദിനി ജീപ്പിൽ നിന്നിറങ്ങി എല്ലാവരോടും ശാന്തരാവാൻ പറയുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. അതിശയത്തിന്റെ കൂട്ടുകാർ സക്കരയോടും നന്ദിനിയോടും എല്ലാ കാര്യം പറഞ്ഞിരുന്നു. ശരിക്കും അതിശയം നിളയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നില്ല, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇത് കേട്ട് ഷൺമുഖം രജനയും വിശ്വസിക്കാൻ നന്ദിനിയെ നോക്കുന്നു. ഷൺമുഖം രജനിയും നേർക്ക് നേരെ കണ്ടാൽ ഉടക്കായതുകൊണ്ട് കുട്ടികൾക്ക് അവരോട് ആരോടും ഇക്കാര്യം പറയാൻ പറ്റിയില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും ബോംബെയിൽ എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിനി എല്ലാവരോടും തിരിച്ചുപോയി അവരുടെ കാര്യം നോക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അടുത്ത ദിവസം നേരം വെളുക്കുന്നു. രജനയുടെ വീട് കാണിക്കുമ്പോൾ അതിശയത്തിന് അവർ വാങ്ങിയ ഡ്യൂക്ക് ബൈക്ക് വീടിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അകത്ത് സക്കരയും ഷൺമുഖവും നന്ദിനിയും ദേവിയുണ്ട്. അപ്പൊ സക്കര അതിശയം വോയിസ് റെക്കോർഡ് ചെയ്ത് കൂട്ടുകാരെ ഏൽപ്പിച്ചിരുന്നു. അവരാണ് അതിശയത്തിന്റെ ഫോണിൽ നിന്നും അത് രജനയ്ക്ക് അയച്ചത്. പിന്നെ അവന്റെ ഫോണിൽ നിള എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിലും കുറെ വോയിസ് മെസ്സേജുകൾ അതിശയം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്യാൻ ഗുണ പറയുന്നു. സക്കര അങ്ങനെ ചെയ്യുന്നു. അതിൽ അതിശയം എങ്ങനെയാണ് നിളയുമായി പ്രണയത്തിലായതെന്ന് പറയുന്നു. ഫ്ലാഷ് ബാക്ക്. നിള ഖോഖോ കളിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം സ്പോർട്സ് മീറ്റിന് പോയപ്പോൾ അവിടെ വെച്ചാണ് അതിശയം നിളയെ ശ്രദ്ധിക്കുന്നത്. നിള നന്നായിട്ട് ഖോഖോ കളിക്കുമായിരുന്നു. അവൾ കാരണം അവളുടെ സ്കൂൾ ടീം ജയിക്കുന്നു. അന്ന് ബെസ്റ്റ് ക്യാപ്റ്റനുള്ള കപ്പ് നിളയ്ക്ക് കൊടുത്തത് ത്രിലോകായിരുന്നു. അവൻ നിളയ്ക്ക് കപ്പ് കൊടുക്കുമ്പോൾ അവളുടെ കവിളിത്തട്ടി അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ നിളയ്ക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കപ്പ് മേടിച്ചതിന് ശേഷം മലരും കൂട്ടുകാരികളും കാറിൽ പോകുന്നു. നിള അവളുടെ സ്കൂട്ടറിലാണ് വന്നത്. അവൾ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അതിശയം അവളോട് വന്ന് സംസാരിക്കുന്നു. അതിശയം റെജിനയുടെ മകനാണെന്ന് നിളയ്ക്ക് അറിയാമായിരുന്നു. അതിശയം നിളയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാറിൽ പോയപ്പോൾ മലർ കണ്ടത്. പക്ഷെ മലർ അതിശയം നിളയെ ശല്യപ്പെടുത്തുകയായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചു. കാരണം അവരെല്ലാവരും വിചാരിച്ചിരുന്നത് അതിശയം ഒരു റൗഡി പയ്യനാണെന്നായിരുന്നു. എന്നാൽ ശരിക്കും അതിശയം ഒരു നല്ല പയ്യനായിരുന്നു. പിന്നീട് ഒരു ദിവസം അതിശയം കൂട്ടുകാരോടൊപ്പം KGF കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ അന്ന് അവിടെ നിളയും മലരും ഉണ്ടായിരുന്നു. അവർ ഇരുന്നതിന്റെ പുറകിലെ സീറ്റിലായിരുന്നു അതിശയം കൂട്ടുകാർ ഇരുന്നത്. അവർ തിയേറ്ററിൽ ഭയങ്കര അലമ്പായിരുന്നു. നിളയെ അതിശയം കണ്ടില്ല. അപ്പൊ സിനിമയിൽ റോക്കി ബായ് അമ്മയെ കുറിച്ച് പറയുന്ന ഭാഗമല്ലേ, உலகத்துல தாயை விட பெரிய சக்தி எதுவுமே இல்லை. ഇത് ആ ഭാഗം വന്നപ്പോൾ അതിശയം കരയുന്നു. അത് നിള കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഇന്റർവെൽ സമയത്ത് പുറത്ത് വെച്ചാണ് അതിശയം നിളയെ കാണുന്നത്. അപ്പൊ നിള അതിശയം കരഞ്ഞത് കണ്ട കാര്യം പറയുന്നു. അത് കേട്ട് അതിശയം ഇത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ മൂഞ്ചി ഞാൻ ഉടയ്ക്കും എന്ന് പറയുന്നു. അപ്പൊ നിള അതിന് കുറച്ച് ചിലവാകും, ഞാൻ ഇത് ആരോടും പറയാതെ ഇരിക്കണമെങ്കിൽ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണം എന്ന് പറയുന്നു. പെങ്കൊച്ചിന് ക്രഷ് വന്നു. അപ്പൊ അതിശയം ഓക്കെ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് പോകാമെന്ന് നിള പറയുന്നു. അപ്പൊ അതെവിടെയാണെന്ന് അതിശയം ചോദിച്ചപ്പോൾ നിള ഒന്നും മിണ്ടാതെ പോകുന്നു. അപ്പൊ അതിശയം അവളുടെ പുറകെ നിൽക്കാൻ പറഞ്ഞു വരുന്നതാണ് മലർ കണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് മലർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് അതിശയവും നിളയും ഒരു കൊക്കയുടെ അടുത്തുള്ള ശ്മശാനത്തിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അതാണ് ആരുമില്ലാത്ത സ്ഥലം. ശ്മശാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അവിടെ. അവരുടെ കുറച്ച് റൊമാൻറ്റിക് ടോക്സ്. അടുത്ത സീനിൽ പ്രസന്റ് കാണിച്ചപ്പോൾ റെജിനയുടെ വീട്ടിലേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ അതിശയവും നിളയും തമ്മിലുള്ള ഫോൺ കോൾ റിപ്പോർട്ട് വടിവേലുവിന് കൊടുക്കുന്നു. വടിവേലു അത് ഷൺമുഖത്തിനെ കാണിക്കുന്നു. വീണ്ടും തിരിച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഷൺമുഖവും റെജിനയും തമ്മിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തർക്കിക്കുന്നത് കാണിക്കുന്നു. അത് കണ്ട് നിള സങ്കടത്തിലാവുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് അതിശയവും നിളയും അവരുടെ റിലേഷൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. ഒരു ദിവസം അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ഇല്ലേ, സെമിത്തേരി, അവിടെ നിന്ന് നോക്കിയാൽ സിമന്റ് ഫാക്ടറിയും കാണാം. അപ്പൊ അവിടെ വെച്ച് അവർ കണ്ണ് കെട്ടി കളിക്കുകയാണ്. അതിശയം നിളയുടെ കണ്ണ് കെട്ടിയിട്ട് പിന്നീട് അവളെ പുറകിൽ നിന്നും കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ നിള അവനെ തള്ളി മാറ്റിയിട്ട് അവനോട് ദേഷ്യപ്പെടുന്നു. അതിശയം അതിന് നിളയോട് സോറി പറയുന്നുണ്ട്. പക്ഷെ നിള പെട്ടെന്ന് ദേഷ്യത്തിൽ അവനെ ബലമായി കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് ഇതല്ലേ വേണ്ടത്, നീ മറ്റുള്ള പൊറുക്കി പയ്യന്മാരെ പോലെയല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അതിശയം നിളയെ തള്ളി മാറ്റിയിട്ട് നീ എന്നെ ദേഷ്യത്തിൽ ചീത്ത വിളിച്ചിരുന്നതിൽ കൂടി എനിക്ക് പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അറപ്പാവുന്നു എന്ന് പറഞ്ഞിട്ട് നിളയോട് പിണങ്ങി അവിടെ നിന്ന് പോകുന്നു. അതിശയം പുറമേ പരുക്കനായിരുന്നെങ്കിലും ശരിക്കും ഒരു നല്ല മനസ്സിനുടമയായിരുന്നു. പക്ഷെ പിന്നീട് നിള അങ്ങനെയൊക്കെ സംഭവിച്ചതിന് അതിശയത്തോട് സോറി പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. അവർ ഓക്കെയാണ്. പരസ്പരം മനസ്സിലാക്കുന്ന ലവേഴ്സ് ആണ് അവർ. എല്ലാ കപ്പിൾസും അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ, പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളെന്നേ ഭൂരിഭാഗവും. ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ സാമ്പലൂർ ഒരു ചെറിയ ഗ്രാമമായതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും പരസ്പരം അറിയാം. പ്രത്യേകിച്ച് ഷൺമുഖം തൊഴിലാളി യൂണിയൻ നേതാവായതുകൊണ്ട് ഷൺമുഖത്തിനെയും കുടുംബത്തിനെയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ റിലേഷൻ ആരെങ്കിലും അറിയുമോ എന്ന് നിളയ്ക്ക് ശരിക്കും നല്ല ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മറ്റുള്ള എല്ലാവരുടെ മുമ്പിൽ തമ്മിൽ ഉടക്കാണെന്ന് അഭിനയിച്ചു. ഒരു ദിവസം അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഷൺമുഖത്തിന്റെ ഒരു കൂട്ടുകാരൻ ആ വഴി വരുന്നത് കണ്ട് പേടിച്ച് നിളയോട് അതിശയം അവനെ അടിക്കാൻ പറയുന്നു. ആദ്യമൊന്നും അടിച്ചെങ്കിലും അതിശയം നിർബന്ധിച്ചപ്പോൾ നിള അവനെ അടിച്ചിട്ട് ദേഷ്യപ്പെടുന്ന പോലെ അയാളുടെ മുമ്പിൽ അഭിനയിക്കുന്നു. പിന്നീട് വേറൊരു ദിവസം ട്യൂഷൻ സെന്ററിന് മുമ്പിൽ വെച്ച് നിളയ്ക്ക് പൂ കൊടുത്ത വായി നോക്കി പയ്യനെ അതിശയം വിരട്ടുന്നു. അവനാണ് ആദ്യം സക്കരയോട് അതിശയത്തെക്കുറിച്ച് പറഞ്ഞ ആ പയ്യൻ. പിന്നീട് ഒരു ദിവസം അവൻ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ സൊള്ളിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മലർ വന്നത്. അപ്പൊ അതിശയം പറഞ്ഞിട്ട് തന്നെയാണ് അവൻ നിളയെ കയറി പിടിക്കുന്ന പോലെ അഭിനയിച്ചതും പിന്നീട് മലർ അകത്തേക്ക് വന്ന് അതിശയത്തെ തള്ളി മാറ്റി നിളയെ വിളിച്ചുകൊണ്ട് പോയതും. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ അതിശയം നിളയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പോലെ അവർ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും രജനിയും ഷൺമുഖം തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നിളയെ അതിശയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്ന നിള ചോദിച്ചപ്പോൾ ഒളിച്ചോടിയാലോ എന്ന് അതിശയം ചോദിക്കുന്നു. പിന്നീട് വീട്ടിലെത്തിയ നിള അതിശയം പറഞ്ഞു തോർത്ത് ആകെ ടെൻഷനിലും കൺഫ്യൂഷനിലുമാണ്. അവൾക്കൊന്നും സംസാരിക്കാൻ പോലും ആരുമില്ല. അവളുടെ ചേച്ചി നന്ദിനിയെ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തിരക്കാണെന്ന് പറഞ്ഞ് നന്ദിനി ഫോൺ വെക്കുന്നു. അച്ഛന്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ അതിലും വലിയ തൊഴിലാളി പ്രശ്നത്തിനിടയിലാണ്. നിളയ്ക്കൊരു സ്വഭാവമുണ്ട്, അവൾക്ക് സൈലൻസ് ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഞാനും അങ്ങനെയാണ്, എനിക്കും സൈലൻസ് ഇഷ്ടമല്ല. ഒന്നില്ലെങ്കിൽ പാട്ടോ കോമഡിയോ കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് നിള അതിശയത്തിനെ കണ്ട് അവൻ പറഞ്ഞ പോലെ ഒളിച്ചോടെന്ന് പറയുന്നു. പക്ഷെ അതിശയം അന്നതൊരു ആവേശത്തിന് പറഞ്ഞായിരുന്നു. നിളയ്ക്കാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇപ്പൊ എങ്ങനെ ഒളിച്ചോടെന്ന് അതിശയം പ്രാക്ടിക്കലായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നിള അത് സമ്മതിക്കാതെ നീ എന്നെ പറഞ്ഞു പറ്റിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് കരച്ചിലാകുന്നു. അവസാനം അതിശയം സമ്മതിക്കുന്നു. പിന്നീട് നിളയാണ് അവരുടെ ഒളിച്ചോടത്തിന്റെ പ്ലാൻ എല്ലാം ഇട്ടത്. ബർത്ത്ഡേ പാർട്ടിക്ക് കൂട്ടുകാരോടൊപ്പം മൂന്നാർ പോകുവാണെന്ന് വീട്ടിൽ പറയാൻ പറഞ്ഞത്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്, ഒളിച്ചോടി കുറച്ച് നാളത്തേക്ക് ചെലവിന് വേണ്ട പൈസ എങ്ങനെ ഒപ്പിക്കും എന്ന് വേണ്ട എല്ലാം നിള പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് അന്ന് രാത്രി ആ ചുവന്ന ഒമിനി വാനിൽ നിള കയറിയത്. വാനിൽ അതിശയവും കൂട്ടുകാരും ഉണ്ടായിരുന്നു.
വാനിനകത്ത് വെച്ച് അതിശയം അവളുടെ ID കാർഡ് എടുത്ത് ഇനി ഇത് നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ ID കാർഡാണ് ആദ്യ എപ്പിസോഡിൽ റോഡ് സൈഡിൽ നിന്ന് സക്കരയ്ക്ക് കിട്ടിയത്. പിന്നെ നിള പറഞ്ഞിട്ടാണ് 3 ദിവസം അയക്കാനുള്ള ആ വാട്സ്ആപ്പ് വോയിസ് മെസ്സേജുകൾ അതിശയം റെക്കോർഡ് ചെയ്ത് വെച്ചത്. കാരണം എങ്ങാൻ അവർ ഒളിച്ചോടുന്ന രജന അറിഞ്ഞാൽ അവൾ പോലീസല്ലേ, ഉടനെ അലർട്ടാവും. അങ്ങനെ അവരുടെ പ്ലാൻ എല്ലാം കൊളാവും. അതുകൊണ്ട് നിളയുടെ ബുദ്ധിയെ അതിശയം അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ അതിശയത്തിന്റെ കൂട്ടുകാർ അവനെയും നിളയും സാമ്പലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് പ്ലാൻ പോലെ മൂന്നാറിന് പോകുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് നിളയുടെ ID കാർഡ് കിട്ടിയ സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണ് സക്കരയും നന്ദിനിയും. അപ്പൊ നന്ദിനി നിളയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, കാരണം നേരത്തെ ഞാനും ഈ നാട് വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആങ്സൈറ്റി അറ്റാക്ക് വരുമായിരുന്നു, ഓർമ്മയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയുണ്ടെന്ന് സക്കര പറയുന്നു. ഈ നാട്ടിൽ നിന്നും പോയതിനു ശേഷം എനിക്ക് പിന്നെ അത് വന്നിട്ടേ ഇല്ലെന്ന് നന്ദിനി പറയുന്നു. അടുത്ത സീനിൽ സക്കര ഉത്സവം നടക്കുന്നിടത്ത് ഡ്യൂട്ടിക്ക് എത്തുന്നു. നന്ദിനിയെ കാണിച്ചപ്പോൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോകാൻ തുടങ്ങിയാണ് അവൾ. പിന്നീട് അവൾ അച്ഛനോട് യാത്ര പറഞ്ഞു പോകുന്നു. അപ്പോൾ ദേവി ഷൺമുഖത്തിന് ഒരു ചായമായിട്ട് വരുന്നു. പെട്ടെന്ന് ഷൺമുഖൻ ദേവിയോട് അതുവരെ അവൻ ചെയ്ത തെറ്റുകൾക്ക് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നു. ദേവി ഷൺമുഖത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രയുള്ള കാര്യം, തെറ്റ് മനസ്സിലാക്കിയാൽ മാപ്പ് പറയാനുള്ള മനസ്സും ആ മാപ്പ് സ്വീകരിക്കാനുള്ള മനസ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടെങ്കിൽ ഏത് ബന്ധം സ്ട്രോങ് ആയിട്ട് നിലനിന്ന് പോകും. അങ്ങനെ ഇന്ന് മയാനക്കൊല ഉത്സവത്തിന്റെ 4ാം ദിവസമാണ്. ഇന്നാണ് അമ്മനെ, അതായത് ദേവിയെ കുളത്തിലിറക്കുന്നത്. അതായത് ദേവിയുടെ പുതിയ ശില്പമാണ് ഇനി മുതൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ പഴയ ശില്പം കുളത്തിൽ നിമഞ്ജനം ചെയ്യും. അതാണ് ചടങ്ങ്. അങ്ങനെ ആഘോഷമായി ആളുകൾ എല്ലാവരും ചേർന്ന് ശില്പം ഒരു പാറമടയുടെ താഴെയുള്ള കുളത്തിൽ നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. പിന്നീട് രാത്രിയായി. നന്ദിനി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് 4 ദിവസം മുമ്പ് 2 കുട്ടികൾ ഒളിച്ചോടിയ ഒരു കേസ് ഉണ്ട്. അപ്പൊ അന്ന് രാത്രി 10 മണിക്ക് ശേഷം ഏതെല്ലാം ട്രെയിനാണ് ഈ സ്റ്റേഷൻ വഴി പോകുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് നന്ദിനി അങ്ങോട്ട് ചെന്ന് ആ കോൺസ്റ്റബിളിനോട് ഇപ്പോഴും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ കോൺസ്റ്റബിൾ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം, പ്രൊസീജിയർ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ കോൺസ്റ്റബിളിനോട് അവിടെയുള്ള ബോർഡിൽ ഒരാഴ്ചത്തെ ഫുൾ ലിസ്റ്റ് ഉണ്ട്, അതിൽ ആളുകളുടെ പേരും ഉണ്ടാവും, നോക്കിക്കോളൂ എന്ന് പറയുന്നു. കോൺസ്റ്റബിൾ നന്ദിനിയും ആ ബോർഡിൽ ചെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അതിലൊരു ലിസ്റ്റിൽ നിളയുടെയും അതിശയത്തിന്റെയും പേരുണ്ട്. അവരുടെ പേര് കണ്ട ലിസ്റ്റുള്ള ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കോൺസ്റ്റബിൾ ചോദിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് നോക്കിയിട്ട് അത് കോയമ്പത്തൂർക്കാണ് എന്ന് പറയുന്നു. പക്ഷേ അവരുടെ പേരിന്റെ ഏറ്റവും അറ്റത്ത് GW എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം അതിശയവും നിളയും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഗുവാഹട്ടിക്കാണ്. കോയമ്പത്തൂർ ചെന്നിട്ട് വേറെ ട്രെയിൻ മാറി കയറണം. പക്ഷെ അതിശയത്തിന്റെ കൂട്ടുകാർ പറഞ്ഞത് അവർ ബോംബെക്ക് പോയി എന്നാണല്ലോ. നന്ദിനി ഉടനെ അവളുടെ മൊബൈൽ എടുത്ത് അതിശയത്തിന്റെയും നിളയുടെയും ഫോട്ടോ സ്റ്റേഷൻ മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇവരോട് വന്നിരുന്നു ഒന്ന് ഓർത്തു പറയാൻ പറയുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഫോട്ടോ നോക്കിയിട്ട് അന്ന് മയാനക്കൊല ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിവസമല്ലായിരുന്നു, അന്ന് വയസ്സായ 2 പേര് മാത്രമാണ് ട്രെയിൻ കയറിയത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. നന്ദിനി ടെൻഷനായി ഉടനെ തന്നെ സക്കരെ ഫോൺ വിളിക്കുന്നു. സക്കര ഉത്സവത്തിന്റെ തിരക്കിനിടയിലാണ് ഡ്യൂട്ടിയിൽ. അതുകൊണ്ട് അവൻ അല്പം മാറി എന്ന് നന്ദിനിയുടെ ഫോൺ എടുത്തിട്ട് അവളോട് ഉറക്കെ സംസാരിക്കാൻ പറയുന്നു. നന്ദിനി അവനോട് കാര്യം പറയുന്നു. അത് കേട്ട് സക്കര ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആളുകൾ ആഘോഷത്തോടെ ദേവിയുടെ ശില്പം മുകളിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് ഇടുന്നു. പുറകെ കുറെ കുട്ടികളും വെള്ളത്തിലേക്ക് ചാടുന്നു. ശില്പം വെള്ളത്തിൽ പതുക്കെ താഴ്ന്നു പോകുന്നു. അപ്പൊ അവിടെ വെള്ളത്തിനടിയിൽ കെട്ടിപ്പിടിച്ച നിലയിൽ അതിശയത്തിന്റെയും നിളയുടെയും ബോഡി കാണുന്നു. ആ സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പൊ ബോംബെക്ക് പോയി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗുവാഹട്ടിക്ക് ടിക്കറ്റ് എടുത്ത നിളയും അതിശയവും എങ്ങനെയാണ് സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഈ കുളത്തിലെ വെള്ളത്തിന്റെ അടിയിൽ വന്നത്? അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കഥ ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 5 അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് സക്കര കുളത്തിലേക്ക് ചാടുന്നത് കാണിച്ചുകൊണ്ടാണ്. വെള്ളത്തിനടിയിൽ അവൻ അതിശയത്തിന്റെയും നിളയുടെയും ബോഡി കാണുന്നു. പിന്നീട് കരയിലെത്തി അവന്റെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന് രജനയെ നോക്കി അവൻ കരയുന്നുണ്ട്. രജന സങ്കടത്തിൽ നിൽക്കുകയാണ്. പിന്നീട് അതിശയത്തിന്റെയും നിളയുടെയും ബോഡികൾ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു ബോഡികൾ. അതുകൊണ്ട് രജന ചങ്ക് പൊട്ടി അലറി കരയുന്നു. പിന്നീട് നേരം വെളുക്കുന്നു. അവരുടെ ബോഡികൾ ആശുപത്രിയിൽ എത്തിക്കുന്നു. അപ്പോൾ ഷൺമുഖവും നന്ദിനിയും ദേവിയും ഗുണയും സെൽവിയും എല്ലാവരും അങ്ങോട്ട് എത്തുന്നു. നിളയുടെ ബോഡി കണ്ട് അവരെല്ലാവരും പൊട്ടിക്കരയുന്നു. പിന്നീട് സക്കരയ്ക്ക് കിട്ടിയ ബാഗ് അവൻ പരിശോധിക്കുന്നുണ്ട്. അത് നിളയുടെ ബാഗായിരുന്നു. അപ്പൊ നന്ദിനി അങ്ങോട്ട് വരുന്നു. സക്കരയ്ക്ക് ബാഗിൽ നിന്ന് ഒരു പ്രഗ്നൻസി കിറ്റ് കിട്ടുന്നു. അത് കണ്ട് അവൻ ഇനി ഇതുകൊണ്ടാണോ അവർ സൂയിസൈഡ് ചെയ്തതെന്ന് ചോദിക്കുന്നു. പിന്നീട് ഡോക്ടർ സക്കരയെ പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ വെച്ച് ഡോക്ടർ ഞെട്ടിക്കുന്ന 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അവരുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ്. 2 പേരുടെയും കഴുത്തറത്താണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കത്ത് പോലെയുള്ള മൂർച്ചയുള്ള ഏതോ ഒരു ആയുധമാണ് 2 പേരുടെയും കഴുത്തറക്കം ഉപയോഗിച്ചിരിക്കുന്നത്. കെട്ടിപ്പിടിച്ചാണ് 2 പേരും മരിച്ചത്. ലങ്സിൽ വെള്ളമില്ല. അതിനർത്ഥം കൊല ചെയ്തതിന് ശേഷം കൊലയാളി അവരെ ക്വാറിയിലെ വെള്ളത്തിൽ തള്ളിയിട്ടതാണ്. അപ്പൊ കരയിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള മൽപ്പിടുത്തം നടന്നിരിക്കും. പക്ഷേ വെള്ളത്തിൽ കിടന്നതിനാൽ കൊലയാളിയുടെ DNA സാമ്പിൾ ഒന്നും കിട്ടിയിട്ടില്ല. മരണം നടന്നിട്ട് 3 ദിവസമായി. അന്നാണ് അവരെ കാണാതായത്. 3 ദിവസം കഴിഞ്ഞിട്ടും ബോഡിക്ക് ഒന്നും സംഭവിക്കാത്തതിന് കാരണം ആ കുളം കരിങ്കൽ ക്വാറിയിലാണല്ലോ. അപ്പൊ അതിലുള്ള കെമിക്കലുകൾ മൂലമാണ്. രണ്ടാമത്തെ കാര്യം, നിള ഗർഭിണിയായിരുന്നു. അതിശയത്തിന്റെ DNA സാമ്പിൾ പരിശോധനയ്ക്ക് ചെന്നൈക്ക് അയച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമെന്ന് ഡോക്ടർ പറയുന്നു. ഇതെല്ലാം കേട്ട് അവരുടെ അച്ഛനും അമ്മയോടും എല്ലാം ഇതെങ്ങനെ പറയും എന്ന സംശയത്തിൽ നിൽക്കുകയാണ് സക്കര. പക്ഷേ പറയാതെ നമുക്ക് വേറെ വഴിയില്ലെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ
അങ്ങനെ പുറത്തു വന്ന സക്കര 2 ഫാമിലിയോടും അവരുടെ മക്കളുടെ മരണം കൊലപാതകമാണെന്ന് സത്യം പറയുന്നു. അടുത്ത സീനിൽ അതിശയത്തിന്റെയും നിളയുടെയും ബോഡികൾ 2 ആംബുലൻസുകളിൽ കയറ്റി 2 പേരുടെയും വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ത്രിലോക് അതിശയത്തിന്റെ വീട്ടിലെത്തി വടിവേലുവിനെ കണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കാറിൽ കയറി പോകാൻ തുടങ്ങിയപ്പോൾ കോദണ്ഡരാമൻ അങ്ങോട്ട് വന്നിട്ട് ത്രിലോകിനോട് ഭോപ്പാൽ ട്രാജഡി സാറിന് അറിയില്ലേ, 4000 പേരാണ് മരിച്ചത്, അതിന് കാരണം തുരുമ്പായിരുന്നു. അതായത് അവരുടെ മെയിന്റനൻസ് നല്ലതല്ലാത്തതുകൊണ്ട് തുരുമ്പ് മൂലം പൈപ്പ് ലൈനിൽ ഓട്ട വന്നു, അതിലൂടെ പോയിസൺ ഗ്യാസ് പടർന്നാണ് 4000 പേര് മരിച്ചത്. അതുപോലെ നിങ്ങളുടെ കമ്പനിയുടെ മെയിന്റനൻസ് നല്ലതായിരുന്നോ, അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ത്രിലോക് ദേഷ്യത്തിൽ അതെല്ലാം പക്കയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കാറിൽ കയറി പോകാൻ തുടങ്ങിയപ്പോൾ കോദണ്ഡരാമൻ നിങ്ങളുടെ കമ്പനിയിലെ ഇലക്ട്രിക് വയറിംഗ് എല്ലാം ചെക്ക് ചെയ്യണം, പക്ഷേ എന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പൈസ കിട്ടില്ല, അതറിയാമല്ലോ അല്ലേ എന്ന് പറയുന്നു. അപ്പൊ ത്രിലോക് ഒന്നും മിണ്ടാതെ അയാളൊന്ന് നോക്കിയിട്ട് ടെൻഷനിൽ വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പൊ വീട്ടുമുറ്റത്ത് സക്കരയും വടിവേലും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ റെജിന അങ്ങോട്ട് വന്നിട്ട് ഷൺമുഖത്തിന്റെ വീട് വരെ പോകണമെന്ന് പറയുന്നു. പക്ഷെ വടിവേലുവിനോടൊന്നും മിണ്ടുന്നില്ല, കാരണം മുമ്പ് അവർ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ് നടന്നിരുന്നു. സക്കര റെജിനയും കൂട്ടി പോകുന്നു. അതേസമയം ഷൺമുഖത്തിന്റെ വീട്ടിൽ സേട്ട് വന്നിട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. ഗുണയും മറ്റു സേട്ടിനെ യാത്രയാക്കുന്നു. പിന്നീട് പൂജാരി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നിള മയാനക്കൊല ഉത്സവത്തിന്റെ ഇടയിൽ മരിച്ചതുകൊണ്ട് അവളൊരു പുണ്യജന്മമാണ്, അതുകൊണ്ട് അവളുടെ ചിതാഭസ്മം പ്രസാദമായി കൊടുക്കണമെന്ന് പറയുന്നു. അത് കേട്ട് കലിപ്പിലായ ഷൺമുഖം പൂജാരിയുടെ കഴുത്തിന് പിടിക്കുന്നു. ഷൺമുഖം ഒരു നിരീശ്വരവാദിയാണല്ലോ. അപ്പൊ വീടിന് പുറത്ത് സക്കരയും രചനയും വരുന്നത് കാണിക്കുന്നു. ഷൺമുഖത്തിനെ കാണണമെന്ന് രചന പറഞ്ഞപ്പോൾ ഗുണ അവരെ തടയുന്നു. അപ്പൊ പെട്ടെന്ന് അകത്ത് ഒച്ചപ്പാട് കേട്ട് എല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നു. ഷൺമുഖത്തിനെ നന്ദിനിയും ദേവിയും വീടിനകത്തേക്ക് പിടിച്ചുകൊണ്ട് പോരുന്നു. എന്നാൽ പൂജാരിയും അകത്ത് വന്ന് വീണ്ടും അതേ കാര്യം തന്നെ പറയുന്നു. അപ്പൊ പുറകെ വന്ന് രചന അത് കേട്ട് സക്കരയോട് മരണ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ പൂജാരി ഇത് പോലീസ് മാറ്റർ അല്ല, വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇതൊരു കന്യകയുടെ ശരീരമാണ്, അതുകൊണ്ട് പറഞ്ഞതുപോലെ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. നിള കന്യകയല്ല, ഗർഭിണിയാണെന്നുള്ള വിവരം വേറെ ആർക്കും അറിയാൻ പാടില്ലല്ലോ. അപ്പൊ രചന ഒരു ചെറിയ പെൺകുട്ടിയുടെ ചിതാഭസ്മം വഴിപാടായി കൊടുക്കണമെന്ന് പറയുന്നത് അവളുടെ അച്ഛൻ കേട്ടുകൊണ്ട് നിൽക്കണോ, ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അകത്തിടും എന്ന് ദേഷ്യത്തിൽ പറയുന്നു. ഷൺമുഖ അത് കേട്ട് രചനയെ നോക്കുന്നുണ്ട്. അവർ തമ്മിൽ എപ്പോഴും ഉടക്കാണല്ലോ. രചന അങ്ങനെ സംസാരിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ പൂജാരി ഗുണയോട് നീയും ഇത് തന്നെയാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുണ അണ്ണൻ ഇപ്പൊ പോ, ഞാൻ പിന്നെ അമ്പലത്തിലേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ പൂജാരി കൊടിയേറ്റത്തിന് ചെയ്ത പോലെ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞ് പൂജാരിയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നു. പൂജാരി രചനയെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. രചനയും അയാളെ കലിപ്പിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഷൺമുഖത്തിനോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. അത് കേട്ട് ഷൺമുഖ അത്ഭുതത്തിൽ രചനയെ നോക്കുന്നു. അപ്പൊ പുറത്ത് വെച്ച് സക്കര ഗുണയോട് ഇന്ന് ഉത്സവത്തിന് പോകുന്നുണ്ട് എന്ന് ചോദിക്കുന്നു. മയാനക്കൊല്ലയിൽ ആളുകൾ പല വേഷങ്ങൾ കെട്ടിയിട്ടാണ് പങ്കെടുക്കുന്നത്, അതുപോലെ ഗുണയും വേഷം കെട്ടി ആടുന്നുണ്ട്. ചേട്ടൻ ഷൺമുഖത്തിന് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ, നിരാശ്രവാദിയല്ലേ. പക്ഷെ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഗുണ ഉത്സവത്തിൽ വേഷം കെട്ടി ആടുന്നുണ്ട്, അതുകൊണ്ട് ഇക്കൊല്ലവും അത് മുടക്കാൻ പറ്റില്ല, അതിന്റെ കടമയാണെന്ന് പറയുന്നു. അത് കേട്ട് സക്കര പുച്ഛത്തിൽ കടമയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവന്റെ മാമൻ സക്കരയെ തടയുന്ന പോലെ വിളിക്കുന്നു. അപ്പൊ സക്കര ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് വീടിന്റെ പുറകുവശത്തേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ട്യൂഷൻ സാർ പുഷ്പരാജ് അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളുടെ ഇടയിൽ എന്തോ തിരയുന്ന കാണുന്നു. അതുകൊണ്ട് നീ ഇവിടെ എന്തെടുക്കാണെന്ന് സക്കര ചോദിച്ചപ്പോൾ പുഷ്പരാജ് പെട്ടെന്ന് അല്പം പരിഭ്രമത്തോടെ അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പോകുന്ന വഴി തിരിഞ്ഞ് സക്കരയെ നോക്കുന്നുണ്ട്. സക്കര സിഗരറ്റ് വലിച്ചുകൊണ്ട് അവനെ സംശയത്തിൽ നോക്കി നിൽക്കുന്നു. ഇതേസമയം അകത്ത് രചന ഷൺമുഖത്തോട് സംസാരിക്കുകയാണ്. രചന എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വെച്ചാൽ അതിശയത്തിന്റെയും നിളയുടെയും സംസ്കാരം ഒരുമിച്ച് നടത്താൻ പറ്റുമോ എന്നറിയാനാണ്. നമ്മുടെ കുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്, പക്ഷെ അത് നടന്നില്ല, മരണത്തിലെങ്കിലും അവർ ഒന്നാവട്ടെ എന്ന് രചന സങ്കടത്തോട് പറയുന്നു. അത് കേട്ട് സങ്കടത്തോടെ ഷൺമുഖം വീട്ടുകാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയോടും ദേവിയോടും ഇക്കാര്യം പറയുന്നു. അവരും സങ്കടത്തോടെ അത് സമ്മതിക്കുന്നു. അപ്പൊ ഷൺമുഖം രചനയെ നോക്കി സമ്മതമാണ് എന്ന അർത്ഥത്തിൽ സങ്കടത്തോടെ തലകുലുക്കുന്നു. അങ്ങനെ അതിശയത്തിന്റെയും നിളയുടെയും ശരീരങ്ങൾ അവർ മീറ്റ് ചെയ്യാറുള്ള അതേ സെമിത്തേരിയിൽ ഒരേ ചിതയിൽ വെക്കുന്നു. ഈശ്വരൻ അവിടെ സങ്കടത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഷൺമുഖം രചനയും കൂടി ചിതയ്ക്ക് തീ കൊളുത്തുന്നു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പൊ ഇതിനിടയിൽ പുഷ്പരാജ് പതുക്കെ അവിടെ നിന്നും പോകുന്നത് സക്കര കാണുന്നു. അവനുടനെ പുഷ്പരാജിനെ ഫോളോ ചെയ്യുന്നു. പുഷ്പരാജ് പോയത് ഷൺമുഖത്തിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. എന്നിട്ട് അവൻ വീടിന്റെ പുറകിൽ ആദ്യം എന്തോ പരിശോധിച്ചുകൊണ്ടിരുന്ന ചെടിച്ചട്ടികൾക്കിടയിൽ തന്നെയെന്ന് വീണ്ടും എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സക്കര മറഞ്ഞു നിന്നത് നോക്കുന്നുണ്ട്. പെട്ടെന്ന് സക്കരയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അത് കേട്ടെന്ന് പുഷ്പരാജ് പെട്ടെന്ന് ഓടിക്കളയുന്നു. സക്കര പുഷ്പരാജിനോട് നിൽക്കാൻ പറഞ്ഞ് പുറകെ ഓടുന്നു. എന്നാൽ പുഷ്പരാജ് നിൽക്കാതെ ഏതൊക്കെയോ വഴിയിലൂടെ ഓടി അവന്റെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. സക്കര പുറകെ ഓടിയെത്തിയപ്പോഴേക്കും അവൻ ദൂരത്ത് എത്തിയിരുന്നു. അതുകൊണ്ട് സക്കര നിരാശയിലാവുന്നുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് കോൺസ്റ്റബിളിനെ വിളിച്ച് പുഷ്പരാജിന്റെ ബൈക്കിന്റെ കളറും നമ്പറും പറഞ്ഞു കൊടുത്ത് എല്ലായിടത്തും ഇൻഫർമേഷൻ കൊടുത്ത് 1 മണിക്കൂറിനകം അവനെ പിടിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അവൻ ഷൺമുഖത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് പുഷ്പരാജ് തിരഞ്ഞുകൊണ്ടിരുന്ന ചെടികൾക്കിടയിൽ അവൻ എന്താണ് തപ്പിക്കൊണ്ടിരുന്നത് എന്ന് നോക്കുന്നു. അങ്ങനെ കമഴ്ത്തി വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടിക്കടിയിൽ നിന്നും ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നിളയുടെ മൊബൈൽ ഫോൺ സക്കരയ്ക്ക് കിട്ടുന്നു. അപ്പൊ അതാണ് പുഷ്പരാജ് തിരഞ്ഞുകൊണ്ടിരുന്നത്. നിളയുടെ മൊബൈൽ ഫോണും പുഷ്പരാജും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെ അടുത്ത സീനിൽ നിളയുടെ ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് സക്കരയും നന്ദിനിയും. പല പാസ്വേഡ് അടിച്ചു നോക്കിയെങ്കിലും അതൊന്നും ആയിരുന്നില്ല. അവസാനം നന്ദിനി പാസ്വേഡ് കണ്ടുപിടിക്കുന്നു. അത് ഷൺമുഖത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സക്കര മൊബൈൽ വാങ്ങി പരിശോധിച്ചെങ്കിലും എല്ലാ ഡേറ്റസും ഡിലീറ്റ് ചെയ്തിരുന്നു. പിന്നെ നിള സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല എന്നായിരുന്നു നന്ദിനി പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിളയ്ക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഫോണിൽ അമ്മനിക്ക് എന്ത് സംഭവിച്ചു എന്നൊരു പോസ്റ്റ് മിസ്സിംഗ് ഗേൾസ് എന്നൊരു ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് നന്ദിനി സക്കരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ സക്കര ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ മലരിന്റെ അച്ഛൻ മണിയാർ ഈ പേര് അന്ന് പറഞ്ഞത് അവൻ ഓർക്കുന്നു. സക്കരയും നന്ദിനി നേരെ മണിയാരെ ചെന്ന് കാണുന്നു. അപ്പൊ മണി
പണിയാർ പണ്ട് നടന്നൊരു സംഭവം സക്കരയോട് പറയുന്നു. അന്ന് സിമന്റ് ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ ജോലിക്കായിട്ട് അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. പിന്നീട് സേട്ട് അവർക്ക് ഫാക്ടറിയിൽ ജോലിയും കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഫാക്ടറിയുടെ ഉദ്ഘാടന ദിവസം രാത്രി ആണുങ്ങൾ എല്ലാവരും കള്ളു കുടിക്കാൻ പോയി. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ അവരുടെ വീട്ടിലെ 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു. അവളുടെ പേരായിരുന്നു അമ്മനി. എല്ലാവരും അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും അമ്മനെ കണ്ടു കിട്ടിയില്ല. ഇതേസമയം വീടിനകത്ത് നന്ദിനി മലറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലർ പറയുന്നത് നിള അമ്മനിയുടെ കാര്യം അറിഞ്ഞത് മുതൽ ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയാൻ വളരെ താല്പര്യം കാണിച്ചിരുന്നു. അതിനാലാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് വരെ തുടങ്ങിയതെന്നാണ്. അങ്ങനെ സക്കരയും നന്ദിനിയും തിരിച്ചു പോകുന്ന വഴി ആ ഫേസ്ബുക്കിലുള്ള ആളുകളെ കുറിച്ച് മലറിനോട് ചോദിച്ചോ എന്ന് സക്കര നന്ദിനിയോട് ചോദിച്ചപ്പോൾ അതിലാകെ നിളയും അതിശയം അടക്കം 4-5 ആളുകളെ ഉള്ളൂ. അതിൽ അറിയാൻ പാടില്ലാത്തതായിട്ട് ഡോക്ടർ ഡെവിൾ എന്നൊരു പ്രൈവറ്റ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് നന്ദിനി പറയുന്നു. അപ്പൊ ആ അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാമെന്ന് സക്കര പറയുന്നു. ഇതേസമയം പുഷ്പരാജിന്റെ വീട്ടിൽ അന്വേഷിക്കാൻ പോയ ഒരു കോൺസ്റ്റബിൾ സക്കരയെ വിളിച്ചിട്ട് പുഷ്പരാജ് ഒരു ബാച്ചിലർ ആണ്, പക്ഷേ അവന്റെ തലയണയുടെ അടിയിൽ നിന്നും ഒരു ബ്രാ കിട്ടിയെന്ന് പറയുന്നു. സക്കര ഉടനെ വരെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. പക്ഷെ അപ്പോൾ വേറൊരു കോൺസ്റ്റബിൾ വയർലെസ്സിൽ വിളിച്ച് പുഷ്പരാജിന്റെ ബൈക്ക് മയാനക്കൊല ഉത്സവം നടക്കുന്ന എൻട്രൻസിൽ കണ്ടു എന്ന് പറയുന്നു. സക്കര ഉടനെ കറക്റ്റ് ലൊക്കേഷൻ അയക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ഇന്ന് ഉത്സവത്തിന്റെ 6ാം ദിവസമാണ്. ഇന്ന് വേഷം കെട്ടിയ അടൻ ഗുണയുണ്ട്. സക്കരയെ കാണിക്കുമ്പോൾ അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്താ പറ്റിയെന്ന് അറിയാതെ നന്ദിനി അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. സക്കര വീട്ടിലേക്ക് വന്നത് അവന്റെ തോക്കെടുക്കാനായിരുന്നു. പുറകെ നന്ദിനി മുറിയിലേക്ക് വന്ന് പെട്ടെന്ന് അമ്മയെ കണ്ട് പുഞ്ചിരിച്ചിട്ട് സുഖമല്ലേ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പതുക്കെ തലയാട്ടുന്നു. സക്കര അലമാരയിൽ നിന്ന് തോക്കെടുത്ത് അരയിൽ വെക്കുന്നു. നന്ദിനി അത് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ നിന്ന് ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നു. ഗുണ അപ്പോഴും അവിടെ വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ്. സക്കര പുഷ്പരാജിന്റെ ബൈക്ക് ഇരുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. കോൺസ്റ്റബിൾ അവിടെയുണ്ട്. നന്ദിനിയോട് കോൺസ്റ്റബിളിന്റെ കൂടെ അവിടെ നിന്നിട്ട് പുഷ്പരാജ് ബൈക്ക് എടുക്കാൻ വന്നാൽ എന്നെ കോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഉത്സവത്തിന്റെ ഇടയിലേക്ക് പോകുന്നു. എന്നിട്ട് ആളുകളുടെ ഇടയിൽ മുഴുവൻ അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് അവൻ ആളുകളുടെ ഇടയിൽ കൂടി ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് നടന്നു പോകുന്ന പുഷ്പരാജിനെ കാണുന്നു. സക്കർ ഓടിച്ചെന്ന് പുഷ്പരാജിനെ പിടിച്ച് ഇടിച്ച് താഴെ ഇടുന്നു. എന്നിട്ട് അവന്റെ മേലെ കയറി ഇരുന്ന് വീണ്ടും ഇടിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് സക്കരയുടെ കയ്യിൽ ആരോ കയറി പിടിക്കുന്നു. സക്കര നോക്കിയപ്പോൾ അത് സെൽവി ആയിരുന്നു. പിന്നീട് അവർ ചോദ്യം ചെയ്യുന്നു. സംഭവം സെൽവിയും പുഷ്പരാജും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. പുഷ്പരാജ് സെൽവിയുടെ വീട്ടിൽ വരുമായിരുന്നു. നിളയ്ക്ക് ഫോട്ടോ എടുക്കുന്ന ഹോബിയുണ്ട്. ഒരു ദിവസം നിള അങ്ങനെ പുറത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നപ്പോൾ പുഷ്പരാജ് സെൽവിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഇവരുടെ വീടുകൾ അടുത്തടുത്താണല്ലോ. അപ്പൊ പുഷ്പരാജ് സെൽവിയെ കെട്ടിപ്പിടിക്കുന്നത് നിള ജനൽ വഴി കാണുന്നു. അങ്ങനെ അവരുടെ അവിഹിത ബന്ധം മനസ്സിലാക്കിയ നിള ആദ്യം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് നിന്നിട്ട് അവരുടെ 2-3 ഫോട്ടോകൾ എടുക്കുന്നു. ആ ഫോട്ടോകൾ നിളയുടെ ഫോണിൽ ഒരു ഫോൾഡറിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോൾഡറിന് പാസ്വേഡ് ഉണ്ടായിരുന്നു. അപ്പൊ പുഷ്പരാജ് ആ പാസ്വേഡ് നന്ദിനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. നന്ദിനി ഫോൾഡർ തുറന്ന് ആ ഫോട്ടോകൾ നോക്കിയിട്ട് സക്കരയ്ക്കും കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ നിള സെൽവിയോട് അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ അവൾ അതിശയത്തോടൊപ്പം പുഷ്പരാജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവർക്ക് 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നാട് മുഴുവൻ ആ ഫോട്ടോകൾ പോസ്റ്റർ അടിച്ച് ഒട്ടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആ 2 ലക്ഷം രൂപ എന്തിനായിരിക്കും എന്ന് നന്ദിനി പിന്നീട് സക്കരയോട് സംശയം ചോദിക്കുന്നുണ്ട്. സക്കരയാണെങ്കിൽ പിള്ളേരാവും വിചാരിച്ചതിൽ അപ്പുറമാണെന്ന് തിരിച്ചറിഞ്ഞ് ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ നിളയും അതിശയം പുഷ്പരാജിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കുന്നത് കാണിക്കുന്നു. അപ്പൊ അതിശയം സോറി ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പുഷ്പരാജിനോട് പറയുന്നുണ്ട്. അപ്പൊ നിള പുഷ്പരാജിനോട് ഫോൺ എന്റെ വീടിന്റെ പുറകിലുള്ള പൂച്ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ ഫോട്ടോ ഉള്ള ഫോൾഡറിന്റെ പേരും പാസ്വേഡും പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് വേറെ കോപ്പിയൊന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിശയത്തോടൊപ്പം അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഒളിച്ചോടി കഴിഞ്ഞ് ചെലവിനുള്ള പൈസ എങ്ങനെ ഒപ്പിക്കും എന്ന് വരെയുള്ള പ്ലാൻ നിള ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് അതിശയം വോയിസ് മെസ്സേജിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആ പ്ലാൻ ഇതായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അതിശയവും നിളയും അവിടെ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നത് പുഷ്പരാജ് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 6. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് കരിങ്കൽ ക്വാറിയിൽ പരിശോധന നടത്തുന്ന പോലീസുകാരെ കാണിച്ചുകൊണ്ടാണ്. സക്കര സിമന്റ് ഫാക്ടറിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ലക്ഷ്മി ഫോണിൽ വിളിക്കുന്നു. എന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിളയുടെയും അതിശയത്തിന്റെയും സംസ്കാര ചടങ്ങ് നടന്നപ്പോൾ സക്കര നന്ദിനി ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കിയത് ലക്ഷ്മി കണ്ടു. പക്ഷേ ലക്ഷ്മി അത് വേറെ അർത്ഥത്തിലായിരുന്നു എടുത്തത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കല്യാണം ആലോചിച്ചതെന്ന് അവൾ ചോദിക്കുന്നു. സംഭവം പൊസസീവ്നെസ് തന്നെ. സക്കര അവളോട് എനിക്ക് നിന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഫോൺ വെക്കുന്നു. എന്നിട്ട് നേരെ സിമന്റ് ഫാക്ടറിയിലേക്ക് ചെല്ലുന്നു. അവിടെ കോദണ്ഡരാമൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് SI ആയ സക്കരയും വിളിച്ചത്. ക്വാറിയിൽ അന്വേഷണത്തിന് പോകാനുണ്ടെന്ന് സക്കര പറഞ്ഞെങ്കിലും കോദണ്ഡരാമൻ അവന് പോകാൻ സമ്മതിക്കുന്നില്ല. ഗുണയും വേറെ 2 സ്റ്റാഫും ഒപ്പമുണ്ട്. ഗുണയാണ് കമ്പനിയുടെ മെയിൻ്റനൻസ് നോക്കുന്നത്. അപ്പൊ ഗുണ നേരത്തെ ഒരു എക്സോസ്റ്റ് പൈപ്പ് മാറ്റി പുതിയത് വെച്ചിരുന്നല്ലേ, ത്രിലോക് പറഞ്ഞിരുന്നു എന്ന് കോദണ്ഡരാമൻ ചോദിച്ചപ്പോൾ ഗുണ ഓ മനസ്സിലായി, എന്റെ ചേട്ടനാണ് തീ വെച്ചതെന്ന് പറഞ്ഞ് ആദ്യം കൊടുക്കാൻ നോക്കി, നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പൊ എന്നെ കൊടുക്കാൻ നോക്കിയാണോ? നിങ്ങളും പോലീസുകാരെ പോലെ ത്രിലോകിന്റെ പൈസ വാങ്ങി എന്ന് ചോദിക്കുന്നു. അപ്പൊ കോദണ്ഡരാമൻ മണ്ടത്തരം പറയല്ലേ, ഈ കമ്പനിയിലെ മെയിൻ്റനൻസ് ശരിയല്ല എന്ന് ഞാൻ റിപ്പോർട്ട് എഴുതിയാൽ നിങ്ങളുടെ മുതലാളിക്ക് 5 പൈസ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. അതായത് കോദണ്ഡരാമൻ ത്രിലോകിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയെങ്കിൽ പിന്നെ ഈ അന്വേഷണം ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. അയാൾ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അടുത്ത സീനിൽ ത്രിലോകനെ കാണിക്കുമ്പോൾ അവൻ വീട്ടുമുറ്റത്തിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേട്ട് അങ്ങോട്ട് വന്നിട്ട് ത്രിലോകിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ത്രിലോക് അസ്വസ്ഥനായി അച്ഛൻ എനിക്ക് എന്താണ് ഒരു സ്പേസ് തരാത്തത്, എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഒരു അച്ഛനാവണം, നീ എന്താണ് ഇപ്പോഴും സിംഗിളായി നടക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് ഒരു അച്ഛനായിട്ട് എന്തിനാ, ഞാൻ കാരണം അച്ഛൻ ഹാപ്പിയാവണമെന്ന്
എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ വടിവേലും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോൺ അടവ് അടയ്ക്കേണ്ട ഡേറ്റ് ആയി, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ സേട്ട്, ഞാൻ ബാങ്ക് മാനേജറോട് 2 മാസത്തെ അവധി ചോദിക്കാം, പിന്നെ ഇതാരും അറിയണ്ട, പ്രത്യേകിച്ച് കോദണ്ഡരാമൻ, ചിലപ്പോൾ അയാളുടെ റിപ്പോർട്ടിൽ ഇതും ചേർക്കും, അതുകൊണ്ടാണെന്ന് പറയുന്നു. വടിവേലു ഓക്കെ പറഞ്ഞു പോകുന്നു. അടുത്ത സീനിൽ ഷൺമുഖത്തിന്റെ വീട്ടിൽ നന്ദിനി നിള എടുത്ത ഫോട്ടോകളും വീഡിയോകളും അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. നിള പ്രാണികളുടെ ഒക്കെ ഫോട്ടോകളും വീഡിയോകളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പൊ നന്ദിനി, ഇപ്പോഴത്തെ പിള്ളേർ മൊബൈലിൽ സെൽഫി ഒക്കെയാണ് എടുക്കാറ്, പക്ഷേ നമ്മുടെ നിള എത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ നിളയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലേ എന്ന് ഷൺമുഖത്തോട് പറയുന്നു. അത് കേട്ട് അവർ സങ്കടത്തിലാവുന്നുണ്ട്. വീണ്ടും ഫാക്ടറി കാണിച്ചപ്പോൾ ഫയർഫോഴ്സ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വന്ന് ഫയർ റിപ്പോർട്ട് കോദണ്ഡരാമന് കൊടുക്കുന്നു. അദ്ദേഹം നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, അതാണ് റിപ്പോർട്ട് തരാൻ വൈകിയതെന്ന് പറയുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം തീപിടുത്തം ഉണ്ടായത് അപകടം മൂലം അല്ല എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് കോദണ്ഡരാമൻ ചോദിച്ചപ്പോൾ ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, മെഷീനറി എല്ലാം സ്റ്റീലുമാണ്, പിന്നെ ഇത് തുണിമില്ലല്ലോ, സിമെന്റ് ഫാക്ടറി അല്ലേ, അപ്പോൾ തീ ഇത്ര ആളി കത്തണമെങ്കിൽ അതാരും മനഃപൂർവ്വം കത്തിച്ചാണെന്ന് ഫയർഫോഴ്സ് ഓഫീസർ പറയുന്നു. അപ്പൊ കോദണ്ഡരാമൻ അവിടെ കത്തിയ നിലയിൽ ഒരു പ്ലാസ്റ്റിക് കന്നാസ് കാണുന്നു. അത് തിന്നറിന്റെ കന്നാസ് ആയിരുന്നു. അപ്പൊ അതെന്തിനാണ് വാങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ കമ്പനിയുടെ 25ാം വാർഷികം വരാൻ പോവുകയാണ്, അതിനു മുമ്പ് പെയിന്റ് അടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ പഴയ പെയിന്റ് ഇളക്കി കളയാനായിട്ടാണ് തിന്നർ വാങ്ങിച്ചത് എന്നൊരു സ്റ്റാഫ് പറയുന്നു. തീ പടർന്നത് ജനറേറ്റർ റൂമിൽ നിന്നായിരിക്കും എന്ന് ഫയർഫോഴ്സ് ഓഫീസർ പറയുന്നു. കാരണം കൂടുതൽ ഡാമേജ് അവിടെയായിരുന്നു. അപ്പോൾ ജനറേറ്റർ അന്ന് ഓൺ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കാരണം അന്ന് രാത്രി അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഗുണ പറയുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് അന്ന് രാത്രി കറണ്ട് പോയിരുന്നു, അപ്പൊ ജനറേറ്റർ ഓൺ ആയി എന്ന് പറയുന്നു. കാരണം അതൊരു ഓട്ടോമാറ്റിക് ജനറേറ്റർ ആയിരുന്നു. പിന്നെ കുറെ ഡീസൽ ക്യാൻ ജനറേറ്ററിന് അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് കണ്ട് ഇത് ഡേഞ്ചർ ആണെന്ന് അറിയില്ല എന്ന് കോദണ്ഡരാമൻ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു വാതിൽ കണ്ട് ഇതിന്റെ കീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഈ വാതിൽ എപ്പോഴും അകത്തു നിന്നുമാണ് പൂട്ടാറ്, പക്ഷെ ഇപ്പോൾ ഇത് പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണല്ലോ എന്ന് പറയുന്നു. അത് കേട്ട് കോദണ്ഡരാമൻ സംശയത്തിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗുണ ചുമച്ചുകൊണ്ട് ശ്വാസം മുട്ടുന്ന പോലെ പുറത്തേക്ക് പോകുന്നു. ഗുണയ്ക്ക് ആസ്മയുണ്ട്, അയാൾ ഇൻഹേലർ എടുത്ത് അടിക്കുന്നുണ്ട്. സക്കര അയാളുടെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഗുണ സക്കരയോട് സെൽവിക്ക് പുഷ്പരാജുമായിട്ടുള്ള അവിഹിത ബന്ധം അറിയാം എന്ന് പറയുന്നു. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഭാര്യ-ഭർത്തൃ ബന്ധം കാര്യമായിട്ടില്ല, കുട്ടികൾ ഉണ്ടാവാത്തവന് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല, പിന്നെ ഈ കാര്യങ്ങൾ വേറെ ആരും അറിയണ്ടെന്ന് പറയുന്നു. അപ്പൊ സക്കരയ്ക്ക് ഒരു കോൺസ്റ്റബിളിന്റെ കോൾ വരുന്നു. അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഗുണയോട് ശരിക്കും ടെൻഷൻ വന്നാൽ ആസ്മ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ എന്ന് ഗുണ പറയുന്നു. അപ്പൊ സക്കര ഇപ്പൊ എന്താ ടെൻഷൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുണ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. സക്കര നേരെ ക്വാറിയിലേക്ക് ചെല്ലുന്നു. അപ്പൊ അങ്ങോട്ട് രജന ജീപ്പിൽ വന്ന് ഇറങ്ങുന്നു. അവൾ നല്ല കലിപ്പിലാണ്. അപ്പോഴേക്കും സക്കര ഓടി അങ്ങോട്ട് എത്തുന്നു. അപ്പോൾ ഇതുവരെ എന്താണ് കണ്ടുപിടിച്ചതെന്ന് രജന ചോദിക്കുന്നു. ശരിക്കും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോറൻസിക് ടീം വന്നിട്ടുണ്ട്, മാഡം പൊയ്ക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളൂ എന്ന് സക്കര പറഞ്ഞെങ്കിലും രജന അത് സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് നായ മണം പിടിച്ച് ക്വാറിയും ഫാക്ടറിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാട് ഏരിയയിലൂടെ പോകുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ അവിടെ ടെന്റ് അടിച്ചിരിക്കുന്നത് കണ്ട് രജന ഈ കാട്ടിനുള്ളിൽ ആരാ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഈശ്വരനും ഗ്യാങ്ങും ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് സക്കര പറയുന്നു. എന്നിട്ട് ആ കാട്ടിൽ എല്ലായിടത്തും ശരിക്കും സെർച്ച് ചെയ്യാൻ സക്കര പോലീസുകാരോട് പറയുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കോൺസ്റ്റബിൾ എല്ലാവരെയും ഒരു വലിയ പാറക്കെട്ടിനിടയിലേക്ക് വിളിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ പടം വരച്ചു വെച്ച് നെറ്റിയിൽ കുങ്കുമം കൊണ്ട് ഒരു പൊട്ടും തൊട്ടിരുന്നു. അപ്പൊ രജന ഇത് 25 വർഷം മുമ്പ് കാണാതെ പോയ അമ്മനിയുടെ പടമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പൊ സക്കര അന്ന് ഫാക്ടറി ആരംഭിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ കാണാതെ പോയി, ഇന്ന് ഫാക്ടറി കത്തിയപ്പോൾ നിളയെ കാണാതായി. അപ്പൊ ഫാക്ടറിയും പെൺകുട്ടിയെ കാണാതെ പോയതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇപ്പൊ അവർക്ക് സംശയമുണ്ട്. അങ്ങനെ അവർ വീണ്ടും പരിശോധന തുടരുന്നു. അപ്പൊ ഒരു ഗുഹയുടെ ഉള്ളിൽ പരിശോധിച്ച സക്കര അവിടെ താഴെ രക്തവും ഭിത്തിയിൽ രക്തത്തിൽ പുരണ്ട കൈപ്പാടുകളും കാണുന്നു. സക്കര എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുന്നു. എന്നിട്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അമറിനോട് ബ്ലഡിന്റെയും മുടിയുടെയും സാമ്പിൾ എടുത്തിട്ട് പരിശോധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് വരാൻ പറയുന്നു. എന്നിട്ട് പോലീസുകാർ എല്ലാവരും പുറത്തു വന്നപ്പോൾ ഒരു കോൺസ്റ്റബിൾ രക്തമെല്ലാം കണ്ടതുകൊണ്ട് ഇത് കുട്ടികളെ നരബലി കൊടുത്തതായിരിക്കുമോ എന്ന് സംശയം പറയുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവർ ഈശ്വരന്റെ ടെന്റിൽ പരിശോധിക്കുന്നു. സക്കരയ്ക്ക് അവിടെ നിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് കിട്ടുന്നു. അതിനുള്ളിൽ 2000ന്റെ ഒരു കെട്ട് നോട്ട് ഉണ്ടായിരുന്നു. അത് കണ്ട് സക്കരയും രജനയും പരസ്പരം നോക്കുന്നു. ഈശ്വരൻ ഈ സമയത്ത് ഉത്സവത്തിൽ ദേവി കയറി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മയാനക്കൊല്ല 7ാം ദിവസമാണ്. അപ്പൊ സക്കരയും രജനയും പോലീസുകാർ അങ്ങോട്ട് വന്ന് ഈശ്വരനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. രജന അവന്റെ കാരണത്തിനൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഈശ്വരനെ വിട്ടുകിട്ടാൻ പറഞ്ഞ് അവന്റെ കൂട്ടത്തിലുള്ളവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ഈശ്വരന്റെ ശരീരത്തിൽ അപ്പോഴും ദേവി കയറിയിരിക്കുകയാണ്. ആ സമയത്ത് അവന് വല്ലാത്തൊരു ശക്തിയായിരുന്നു. സെല്ലിനകത്ത് വെച്ച് അവനെ പിടിച്ച പോലീസുകാരെ എല്ലാം അവൻ അടിച്ച് തെറിപ്പിക്കുന്നു. അപ്പോൾ അവനെ അടിച്ച സക്കരയെ ഈശ്വരൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് എയറിൽ പൊക്കി പിടിക്കുന്നു. എന്നിട്ട് അവനെ വലിച്ച് സെല്ലിന് പുറത്തേക്ക് എറിഞ്ഞിട്ട് അലറിക്കൊണ്ട് മറ്റുള്ള പോലീസുകാരെ ആക്രമിക്കുന്നു. സക്കര ഉടനെ പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്നും വെള്ളം ശക്തിയായി ഈശ്വരന്റെ മേത്തേക്ക് തെറിപ്പിക്കുന്നു. അങ്ങനെ ഈശ്വരൻ അടങ്ങുന്നു. പിന്നീട് പോലീസുകാർ നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റുന്നു. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് DSP എത്തുന്നു. ആള് ഭയങ്കര ദേഷ്യത്തിലാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് രജനിയോട് ചൂടായപ്പോൾ ഈശ്വരൻ പ്രൈം സസ്പെക്ട് ആണ്, നിളയും അതിശയവും മരിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെ നിന്നും പൈസ കിട്ടിയാരും പറയുന്നുണ്ട്. എന്നിട്ട് നരബലി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് രജന പറയുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് DSP കൺവിൻസ് ആയി, ശരി ഞാൻ എക്സ്ട്രാ ഫോഴ്സ് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നു. അപ്പൊ ഈശ്വരന് ബോധം വന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സെല്ലിൽ കൂടി ടെൻഷനായി കറങ്ങി നടക്കുകയാണ്. അപ്പോഴേക്കും ഫോറൻസിക് റിപ്പോർട്ടുമായിട്ട് അമർ അങ്ങോട്ട് വരുന്നു. റിപ്പോർട്ട് പ്രകാരം ഗുഹയിൽ കണ്ടത് ആടിന്റെ രക്തമായിരുന്നു. അവിടെ ഒന്നും കിട്ടിയ മുടി വിഗ്ഗിലുള്ള മുടിയും. അതെല്ലാം കേട്ട് DSP ശരിക്കും കലിപ്പിലായി രജനോട് ദേഷ്യപ്പെടുന്നു. രജന ആകെ നിരാശയിൽ സോറി പറയുന്നുണ്ട്. അപ്പൊ DSP ഇനി മുതൽ ഈ കേസിൽ നീ ഇൻവോൾവ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് സക്കരയോട് ഈ കേസിനെ പറ്റിയുള്ള ഒരു വിവരം രജനെ അറിയിക്കരുത്, എന്നിട്ട്
റെജിനോട് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തോളം പറഞ്ഞിട്ട് പോകുന്നു. അത് കേട്ട് റെജിന് നിരാശയിലാവുന്നുണ്ട്. കാരണം ഒരു ഓഫീസറുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും കൊലപാതകമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ ഇമോഷണൽ ആയിട്ടായിരിക്കും അത് അന്വേഷിക്കുക. അതുകൊണ്ടാണ് റെജിനയോട് ഈ കേസിനെ അന്വേഷിക്കേണ്ട എന്ന് DSP പറഞ്ഞത്. പിന്നീട് വീട്ടിൽ വെച്ച് ടെൻഷനായിരിക്കുന്ന റെജിനിയെ വടിവേലു ആശ്വസിപ്പിക്കാൻ ചെന്നെങ്കിലും റെജിന അയാളോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വടിവേലു വല്ലാതെ സങ്കടത്തിലാവുന്നുണ്ട്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയിലാണ്. അങ്ങനെ രാത്രിയായി. പോലീസ് സ്റ്റേഷനിൽ സക്കര DSPയോട് ഈശ്വരനും ആ കൊലകൾക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി അവനെ ചോദ്യം ചെയ്യും, അധിക സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് DSP പറയുന്നു. ഈശ്വരനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവനെക്കുറിച്ച് കൂടുതൽ അറിയാനായി സക്കര പൂജാരിയെ ചെന്ന് കാണുന്നു. പൂജാരി ഈശ്വരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ട് അവൻ പകൽ ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ ജോലി ചെയ്തിരുന്നു. രാത്രി അമ്പലത്തിൽ വേഷം കെട്ടി ആടുമായിരുന്നു. ഈശ്വരൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു സഹോദരി മാത്രമായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അവളായിരുന്നു അമ്മനി. അവളെ കാണാതായ അന്ന് അവനും അവളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. അതിനുശേഷം മുതൽ ഈശ്വരൻ ആളാകെ മാറിപ്പോയി. അവൻ വല്ലാതെ ഉടഞ്ഞു പോയിരുന്നു. അമ്മനിയുടെ പേരിൽ ഒരു കോവിൽ കെട്ടാനായിട്ട് അവൻ പൈസ കൂട്ടിവെക്കുന്നുണ്ട്. സക്കര ഈശ്വരനെ സെല്ലിൽ ചെന്ന് കണ്ട് ഗുഹയിൽ വരച്ചു വെച്ചിരുന്ന അമ്മനിയുടെ പടം ഫോട്ടോ എടുത്ത് അതിന്റെ പ്രിന്റ് അവന് കൊടുക്കുന്നു. ഈശ്വരൻ അത് കണ്ട് ചങ്ക പൊട്ടി കരയുന്നുണ്ട്. അപ്പൊ സക്കര നിളയും അതിശയം എന്തിനാണ് അന്ന് നിന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുന്നു. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഈശ്വരൻ ഉത്സവത്തിന് കോഴിയെയും ആടിനെയും ഒക്കെ അറക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഒരാളെ കൊല്ലുമോ എന്ന് ചോദിച്ച് നിളയും അതിശയം ഈശ്വരൻ ചെന്ന് കണ്ടിരുന്നു. പക്ഷെ ഈശ്വരൻ അവരോട് മൃഗങ്ങളെ കൊല്ലുന്ന പോലെയാണോ മനുഷ്യനെ കൊല്ലുന്നത് എന്ന് ചോദിച്ച് അവരോട് ചൂടായിട്ട് ആരെയാണ് കൊല്ലേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൊല ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞാലേ അത് പറയുള്ളൂ എന്ന് നിള പറഞ്ഞപ്പോൾ അതിശയം പുഷ്പരാജന്റെ കയ്യിൽ നിന്നും അവർ മേടിച്ച പൈസ ഈശ്വരനെ കാണിച്ചിട്ട് ഇത് 2 ലക്ഷം രൂപയുണ്ട്, ഇതെടുത്തിട്ട് ഇന്ന് രാത്രി തന്നെ സംഭവം നടക്കണമെന്ന് പറയുന്നു. പക്ഷെ പൈസ കണ്ട ഈശ്വരൻ ഒരു വാളെടുത്ത് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പൈസ തരാൻ പറയുന്നു. എന്നാൽ അതിശയം ഈശ്വരനും തമ്മിൽ അടിയാവുന്നു. ഈശ്വരൻ അതിശയത്തെ താഴെ വീഴ്ത്തിയിട്ട് ആ പൈസയുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പുറകെ പോകാൻ തുടങ്ങി അതിശയത്തെ നിള തടയുന്നു. എന്നിട്ട് അയാൾ പൈസ ആയിട്ട് പോണെങ്കിൽ പോട്ടെ, ഇനി നമുക്ക് തന്നെ കൊല ചെയ്യേണ്ടി വരും, അപ്പോൾ പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിശയത്തെയും കൂട്ടി അവിടെ നിന്ന് നടക്കുന്നു. ഈശ്വരന്റെ കയ്യിൽ നിന്നും വീണുപോയ വാൾ അവൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യുമെന്ന് അതിശയം ചോദിച്ചെങ്കിലും നിള അറിയില്ല, നോക്കാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അപ്പോൾ ആരെയെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പൈസ ഒപ്പിച്ചത്, അല്ലാതെ ഒളിച്ചോടിയിട്ട് ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് സക്കരയെ കാണിക്കുമ്പോൾ ഇപ്പൊ നേരം വെളുത്തു. അവൻ കോൺസ്റ്റബിളിനോട് ഈ ചെറിയ പ്രായത്തിൽ ആ കുട്ടികൾക്ക് ആരെയാണ് കൊല്ലേണ്ടതെന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 7 മണിക്ക് DNA റിപ്പോർട്ട് കിട്ടുമെന്ന് ഡോക്ടർ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ ഞാൻ പൊക്കളെന്ന് സക്കര പറയുന്നു. അങ്ങനെ അവൻ വീട്ടിലെത്തുന്നു. അമ്മയെ നോക്കുന്ന അക്കയ്ക്ക് രാത്രികളിൽ നിൽക്കാൻ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അക്ക പോകുന്നു. കാരണം ഇന്നലെ രാത്രി സക്കര വീട്ടിൽ വന്നില്ലല്ലോ, അക്കയായിരുന്നല്ലോ നോക്കിയത്. അതാണ് അക്ക അങ്ങനെ പറഞ്ഞത്. സക്കര അപ്പോൾ ലക്ഷ്മിയെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഉച്ച വരെ കൂട്ടിരിക്കാമെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ലക്ഷ്മി അത് സമ്മതിച്ച് അവന്റെ വീട്ടിലെത്തുന്നു. സക്കര അമ്മയെ ലക്ഷ്മിയെ ഏൽപ്പിച്ചിട്ട് DNA റിപ്പോർട്ട് വാങ്ങാൻ പോകുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ നന്ദിനി അവിടെ ഇരിക്കുന്നു. അത് കണ്ട് സക്കര അവളോട് ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഇത് പോലീസ് ഒഫീഷ്യൽ ജോലിയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവി അതെന്നെ പറഞ്ഞു വിടരുത് എന്ന് പറയുന്നു. സക്കര പിന്നെ ഒന്നും പറയുന്നില്ല. അവൻ അവളുടെ അടുത്തിരുന്നിട്ട് അവന്റെ ഫോണിൽ ഉണ്ടായിരുന്ന നന്ദിനിയുടെ ഒരു പഴയ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ നന്ദിനി ശരീരത്തിൽ ദേവി കയറിയിട്ട് തുള്ളുന്ന ഫോട്ടോ ആയിരുന്നു. പക്ഷേ നന്ദിനിക്ക് അതൊന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ റിപ്പോർട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നു. ഡോക്ടർ മുഖം അല്പം ടെൻഷനിലാണ്. കാരണം റിപ്പോർട്ട് പ്രകാരം നിളയുടെ വയറ്റിലുള്ള കുട്ടി അതിശയത്തിന്റെ അല്ല. അന്ന് ഓട്ടോപ്സി ചെയ്തപ്പോൾ ഡോക്ടർ നിളയുടെ പ്രൈവറ്റ് പാർട്സിൽ അസോൾട്ട് ചെയ്ത പാടുകൾ കണ്ടിരുന്നു. DNA റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ് എന്ന് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ നിളയെ കുറച്ച് മാസങ്ങളായി ആരോ സെക്ഷലി അബ്യൂസ്, അതായത് റേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ട് നന്ദിനിയും സക്കരയും ഒരേപോലെ ഞെട്ടുന്നു. പെട്ടെന്ന് നന്ദിനി ബോധം കെട്ടി വീഴുന്നു. അതുകൊണ്ട് സക്കര പെട്ടെന്ന് അവളെ താങ്ങുന്നു. ഡോക്ടർ പെട്ടെന്ന് അറ്റൻഡർമാരെ വിളിക്കുന്നു. അവരെല്ലാവരും നന്ദിനിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ആരാണ് നിളയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്? സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 7. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് കരിങ്കൽക്വാറ് കാണിച്ചുകൊണ്ടാണ്. അവിടെ പോലീസുകാരുണ്ട്. അവർ അതിശയത്തിന്റെയും നിളയുടെയും ഒരുമിച്ചുള്ള വെയിറ്റുള്ള ഒരു ചാക്ക് കെട്ട് ഒരു വലിയ മഞ്ഞ ബോളിൽ കെട്ടി പാറക്കെട്ടിന് മുകളിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് എറിയുന്നു. ആ ബോൾ എന്തിനാണെന്ന് വെച്ചാൽ വീണ സ്ഥലം മനസ്സിലാവാനാണ്. ബോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങി വരും. ആ കുളത്തിൽ വേറൊരു ഭാഗത്ത് ഒരു ചുവന്ന ബോളും ഉണ്ട്. അവിടെ നിന്നാണ് ബോഡികൾ കണ്ടുകിട്ടിയത്. അപ്പോ എവിടെ നിന്നാണ് ബോഡികൾ താഴെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് പോലീസുകാർ. പാറക്കെട്ടിന്റെ പല ഭാഗത്തു നിന്നും അവർ അതുപോലത്തെ ചാക്ക് കെട്ടുകൾ പല കളറിലുള്ള ബോളിൽ കെട്ടി വെള്ളത്തിലേക്ക് എറിയുന്നുണ്ട്. പക്ഷേ ബോഡി കണ്ടുകിട്ടിയ സ്പോട്ടുമായിട്ട് ഒന്നും മാച്ച് ആവുന്നില്ല. പിന്നീട് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസുകാർ അതേപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴുകുന്ന പോലുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ സർക്കാർ ഇവിടെ നിന്ന് ഡെയിലി പൈപ്പിൽ കൂടി വെള്ളം എടുക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മറ്റൊരു കോൺസ്റ്റബിൾ കുളത്തിന്റെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് അങ്ങോട്ട് നോക്കാൻ പറയുന്നു. അവിടെ അവർ ആദ്യം ഇട്ട മഞ്ഞ ബോൾ വെള്ളത്തിൽ കൂടി ഒരു സൈഡിലേക്ക് ഒഴുകി പോകുന്നു കാണുന്നു. എന്നിട്ട് അത് കൃത്യമായി ആ ചുവന്ന ബോളിന്റെ അടുത്ത്, അതായത് ബോഡി കിട്ടിയ സ്ഥലത്ത് എന്ന് നിൽക്കുന്നു. അപ്പോൾ സംഭവിച്ചത് വെള്ളം എടുക്കാനായിട്ട് മോട്ടർ അടിച്ചപ്പോൾ ബോഡികൾ ആ ഒഴുക്കിലാണ് അവിടെ വന്നത്. അപ്പോൾ ആ മഞ്ഞ ബോൾ എറിഞ്ഞ സ്ഥലത്ത് നിന്നാണ് കുട്ടികളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതെന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അമർ പറയുന്നു. അടുത്ത സീനിൽ നന്ദിനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവിടെ. നന്ദിനി ഷൺമുഖത്തോടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് വരുന്നു. ലക്ഷ്മിയും ഒപ്പം ഉണ്ട്. അവളെല്ലാവരോടും ഒന്ന് പുറത്തേക്ക് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ഡോക്ടർ നന്ദിനെ പരിശോധിക്കുന്നു. അപ്പോൾ നന്ദിനി ഡിസ്ചാർജ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ സമ്മതിക്കുന്നു. പിന്നീട് പോകാനായിട്ട് സെൽവി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിനി മുഖം കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ വെച്ച് അവൾക്ക് ആങ്സൈറ്റി അറ്റാക്ക് വന്ന് ബോധം പോയി താഴെ വീഴുന്നു. താഴെ വീണ് അവൾക്ക് ഫിറ്റ്സ് വരുന്നു. അങ്ങനെ അവൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നു. സക്കര ICUവിന്റെ പുറത്തുനിന്ന്
അവിടെ സഹതാപത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞപ്പോൾ ലക്ഷ്മി അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സക്കരയ്ക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ നന്ദിനോടുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ലക്ഷ്മി അവരുടെ റിലേഷൻ തുടരണമെന്ന് സക്കരെ ഫോഴ്സ് ചെയ്യുന്നില്ല. അടുത്ത സീനിൽ കോദണ്ഡരാമൻ ഗ്രാമത്തിലുള്ള ഒരു പെയിന്റ് കടയിൽ ചെന്ന് തിന്നർ വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാൾ 30 ലിറ്ററാണ് ചോദിച്ചത്. അത്രയും അവിടെ ഇല്ല, കാരണം അതൊരു ചെറിയ കടയാണ്. അതുകൊണ്ട് വേറൊരു സ്ഥലത്തുള്ള കടയിലുണ്ടാവും, അവിടെ ചോദിക്കാൻ കടക്കാരൻ പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ ആശുപത്രിയിൽ നന്ദിനെ കാണാൻ രജനിയും വടിവേലുവും വരുന്നു. അവർ ഷൺമുഖത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലക്ഷ്മി ഒരു ഡോക്ടറെയും കൂട്ടി അങ്ങോട്ട് വരുന്നു. അവരൊരു സൈക്യാട്രിസ്റ്റ് ആണ്. കോയമ്പത്തൂരിൽ ആ ഡോക്ടറുടെ അടുത്ത് നന്ദിനി 2 വർഷമായിട്ട് കൺസൾട്ടിങ്ങിന് ചെല്ലാറുണ്ടായിരുന്നു. നന്ദിനിയുടെ ഉള്ളിൽ ഒരുപാട് ഓർമ്മകൾ അടക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനിൽ അതെല്ലാം വെളിയിൽ വരും. അങ്ങനെയാണ് അവൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ അവരൊരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആണെന്ന് പറഞ്ഞ ഷൺമുഖം എന്നോട് ചോദിക്കാതെ എന്റെ മകളെ ഒരു സൈക്യാട്രിസ്റ്റ് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ടെൻഷനായി പുറത്തേക്ക് പോകുന്നു. അത് കണ്ട് രജനിയും പുറകെ പോകുന്നു. എന്നാൽ ദേവി ഡോക്ടറോട് ചികിത്സ തുടർന്നോളൂ, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറും ലക്ഷ്മിയും പോകുന്നു. അപ്പോൾ വടിവേലു നന്ദിനിക്ക് പണ്ട് മുതൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ദേവിയോട് ചോദിച്ചപ്പോൾ ഒരു 13 വയസ്സുള്ളപ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതേസമയം പുറത്ത് ഷൺമുഖത്തിനെ കാണിക്കുമ്പോൾ അവൻ രജനിയോട് സംസാരിക്കുകയാണ്. ആ സൈക്യാട്രിസ്റ്റിനോട് ഷൺമുഖം അങ്ങനെ പറയാനുള്ള കാരണം ചെറുപ്പത്തിൽ നന്ദിനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിരുന്നു. പക്ഷേ ഇതൊരു ഗ്രാമമാണല്ലോ. അപ്പൊ എല്ലാവരും നന്ദിനിക്ക് ഭ്രാന്താണെന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ആ അവസ്ഥ വീണ്ടും ഇപ്പൊ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷൺമുഖം അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അവൾ കോയമ്പത്തൂരാണല്ലോ, ചികിത്സ ആവശ്യം വരുവാണെങ്കിൽ അവിടെ വെച്ച് നടത്താം, ഇവിടെ വേണ്ട എന്ന് പറയുന്നു. സ്നേഹമുള്ള അച്ഛനാണ് ഷൺമുഖം. അപ്പൊ രജന DNA റിപ്പോർട്ടിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? സക്കര എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഷൺമുഖ രജനയോട് നിളക്കി സംഭവിച്ച കാര്യം പറയുന്നു. രജന അത് കേട്ട് ഞെട്ടുന്നു. ഒരു ചെറിയ പെൺകുട്ടിയെ ആരാണ് ഇങ്ങനെ ചെയ്തത് എന്നവൾ അറിയാതെ ചോദിച്ചു പോകുന്നു. അപ്പൊ ഷൺമുഖം എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തവനെ കിട്ടിയാൽ നിയമത്തിന് വിട്ടുതരും എന്ന് വിചാരിക്കേണ്ട എന്ന് പറയുന്നു. അടുത്ത സീനിൽ കുട്ടികൾ വീണ പാറപ്പുറത്ത് പരിശോധിച്ച പോലീസുകാർക്ക് അവിടെ ഒന്നും ഈശ്വരന്റെ വാൾ കിട്ടുന്നു. നിള അന്ന് രാത്രി അത് എടുത്തിട്ടാണല്ലോ അതിശയത്തെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോ മടവെപ്പൺ ഇതാണെന്ന് സക്കര ചോദിച്ചപ്പോൾ കഴുത്തിൽ മുറിവായിട്ട് മാച്ച് ആവുന്നുണ്ട്, പിന്നെ വാളിൽ രക്തക്കറയുണ്ട്, അത് കുട്ടികളുടെ രക്തമായിട്ട് മാച്ച് ആകുന്നുണ്ട് എന്നും ഫിംഗർ പ്രിന്റ് കിട്ടുമോ എന്നും പരിശോധിച്ചിട്ട് പറയാം എന്ന് അമർ പറയുന്നു. അപ്പൊ സക്കര അത് ഫാസ്റ്റ് ആക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫോറൻസിക് ടീം പോകുന്നു. അപ്പൊ സക്കര കോൺസ്റ്റബിളിനോട് കുട്ടികൾ അർദ്ധരാത്രിയിൽ ഇവിടെ എന്തിനു വന്നായിരിക്കും എന്ന് ചോദിക്കുന്നു. അതേ സംശയം തന്നെ കോൺസ്റ്റബിളിനുണ്ട്. അന്ന് രാത്രി തന്നെ ആയിരുന്നല്ലോ ഫാക്ടറിക്ക് തീ പിടിച്ചതും. അപ്പൊ സക്കര നിളയെ അബ്യൂസ് ചെയ്തിരുന്നവനെ കൊന്നിട്ട് നാട് വിടാനായിരുന്നിരിക്കും അവരുടെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും കുട്ടികളെ കൊന്നതെന്ന് പറയുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ നമ്മുടെ നാട്ടിൽ ആരാണെന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നു. അപ്പൊ അങ്ങോട്ട് ആ വീഡിയോ ടെക്നീഷ്യൻ വരുന്നു. ഡോക്ടർ ഡെവിൾ എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ലേ, അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ വിജയിച്ചില്ല. പക്ഷേ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്നവൻ ഒരു പെർവെർട്ട് പോലെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ നിളയുടെ കോക്കോ ടീമിലുള്ള 4-5 പെൺകുട്ടികളെയും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് സക്കർ സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ അവൻ കോക്കോ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് എന്നിട്ട് മലറിനെ കണ്ട് ഇവിടെ ആൺകുട്ടികൾ വരാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മലർ പറയുന്നു. അതിശയം അന്ന് നിളയെ കണ്ടത് അന്ന് ആനുവൽ മീറ്റ് ആയതിനാലായിരുന്നു. അന്ന് എല്ലാവർക്കും പ്രവേശനമുണ്ട്. അപ്പൊ അകത്തുകൂടി ത്രിലോക് പോകുന്നത് കണ്ട് സക്കരോട് മലർ ത്രിലോകാണ് കോക്കോ ക്ലബ് ഓണർ എന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു പെൺകുട്ടി കരയുന്ന കണ്ട ത്രിലോക് പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന വെള്ളം കുപ്പി താഴെ ഇട്ടിട്ട് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അവൻ കുട്ടികളെ തൊടുന്നതെല്ലാം സക്കര സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ത്രിലോക് അവിടെയുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ട്രീറ്റ് എല്ലാം കൊടുക്കും, എല്ലാ പെൺകുട്ടികൾക്കും അയാളെ വലിയ ഇഷ്ടമാണെന്നൊക്കെ മലർ പറയുന്നു. അപ്പൊ നിളയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നിള ഒരു ഷൈ ടൈപ്പ് ആയിരുന്നു, പക്ഷേ നല്ല പ്ലെയർ ആയിരുന്നുകൊണ്ട് ത്രിലോക് എപ്പോഴും അവളെ എൻകറേജ് ചെയ്തിരുന്നു എന്ന് മലർ പറയുന്നു. അപ്പൊ സക്കര മലറിനോട് ത്രിലോക് താഴെ ഇട്ട വെള്ളം കുപ്പി എടുത്ത് തരുമോ എന്ന് ചോദിച്ച് അവന്റെ കർച്ചീഫ് എടുത്തു കൊടുക്കുന്നു. മലർ ആ കർച്ചീഫ് വെച്ച് പിടിച്ച് ആ കുപ്പി എടുത്തു കൊടുക്കുന്നു. പിന്നീട് ത്രിലോകിന്റെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ ബോട്ടിൽ ഫോറൻസിക്കിൽ കൊടുക്കാൻ കോൺസ്റ്റബിളിനോട് സക്കര പറയുന്നു. പക്ഷേ ത്രിലോകിനെ ചോദ്യം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കോൺസ്റ്റബിൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് സക്കരയ്ക്കും അറിയാം. പെട്ടെന്ന് സക്കര മൊബൈൽ എടുത്ത് കോദണ്ഡരാമനെ കോൾ ചെയ്യുന്നു. ത്രിലോകിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാനാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പൊ കോദണ്ഡരാമൻ ഫാക്ടറിക്ക് തീ പിടിച്ചെന്ന് ആദ്യം ആരായിരുന്നു അവിടെ ചെന്നത് എന്ന് ചോദിച്ചപ്പോൾ സക്കര ഷൺമുഖമായിരുന്നു. ഫാക്ടറിക്ക് അടുത്ത് തന്നെയാണ് അവരുടെ ക്വാർട്ടേഴ്സ്, അതുകൊണ്ട് തീപിടുത്തം പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ത്രിലോക് പറഞ്ഞിട്ടാണ് അന്ന് ഷൺമുഖത്തിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നു. അപ്പൊ കോദണ്ഡരാമൻ ത്രിലോക് ആൾ ശരിയല്ല, എനിക്ക് കൈക്കൂലി തരാൻ നോക്കിയിരുന്നു, മാത്രമല്ല തീപിടുത്തം നടന്ന രാത്രി അയാൾ ലേറ്റ് ആയിട്ടല്ല വന്നത്, എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം സത്യം പറഞ്ഞില്ലെങ്കിലും പിന്നീട് പറഞ്ഞു അയാൾക്ക് ഉറയൂരിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെയായിരുന്നു എന്ന്. പക്ഷെ സക്കരയ്ക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു. അവൻ ഉടനെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. 2ാം നിലയിൽ ഒരു ജനാല തുറന്നു കിടക്കുന്ന കണ്ട് സക്കര മുകളിലേക്ക് കയറി ആ ജനാല വഴി അകത്ത് കയറുന്നു. അവിടെ പരിശോധിക്കുന്നതിനിടയിൽ ലിവിംഗ് റൂമിലെ ഭിത്തിയിൽ പലതരത്തിലുള്ള പ്രാണികളുടെ കുറെ പടങ്ങൾ കാണുന്നു. സക്കര പെട്ടെന്ന് അവന്റെ മൊബൈൽ എടുത്ത് നിള എടുത്ത വീഡിയോകൾ ചെക്ക് ചെയ്തപ്പോൾ അതിലുള്ള പ്രാണികളുടെ ഫോട്ടോ ആയിരുന്നു അതെല്ലാം. അപ്പൊ സക്കര ദേഷ്യത്തിൽ അവിടെ ടീപ്പോയിൽ ഉണ്ടായിരുന്ന അക്ഷരങ്ങൾ എഴുതിയ കട്ടകൾ വെച്ച് ഡോക്ടർ ഡെവിൾ എന്ന് എഴുതിയിട്ട് പോകുന്നു. പക്ഷേ സക്കര ആ വീട്ടിൽ കയറിയതറിഞ്ഞ DSP അവനോട് ദേഷ്യപ്പെടുന്നു. കാരണം വാറന്റ് ഇല്ലാതെ അങ്ങനെ കയറാൻ പാടില്ലല്ലോ, എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ കൂടി അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം ഇനി ഇതുപോലുള്ള എന്തെങ്കിലും നടന്നാൽ ഈ കേസ് ഒരു പുതിയ ടീമിന് കൈമാറും എന്ന് പറയുന്നു. അടുത്ത സീനിൽ സക്കര കോൺസ്റ്റബിളുമായി ക്വാറിയുടെ മുകളിൽ സംസാരിച്ച് നിൽക്കുകയാണ്. സക്കര വല്ലാത്ത നിരാശയിലാണ്. അവൻ എങ്ങനെയെങ്കിലും തെളിവുണ്ടാക്കി ത്രിലോകനെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. ത്രിലോക് തന്നെയാണ് ഫാക്ടറിക്ക് തീ വെച്ചെന്ന് കോദണ്ഡരാമൻ സംശയിക്കുന്നുണ്ട്. അപ്പൊ സക്കര അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി ത്രിലോക് ഫാക്ടറിക്ക് തീ വെച്ചിട്ട് ബാക്ക് ഗേറ്റ് വഴി ക്വാറിയുടെ സൈഡിലേക്ക് എസ്കേപ്പ് ആയി. അവിടെ അതിശയവും നിളയും അവനെ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ത്രിലോക് നിളയെ കുറെ നാളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ അവനെ ആക്രമിച്ചെങ്കിലും ത്രിലോക് അവരുടെ കയ്യിലുണ്ടായിരുന്ന വാൾ കൊണ്ട് തന്നെ അവരെ കൊലപ്പെടുത്തി മുകളിൽ നിന്നും തള്ളി താഴെ വെള്ളത്തിലിട്ടു എന്ന് പറയുന്നു. അപ്പൊ കോൺസ്റ്റബിൾ അതിന് ത്രിലോക് ആ സമയത്ത് അവിടെ വരുമെന്ന് കുട്ടികൾ
എങ്ങനെ അറിഞ്ഞു? കോടതിയിൽ ചെന്നാൽ ഈ ഒറ്റ കാരണം കൊണ്ട് ത്രിലോക് വെളിയിൽ വരും എന്ന് പറയുന്നു. അപ്പൊ സക്കരയ്ക്ക് എല്ലാം തമ്മിൽ അങ്ങ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ശരിക്കും നിരാശനാവുന്നുണ്ട്. അടുത്ത സീനിൽ കോദണ്ഡരാമനോട് ആദ്യ പെയിന്റ് കടക്കാരൻ പറഞ്ഞ കട കാണിക്കുന്നു. അവിടെ ഒരു താത്ത ലോഡ് ഇറക്കുന്നത് കാണിക്കുന്നു. അതിനുശേഷം പൈസയ്ക്കായി ചെന്നപ്പോൾ മുതലാളി ആകെ കൊടുത്തത് 100 രൂപ. അപ്പൊ രാവിലെ മുതൽ ഇത്രയും പണിയെടുത്തിട്ട് ഇതേ ഉള്ളൂ എന്ന് താത്ത ചോദിച്ചപ്പോൾ വേണമെങ്കിൽ ഈ പൈസയ്ക്ക് പണിയെടുക്ക്, ഇല്ലെങ്കിൽ ഇട്ടിട്ട് വെക്കല മുതലാളി പറയണം. കാരണം മുതലാളിക്ക് പുതിയൊരു ഹിന്ദിക്കാരന് പണിക്ക് കിട്ടി. അതുകൊണ്ടാണ്. താത്ത ദേഷ്യത്തിൽ ഗുഡ് ബൈയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. താത്തയ്ക്കുണ്ടല്ലോ സെൽഫ് റെസ്പെക്ട്. അപ്പൊ അവിടെ കോദണ്ഡരാമൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കടക്കാരനോട് തിന്നറിനെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തിന്നർ ഇവിടെ വിൽക്കുന്നില്ലെന്നും ആരും വാങ്ങിയിട്ടില്ലെന്നും പറഞ്ഞിട്ട് കോദണ്ഡരാമനോട് പോകാൻ അയാൾ പറയുന്നു. അപ്പൊ അത് കേട്ട് താത്ത കോദണ്ഡരാമൻ അടുത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട വിവരം ഞാൻ തരാം, എനിക്ക് എത്ര തരും എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കോദണ്ഡരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. ഉദ്ദേശിച്ചു വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നു. അടുത്ത സീനിൽ സക്കര ഫോറൻസിക് ഓഫീസിലേക്ക് എന്നിട്ട് അമറിനെ കാണുന്നു. അമർ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് സക്കര ചോദിച്ചപ്പോൾ അമറിന് വാളിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഫിംഗർ പ്രിന്റ് ക്ലിയർ അല്ല, അത് അവ്യക്തമാണ്. അപ്പോൾ അത് ത്രിലോകിന്റെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കിയെന്ന് ചോദിച്ചപ്പോൾ അമർ അത് നോക്കിയിരുന്നു. അപ്പോൾ കുറച്ച് സാമ്യമുണ്ട്, പക്ഷേ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ ആ മാച്ച് 100% ആയിരിക്കണം. അതുകൊണ്ട് അമർ അത് ത്രിലോകിന്റെ ഫിംഗർ പ്രിന്റ് ആണെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അത് കേട്ട് സക്കര നിരാശയിൽ അവിടെ നിന്ന് പോകുന്നു. അവൻ നേരെ ആശുപത്രിയിലേക്കാണ് എത്തിയത്. അവിടെ നന്ദിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ. സക്കര നന്ദിനെ സങ്കടത്തിലും സഹതാപത്തിലും നോക്കുന്നുണ്ട്. നന്ദിനിയും അത് കണ്ടു. അപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നു. എന്നിട്ട് വരാന്തയിൽ നോക്കുമ്പോൾ രജനിയെ ഷൺമുഖം സംസാരിച്ചിരിക്കുന്നത് കാണുന്നു. അപ്പൊ ഷൺമുഖം രജനിയോട് സങ്കടത്തോടെ എന്റെ കുഞ്ഞിനോട് 1 ദിവസമോ 2 ദിവസമോ അല്ല, മാസങ്ങളോളം ഒരുത്തൻ ഇങ്ങനെ ചെയ്തതറിയാതെ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് നടന്നു. ആ ദിവസങ്ങളിലെല്ലാം എന്റെ കുഞ്ഞ് വീട്ടിൽ വന്ന് എന്തോരം വേദനയോടെ കരഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ അത് കേട്ട് അങ്ങോട്ട് വന്ന സക്കര ഇത് നടന്നത് ആര് കാരണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ത്രിലോക് എന്ന് പറയുന്നു. അപ്പൊ അതെങ്ങനെ അറിയാമെന്ന് ഷൺമുഖം ചോദിച്ചപ്പോൾ ത്രിലോക് നമ്മുടെ എല്ലാം മുമ്പിൽ വലിയ ആള് മാതിരി ഡയലോഗ് എല്ലാം സംസാരിക്കും. എന്നാൽ അവൻ സ്വന്തമായിട്ട് ഒരു കൊക്കോ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ കൊച്ചു പെൺപിള്ളേരുടെ എല്ലാം തൊട്ടും തലോടെയാണ് അവൻ സംസാരിക്കുന്നത്. അവിടെ വെച്ചാണ് അവൻ നിളയെ പരിചയപ്പെടുന്നത്. അവൻ പെൺവിഷയത്തിൽ ആള് ശരിയല്ല. ഡോക്ടർ ഡെവിൾ എന്നൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും അവൻ നിളയെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് സക്കർ പറയുന്നു. മാത്രമല്ല അവന്റെ ഗസ്റ്റ് ഹൗസിൽ നിളയെടുത്ത പ്രാണികളുടെ ഫോട്ടോ എല്ലാം ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കിയിട്ട് കണ്ട കാര്യം അവൻ പറയുന്നു. പിന്നെ അന്ന് ഫാക്ടറിക്ക് തീ പിടിച്ച രാത്രി അവൻ എവിടെയായിരുന്നു എന്ന് സക്കര ചോദിക്കുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട രചന DSPക്ക് ഇൻഫോം ചെയ്തോ, അവൻ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് വേണ്ട തെളിവുകളില്ല എന്ന് സക്കര പറയുന്നു. എന്നിട്ട് അമർഷത്തോടെ എല്ലാം അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പണവും പദവിയും വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലേ, എന്നിട്ട് ഇതേ നാട്ടിൽ അന്തസ്സായിട്ട് കറങ്ങി നടക്കും അവൻ എന്ന് പറയുന്നു. അപ്പൊ രചന കലിപ്പിൽ ത്രിലോക് ഇപ്പൊ എവിടെയെന്ന് ചോദിക്കുന്നു. അടുത്ത സീനിൽ രാത്രിയായി. സക്കര പമ്മി ത്രിലോകിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവൻ അവിടെ മറഞ്ഞു നിന്ന് നോക്കിയപ്പോൾ ത്രിലോക് ഒരു സ്ത്രീയുമായി അകത്ത് നിന്ന് ഇറങ്ങി വന്ന് അവന്റെ കാറിൽ കയറി ഓടിച്ചു പോകുന്നു. ഇരുട്ടിൽ ആ സ്ത്രീയെ സക്കരയ്ക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അവൻ ഉടനെ ബൈക്കിൽ ത്രിലോകിനെ ഫോളോ ചെയ്യുന്നു. ത്രിലോക് പോയത് ഉത്സവപ്പറമ്പിലേക്കായിരുന്നു. വണ്ടിയിലുണ്ടായിരുന്ന ആ സ്ത്രീയെ അവിടെ ഇറക്കി വിട്ടിട്ട് ത്രിലോക് തിരിച്ചു പോകുന്നു. സക്കര ഉടനെ രജനെ ഫോൺ വിളിച്ചിട്ട് ത്രിലോക് ഒരു സ്ത്രീയെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടെന്നും പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് തോന്നുന്നു, ആരാണെന്ന് മനസ്സിലായിട്ടില്ല, എന്നിട്ട് അവൻ ഹൈവേയുടെ നേരെയാണ് വരുന്നത്, ഞാൻ ഫോളോ ചെയ്ത് വരാം എന്ന് പറഞ്ഞപ്പോൾ രജന അവനോട് വേണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം, അതൊരു ഓർഡറാണ് എന്ന് പറഞ്ഞ് സക്കരോട് വരണ്ട എന്ന് പറയുന്നു. രജന എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രജന ലീവിലാണെങ്കിലും സക്കരയ്ക്ക് അവളോട് നല്ല ബഹുമാനമുണ്ട്. സക്കര ഉടനെ ത്രിലോക് ഇറക്കി വിട്ട സ്ത്രീയെ ഫോളോ ചെയ്ത് പോകുന്നു. അവൾ ഉത്സവത്തിനിടയിലേക്കാണ് പോയത്. ഇതേസമയം ഹൈവേയിൽ വെച്ച് രജന ത്രിലോകിന്റെ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നു. എന്താണ് പറ്റിയത് രജന എന്ന് ചോദിച്ച് ത്രിലോക് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ അവന്റെ പുറകിൽ കൂടി ഷൺമുഖം വരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ത്രിലോകിനെ മർദ്ദിക്കുന്നു. വീണ്ടും ഉത്സവപ്പറമ്പ് കാണിക്കുന്നു. ഇന്ന് മയാനക്കൊല ഉത്സവത്തിന്റെ 8ാം ദിവസമാണ്. അപ്പൊ സക്കര ത്രിലോക് ഇറക്കിവിട്ട സ്ത്രീയെ കണ്ടുപിടിച്ച് അവളുടെ തോളത്ത് കൈവച്ചപ്പോൾ അവൾ തിരിഞ്ഞു പോകുന്നു. അത് ഈശ്വരന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ ആയിരുന്നു. സക്കർ ഒരു നിമിഷം ഒന്ന് സർപ്രൈസ് ആയിട്ട് അവളെയും വിളിച്ചുകൊണ്ട് ഉത്സവപ്പറമ്പിൽ നിന്ന് പോകുന്നു. ഇതേസമയം ഷൺമുഖം രജനയും ത്രിലോകിനെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഷൺമുഖം ത്രിലോകിനെ തല്ലിച്ചതക്കാണ്. രജന അത് ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. വീണ്ടും സക്കരയെ കാണിക്കുമ്പോൾ നീയും ത്രിലോക് എപ്പോഴും ഇങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം ആ തൊഴിൽ മാത്രമാണ് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുന്നു. സക്കര പിന്നെ നിങ്ങളെന്താ ലവേഴ്സ് ആണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്താ സുഹൃത്തുക്കളായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ത്രിലോക് ഒരു ഗേ ആണെന്ന സത്യം അവർ പറയുന്നു. അത് കേട്ട് സക്കര ഷോക്കാവുന്നു. ത്രിലോക് ഗേ ആയിരുന്നത് കൊണ്ട് ചെറിയ പെൺകുട്ടികളോട് മാത്രമാണ് അവന് ഫ്രീ ആയിട്ട് ധൈര്യത്തോടെ ഇടപഴകാൻ കഴിഞ്ഞിരുന്നുള്ളൂ, പിന്നെ ഈ ട്രാൻസ്ജെൻഡറിനോടും. അതുകൊണ്ട് തന്നെയാണ് അന്ന് ത്രിലോകിന്റെ അച്ഛൻ സേട്ട് നിനക്ക് ഫാമിലിയായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ അതിൽ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നത്. ഈ സത്യം നാട്ടുകാരും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ത്രിലോക് ശ്രദ്ധിച്ചിരുന്നു. ത്രിലോക് ശരിക്കും ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ സക്കര ടെൻഷൻ ആവുന്നുണ്ട്. ഇതേസമയം ത്രിലോകിനെ ഷൺമുഖ രചനയും കൂടി പഞ്ഞിക്കിടുകയായിരുന്നു. അവൻ അടിച്ചടിച്ച് ഒരു പരുവാക്കിയിരുന്നു. ചോര എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ത്രിലോകും ഈ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഉത്സവം തുടങ്ങിയ ദിവസമാണ് അവർ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അത് ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ. അന്ന് രാത്രി തന്നെയാണ് ഫാക്ടറിക്ക് തീ പിടിക്കുന്നത്. ശരിക്കും അന്ന് രാത്രി ത്രിലോക് ഇവരുടെ ഒപ്പം ഗസ്റ്റ് ഹൗസിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കേട്ടെന്ന് സക്കര അവിടെ നിന്ന് ഓടുന്നു. എന്നിട്ട് അവന്റെ ബൈക്ക് എടുത്ത് പോകുന്നു. പോകുന്ന വഴി രജനെ ഫോൺ വിളിച്ചെങ്കിലും അവൾ എടുത്തില്ല. അവൾ ത്രിലോകിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഷൺമുഖ ഒരു ക്യാനിൽ തിന്നറുമായി വന്ന് അത് മുഴുവൻ ത്രിലോകിന്റെ മേത്തൊഴിക്കുന്നു. അപ്പോ രജനെ കത്തിക്കാൻ തീപ്പെട്ടി ഉരച്ചതും സക്കര അങ്ങോട്ട് ഓടിയെത്തി നിർത്താൻ പറഞ്ഞ് അലറുന്നു. ത്രിലോകിന്റെ അവസ്ഥ കൊണ്ട് സക്കര തലയിൽ കൈവച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അവൻ അവരോട് ത്രിലോക് അല്ല എന്ന് പറയുന്നു. അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന രജനിയും ഷൺമുഖത്തെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. സുഴൽ ദ വോർട്ടെക്സ് എപ്പിസോഡ് 8. അപ്പോ ആരംഭിക്കലാങ്കളാ.
എപ്പിസോഡ് തുടങ്ങുന്നത് അതിശയവും നിളയും അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ആയ സെമിത്തേരിയിൽ സംസാരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടുന്ന് നന്ദിനിയെ കാണിക്കുന്നു. അവൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. അവിടെ ഡോക്ടറോടൊപ്പം തെറാപ്പി സെഷനിലാണ് അവൾ. ഈ ഡോക്ടറെ കാണാൻ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ചെറിയ ചായ ഉണ്ടോ. അപ്പൊ നന്ദിനി നിളയെ ഇത്രയും നാളായിട്ട് അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ എന്നോടെങ്കിലും പറയാത്ത എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു മകൾക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഒരു വല്ലാത്ത ട്രോമയിലേക്ക് പോകും. ദേഷ്യം, സങ്കടം, വെറുപ്പ്, അറപ്പ്, പിന്നെ എല്ലാത്തിലുപരി നടന്നതിനെല്ലാം ഞാനാണ് കാരണം എന്നൊരു കുറ്റബോധം എല്ലാം അവരുടെ ഉള്ളിൽ വരും. അപ്പോൾ ഇതൊന്നും ഒരുപക്ഷെ ആരോടും ഷെയർ ചെയ്യാൻ തോന്നിയെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പെട്ടെന്ന് വിഷയം മാറ്റി ഈ സെഷൻ നിളയെ പറ്റിയല്ല നിന്നെ കുറിച്ചാണെന്ന് പറയുന്നു. അപ്പൊ എനിക്കെന്താ പ്രശ്നമെന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ആദ്യം സക്കരയുടെ മൊബൈലിൽ ഉണ്ടായിരുന്ന നന്ദിനിയുടെ പഴയ ഫോട്ടോയില്ലേ, അവൾ ദേവി കയറി ആടുന്ന ഫോട്ടോ, അത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉത്സവത്തിൽ ആളുകൾ ഇതുപോലെ ദേവി ആടുന്നത് സാധാരണയാണ്, പക്ഷേ ഒരു ചെറിയ കുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നു. നിനക്ക് ചെറുപ്പത്തിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നന്ദിനിക്ക് അതൊന്നും ഓർമ്മയില്ല, പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അതായത് നന്ദിനിയുടെ മെമ്മറിയിൽ കുറെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നന്ദിനി മറക്കുന്നതൊക്കെ ഒരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ചില ആളുകൾ അവർക്ക് പണ്ട് സംഭവിച്ച ഡിസ്റ്റർബ്ഡ് ആയ കാര്യം മനസ്സിൽ ഒതുക്കി വെക്കും. ആ ഓർമ്മകൾ വേണ്ട രീതിയിൽ മെമ്മറിയിൽ നിന്നും കളഞ്ഞില്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയ സന്ദർഭങ്ങളിൽ നിനക്ക് വന്നതുപോലെ മയങ്ങി വീഴുന്നത്, ഉറക്കത്തിൽ നടക്കുന്നത് തുടങ്ങിയവ വരും എന്ന് പറയുന്നു. അപ്പോൾ നന്ദിനി അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അല്പം നിരാശയോടെ നോക്ക്, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ സഹായിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതായത് ഡോക്ടർ 2 വർഷമായിട്ട് നന്ദിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ നിളയുടെ കാര്യം വന്നപ്പോൾ നന്ദിനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. നിളയെപ്പോലെ തന്നെ നന്ദിനിയെയും അവളുടെ ചെറിയ പ്രായത്തിൽ ആരോ സെക്ഷലി അബ്യൂസ് ചെയ്തിരുന്നു. നന്ദിനി ഇപ്പോഴും ആ ട്രോമയിൽ നിന്ന് മുഴുവനായും പുറത്തു വന്നിട്ടില്ല. അത് അവളുടെ ഉൾമനസ്സിൽ ഒതുക്കി വെച്ചിട്ടാണ് അവൾ പുറമേ ഈ സ്വഭാവം എല്ലാം കാണിക്കുന്നത്. അടുത്ത സീനിൽ കോദണ്ഡരാമൻ പോലീസ് ജീപ്പ് പരിശോധിക്കുന്നത് കാണിക്കുന്നു. വണ്ടിയുടെ പുറകിലെ ഫ്ലോറിൽ നിന്നും എന്തോ പറ്റിയിരിക്കുന്ന അയാൾ കയ്യിലെടുത്ത് മണത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ കണ്ടുപിടിച്ച ഭാഗത്തിൽ ചിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അയാൾ നേരെ സിമന്റ് ഫാക്ടറിയുടെ ലോയറെ ചെന്ന് കാണുന്നു. അയാൾ പറയുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ, അതായത് ത്രിലോക് MD ആയിട്ട് ചാർജ് എടുത്തത് മുതൽ കമ്പനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങി. തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കമ്പനി പൂട്ടുവന്ന അവസ്ഥ വരെ എത്തി. അതുകൊണ്ട് 1 വർഷത്തിന് മുമ്പ് ഞാനും ഷൺമുഖവും ലേബർ കോൺട്രാക്ട് പുതുക്കിയിരുന്നു എന്ന് പറഞ്ഞ് ആ കോൺട്രാക്ട് വക്കീൽ കോദണ്ഡരാമന് കൊടുക്കുന്നു. ഷൺമുഖാണല്ലോ തൊഴിലാളി യൂണിയൻ നേതാവ്. അടുത്ത സീനിൽ ആശുപത്രി കാണിക്കുന്നു. ത്രിലോക് ICUവിലാണ്, ബോധം വീണിട്ടില്ല. സേട്ട് അവന്റെ അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. ത്രിലോകിന് ഈ ബിസിനസ്സിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് ടൗണിൽ സെറ്റിൽ ആവാനായിരുന്നു ഇഷ്ടം. പക്ഷേ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൻ കമ്പനി MD ആയിട്ട് ചുമതലയേറ്റത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് കാണിക്കുമ്പോൾ കോദണ്ഡരാമൻ ആശുപത്രിയിലേക്ക് എത്തുന്നു. എന്നിട്ട് സേട്ടിനെ കണ്ട് സംസാരിക്കുന്നു. അവരുടെ കമ്പനിയുടെ പുതുക്കിയ ലേബർ കോൺട്രാക്ട് പ്രകാരം കമ്പനി ഏത് നിലയിൽ പൂട്ടിയാലും തൊഴിലാളികൾക്ക് 1 വർഷത്തേക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. സാധാരണ ഒരു ഫാക്ടറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാൽ ചിലപ്പോൾ തൊഴിലാളികൾ മരണപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെ അന്ന് കമ്പനിയിൽ സമരമായിരുന്നതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. അതൊരു ഭാഗ്യമായി. പിന്നെ സാധാരണ ജനറേറ്റർ റൂം അകത്ത് നിന്നാണ് പൂട്ടാറുള്ളത്, എന്നാൽ അന്ന് പുറത്ത് നിന്നാണ് പൂട്ടിയിരുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് സേട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കോദണ്ഡരാമൻ ഈ തീപിടുത്തം മെയിൻ്റനൻസിന്റെ പ്രശ്നം മൂലം ഉണ്ടായതാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ശരിക്കും ഫാക്ടറിക്ക് തീ വെച്ചതാണ്. അത് ഷൺമുഖാണ്. അതിനുപയോഗിച്ചത് തിന്നറും എന്ന് പറയുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് സേട്ടി വെച്ചപ്പോൾ ഷൺമുഖം തിന്നർ വാങ്ങി എന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ആര് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നു. അത് രജനിയായിരുന്നു. കോദണ്ഡരാമൻ ആദ്യം അന്വേഷണം നടത്തിയ പെയിന്റ് കടയില്ലേ നമ്മുടെ താത്ത ജോലി ചെയ്തിരുന്നത്, അവിടെ നിന്നുമാണ് രജന തിന്നർ വാങ്ങിയത്. നമ്മുടെ താത്ത തന്നെയാണ് പോലീസ് ജീപ്പിനുള്ളിൽ തിന്നർ കൊണ്ടുപോയി വെച്ചത്. ആ ഇൻഫർമേഷനാണ് അന്ന് താത്ത കോദണ്ഡരാമനോട് പൈസ വാങ്ങിയിട്ട് പറഞ്ഞത്. എന്നിട്ട് രജനയാണ് ആ തിന്നർ ഫാക്ടറിയിൽ കൊണ്ടുപോയി കൊടുത്തത്. ഇനി മറ്റൊരു കാര്യം, പുതുക്കിയ ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് പുതിയ MD ആയ ത്രിലോക് അല്ല, അത് സേട്ട് തന്നെയായിരുന്നു. അതായത് സേട്ടും രജനിയും ഷൺമുഖവും ചേർന്ന് ഒരു ഫേക്ക് സ്ട്രൈക്ക് കമ്പനിയിൽ ഉണ്ടാക്കി. എന്നിട്ട് തൊഴിലാളികളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഫാക്ടറിക്ക് തീയിട്ടു. ആ കുറ്റം ഷൺമുഖം ഏൽക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ സേട്ടിന് ഇൻഷുറൻസ് തുക കിട്ടും. ആ തുക വെച്ച് നഷ്ടങ്ങളൊക്കെ നികത്താൻ പറ്റും. ഒപ്പം പുതിയ ലേബർ കോൺട്രാക്ട് പ്രകാരം തൊഴിലാളികൾക്ക് പൈസയും കൊടുക്കും. അതായിരുന്നു യഥാർത്ഥ പ്ലാൻ. ഷൺമുഖ സേട്ടിന്റെ ഒരു വിശ്വസ്തനായ പണിക്കാരനായിരുന്നല്ലോ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അതേ ദിവസം തന്നെ ഷൺമുഖത്തിന്റെ മകൾ നിളയെ കാണാതായി. അതുകൊണ്ട് അവരുടെ പ്ലാൻ നടക്കാതെ പോയി. ഇതെല്ലാം കേട്ട് സേട്ട് കോദണ്ഡരാമനോട് നിങ്ങളെ ഞാൻ വിലക്കുറച്ച് കണ്ടുപോയി, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് തുകയിൽ നിന്നും കമ്പനി നഷ്ടവും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പൈസയും കഴിഞ്ഞിട്ട് സേട്ടും രജനിയും ഷൺമുഖവും ഓരോ പങ്കെടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് അവർ 3 പേരുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നല്ലോ. ഷൺമുഖത്തിന്റെയും രജനിയുടെയും മക്കൾ മരിച്ചുപോയി. സേട്ടിന്റെ മകനാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ICUവിലും. അപ്പോ അവർ പ്ലാൻ ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോയി എന്ന് സേട്ട് പറയുന്നു. അടുത്ത സീനിൽ വടിവേലു രജനയുടെ അടുത്ത് നിന്നും പിരിയുകയാണ്. അതിശയം പോയതിനു ശേഷം രജനയ്ക്ക് വടിവേലുവിനോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വേറൊരാളുടെ മകനെ, അതായത് ത്രിലോകിനെ രജന കൊല്ലാൻ വരെ തുനിഞ്ഞതറിഞ്ഞിട്ടാണ് വടിവേലു
ഹൈവേയിൽ പോകുന്നത്. രജന ഒന്നും മിണ്ടാതെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. രജന ആകെ മാറിപ്പോയിരുന്നു. അവിടുന്ന് ഷൺമുഖത്തിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയാവുകയാണ്. അപ്പോൾ ദേവി, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളല്ല എന്ന് പറയുന്നു. അപ്പോൾ ഷൺമുഖം, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ എനിക്ക് ആ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. സക്കരയെ കാണിക്കുമ്പോൾ അവൻ കോൺസ്റ്റബിൾ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചിന്തകളും കണക്കൂട്ടലുകളും എല്ലാം തെറ്റായിരുന്നു എന്ന നിരാശയിലാണ് സക്കര. അപ്പൊ കോൺസ്റ്റബിളിന് ഒരു കോള് വരുന്നു. രജനിയും ഷൺമുഖവും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു ആ കോൾ. ഷൺമുഖവും രജനിയും ത്രിലോകിനെ മർദ്ദിച്ച കാര്യത്തിൽ സറണ്ടർ ചെയ്യാൻ ചെന്നതാണ് അവിടെ. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും സക്കര ഓടി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് എന്റെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചാലേ എന്ന് കുറ്റബോധത്തോടെ പറഞ്ഞപ്പോൾ രജനെ പെട്ടെന്ന് അവനോട്, നീയും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പിന്നെ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്, അത് നമ്മളുടെ അനുഭവത്തിന് ഒരു അടയാളമാണെന്ന് പറയുന്നു. അപ്പൊ ഷൺമുഖ അവനോട്, കുട്ടികൾ ആരാണ് കൊന്നത് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ രാത്രിയായി. സക്കര സ്റ്റേഷനിലാണ്. അപ്പൊ കോദണ്ഡരാമൻ അങ്ങോട്ട് വരുന്നു. ഫാക്ടറിയിലെ തീപിടുത്തത്തിന്റെ റിപ്പോർട്ട് റെഡിയാണ്, അതിൽ ഒപ്പ് മേടിക്കാൻ വന്നാണ് അയാൾ. അപ്പോൾ റിപ്പോർട്ട് വായിക്കാൻ സക്കര കോൺസ്റ്റബിളിനോട് പറയുന്നു, ഫാക്ടറിയിൽ തീപിടുത്തം മനഃപൂർവ്വം ആരോ ഉണ്ടാക്കിയതാണെങ്കിലും അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തതിനാൽ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്നും ഇൻഷുറൻസ് തുക കമ്പനിക്ക് കൈമാറണമെന്നുമായിരുന്നു റിപ്പോർട്ട്. അതായത് സേട്ട് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെന്ന് കോദണ്ഡരാമന് മനസ്സിലായി. സക്കര ആ റിപ്പോർട്ട് ഒപ്പിട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നീട് സക്കര കോൺസ്റ്റബിളിനോട്, കൊലപാതകത്തിനും ഫാക്ടറിയിലെ തീപിടുത്തത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അന്ന് രാത്രി ത്രിലോക് മാത്രമല്ല, വേറെ ആരോ ഒരാൾ കൂടി ലേറ്റ് ആയിട്ടാണ് വന്നത്, നമ്മൾ ആരെയോ മിസ്സാക്കുന്നുണ്ട്, അത് ആരായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് ലക്ഷ്മി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സക്കരയോട്, നന്ദിനി ആശുപത്രിയിൽ നിന്നും കാണാതായി എന്ന് പറയുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവിടെയാണെങ്കിൽ CCTV ഒന്നുമില്ല. സക്കര ഉടനെ ലക്ഷ്മിയും കൂട്ടി ആശുപത്രിയിൽ എത്തി ഡോക്ടറിനോട് പേഷ്യന്റ് കോൺഫിഡൻഷ്യൽ എന്നുള്ള കഥയൊന്നും പറയാതെ നന്ദിനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറയുന്നു. നന്ദിനി അവിടെ നിന്നുമാണല്ലോ കാണാതെ പോയത്, അപ്പൊ അതും നിങ്ങൾക്കൊരു പ്രശ്നമാവും, പിന്നെ നന്ദിനിയുടെ ജീവൻ തന്നെ ഇപ്പൊ ആപത്തിലായിരിക്കാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചാണ് എനിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ സക്കര പറഞ്ഞപ്പോൾ ഡോക്ടർ കാര്യം പറയുന്നു. നന്ദിനിയും നിലയെ പോലെ തന്നെ ചെറിയ വയസ്സിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു എന്നത്. അത് കേട്ട് സക്കര ഞെട്ടുന്നു. പക്ഷെ ആളാരാണെന്ന് നന്ദിനി അവളുടെ ഉൾമനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പൊ ആളാരാണെന്ന് ഡോക്ടർക്കും അറിയില്ല. സക്കര ടെൻഷനായി പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് പുറത്ത് വെച്ച് ലക്ഷ്മിയോട്, നന്ദിനിയെ നിലയും ഒരാൾ തന്നെയായിരിക്കും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ട്രീറ്റ്മെന്റിനിടയിൽ നന്ദിനി ആ സത്യം വിളിച്ചു പറഞ്ഞാൽ എന്ന് പേടിച്ച് അയാൾ നന്ദിനിയെ കടത്തിക്കൊണ്ട് പോയിരിക്കുമോ എന്ന് സംശയത്തോടെ പറയുന്നു. അപ്പൊ സക്കരയെ അമ്മയെ നോക്കുന്ന അക്ക വിളിച്ചിട്ട് രാത്രി സമയമായി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ സക്കര ഇന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അക്ക സമ്മതിക്കുന്നില്ല. അപ്പൊ ലക്ഷ്മി അമ്മയുടെ അടുത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ സക്കര ലക്ഷ്മിയെയും കൂട്ടി അവന്റെ വീട്ടിലെത്തുന്നു. അവരെത്തിയപ്പോഴേക്കും അക്ക പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അക്ക സക്കരയോട്, ഒരു പെൺകുട്ടിയോട് വന്നിരുന്നു, ഷൺമുഖത്തിന്റെ മകളാണെന്ന് തോന്നുന്നു, അവൾ വന്ന് അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അക്ക പോകുന്നു. അപ്പൊ നന്ദിനി ആരും കടത്തിക്കൊണ്ട് പോയതല്ല, അവളായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ചാടിയതാണ്. അപ്പോൾ എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എന്തോർത്ത് സക്കര ഓടിച്ചെന്ന് അലമാര തുറന്നു നോക്കുന്നു. അവിടെ അവന്റെ തോക്കുണ്ടായിരുന്നില്ല. നന്ദിനി അത് കൊണ്ടുപോയിരുന്നു. അതെടുക്കാനാണ് ആൾ വന്നത്. സക്കര തോക്ക് അലമാരയിലാണ് വെക്കുന്നതെന്ന് നന്ദിനി അന്ന് അവന്റെ കൂടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. അപ്പോ നന്ദിനി നിലയെ പോലെ തന്നെ പ്രതികാരം ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് സക്കരയ്ക്ക് മനസ്സിലായി. പക്ഷെ അവളെയും അയാളെ നിലയെ കൊന്നപോലെ കൊല്ലുമോ എന്ന് സക്കര ഭയക്കുന്നു. അപ്പൊ നന്ദിനി തോക്കും പിടിച്ച് ആ സെമിത്തേരിയിൽ നിൽക്കുമായിരുന്നു. താഴെ ഉത്സവം നടക്കുകയാണ്. ഇന്ന് മയാനക്കൊല്ല ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്, 9ാം നാൾ. നന്ദിനി തോക്കും പിടിച്ച് ഉത്സവം നടക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കഥയിലെ വില്ലൻ അങ്ങോട്ട് വരുന്നു. ഇരുട്ടിൽ മുഖം കാണാൻ പറ്റുന്നില്ല. അപ്പൊ സക്കര നന്ദിനി എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ അവൻ നന്ദിനിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്ന് വീടിനകത്ത് ഒരു നിഴല് കണ്ട അവൻ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് നിന്ന് നോക്കിയപ്പോൾ അത് സെൽവി ആയിരുന്നു. അപ്പൊ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുഷ്പരാജ് വീണ്ടും അവളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ അവൾക്ക് ഇപ്പൊ എന്തോ കുറ്റബോധം. അതുകൊണ്ട് പുഷ്പരാജിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ വീട്ടിൽ നിന്ന് ഷൺമുഖത്തിന്റെ വീട്ടിലേക്ക് സെൽവി വന്നത്. ദേവിയാണെങ്കിൽ ഉത്സവത്തിന് പോയിരിക്കുകയാണ്. അപ്പൊ സക്കര നന്ദിനി ആശുപത്രിയിൽ നിന്നും പോയ കാര്യം പറയുന്നു. അത് കേട്ട് സെൽവി ടെൻഷനായി ഇവിടെ വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേവി ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല. അപ്പൊ സെൽവി അവളെന്തായാലും ചിറ്റപ്പനോട് പറയാതെ എവിടെയും പോവാറില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഗുണയ്ക്ക് ഫോൺ ചെയ്യാൻ സക്കര പറയുന്നു. സെൽവി ഗുണയെ ഫോൺ ചെയ്തെങ്കിലും നോട്ട് റീച്ചബിൾ ആയിരുന്നു. അപ്പൊ സെൽവി, അന്ന് കൊടിയേറ്റ ദിവസം അവർ ഉത്സവത്തിന് പൂജയ്ക്ക് പോകാതെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിളയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ സക്കര പെട്ടെന്ന്, കൊടിയേറ്റ ദിവസം പൂജയ്ക്ക് ഗുണ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഉവ്വ, അവരാണ് എല്ലാ വർഷവും തലയോട്ടി തട്ട എടുക്കാറ് എന്ന് സെൽവി പറയുന്നു. അപ്പൊ സക്കര, അതറിയാം, പക്ഷെ അന്ന് പൂജാരി ആയിരുന്നല്ലോ തട്ടെടുത്തത് എന്ന് അവൻ ഓർത്ത് പറയുന്നു. കാരണം അന്ന് ലക്ഷ്മിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ജീപ്പിൽ വന്നപ്പോൾ അവനത് ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പോഴാണ് വേറൊരു കാര്യം സക്കര ഓർക്കുന്നത്. അന്ന് പൂജാരി നിളയുടെ ചിതാഭസ്മത്തിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നമായ സമയത്ത് ഗുണ പൂജാരിയോട് ഞാൻ പിന്നീട് അമ്പലത്തിലേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ കൊടിയേറ്റ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് വരാത്ത പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞത്. അപ്പൊ സെൽവി, പക്ഷെ അവര് പിറ്റേന്ന് വെളുപ്പിനാണല്ലോ അമ്പലത്തിൽ നിന്നും ക്ഷീണിച്ച് തിരിച്ച് വീട്ടിൽ വന്നത് എന്ന് പറയുന്നു. അപ്പോഴാണ് ഫാക്ടറിക്ക് തീ പിടിച്ച അന്ന് ത്രിലോക് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പൊ വേറെ ആരാണ് വരാത്തത് എന്ന് അവൻ സ്റ്റേഷനിൽ വെച്ച് ആലോചിച്ചിരുന്നല്ലോ. ഗുണ അന്ന് ഫാക്ടറിയിലേക്ക് വന്നതേയില്ല എന്ന് സക്കര ഇപ്പൊ ഓർക്കുന്നു. അതായത് ഗുണ അന്ന് രാത്രി ഉത്സവത്തിനും ചെന്നിട്ടില്ല, ഫാക്ടറിയിലും വന്നിട്ടില്ല. അപ്പൊ സക്കര അവിടെ ഭിത്തിയിലുണ്ടായിരുന്ന ഫോട്ടോയിൽ ദേഷ്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ സെൽവി, നീ എന്താ പറഞ്ഞു വരുന്നത്? ചെറുപ്പത്തിൽ ഷൺമുഖം വഴക്ക് പറഞ്ഞാൽ 2 കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരുന്നത്, പിന്നെ വലുതായപ്പോൾ മുതലാണ് ആ വരവ് നിന്നത് എന്ന് പറയുന്നു. അപ്പോ എത്ര വയസ്സ് മുതലാണ് നിളയും നന്ദിനി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിർത്തിയത് എന്ന് സക്കര ചോദിച്ചപ്പോൾ ഒരു 12-13 വയസ്സ് മുതൽ എന്ന് സെൽവി പറയുന്നു. അപ്പൊ സക്കര തിരിഞ്ഞ് ദേഷ്യത്തിൽ സെൽവിയെ നോക്കുന്നു. അപ്പോ ഗുണ നന്ദിനിയെയും നിളയെയും ചെറുപ്പത്തിൽ എടുത്തു നിൽക്കുന്ന ഫോട്ടോ സക്കരയുടെ പുറകിൽ ഭിത്തിയിൽ കാണുന്നു. പെട്ടെന്ന് കാര്യം മനസ്സിലായ സെൽവി ഞെട്ടി സ്വയം വായ പൊത്തി പോകുന്നു. എന്നിട്ട് സങ്കടത്തിൽ അലറി കരയുന്നു. സക്കര ഉടനെ കോൺസ്റ്റബിളിനെ വിളിച്ച് ഗുണ
ഗുണയുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നന്ദിനിയെ കാണിച്ചപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നത് സ്വന്തം ചിറ്റപ്പൻ ഗുണയായിരുന്നു, നമ്മുടെ കഥയിലെ വില്ലൻ. നന്ദിനിയുടെ കയ്യിൽ തോക്ക് കണ്ട ഗുണ മയത്തിൽ അവളോട്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, നിള മരിച്ചത് ഒരു അപകടമായിരുന്നു, അന്ന് നിളയും നീ ഇപ്പൊ എന്നെ വിളിച്ചതുപോലെ വിളിച്ചിരുന്നു, ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നു. അവിടെ ഫ്ലാഷ് ബാക്ക്. നിള വിളിച്ചതനുസരിച്ച് ഗുണ കരിങ്കൽ ക്വാറിയുടെ മുകളിൽ എത്തുന്നു. അതേസമയം തന്നെയാണ് ഫാക്ടറി കത്തുന്നത്. അത് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നിളയുടെ അടുത്തെത്തിയ ഗുണയുടെ മുഖത്ത് നിള അടിക്കുന്നു. അതേസമയം അവിടെ ഒളിച്ചിരുന്ന അതിശയം ഈശ്വരന്റെ വാളുകൊണ്ട് ഗുണയെ വെട്ടാൻ വരുന്നു. എന്നാൽ കൃത്യസമയത്താണ് ഫാക്ടറിയിൽ ആ വലിയ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നത്. അതിന്റെ ശക്തിയിൽ നിളയും അതിശയവും ഗുണയും തെറിച്ച് താഴെ വീഴുന്നു. വീഴ്ചയിൽ നിളയുടെ തല പാറയിലിടിച്ച് മുറിവ് പറ്റുന്നു. അതിശയം വേഗം നിളയെ മടയിൽ കിടത്തി നെറ്റിയിൽ മുറിവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തെറിച്ചുപോയ വാളെടുത്ത് ഗുണ അതിശയത്തിന് വെട്ടുന്നു. കഴുത്തിന് വെട്ടുകൊണ്ട് അതിശയം നിലത്ത് കിടന്ന് പിടയുകയാണ്. നിള അതിശയത്തിന്റെ അടുത്ത് നിന്ന് കരയുന്നു. അപ്പൊ ഗുണ വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് നിളയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ നിള ഗുണയെ തള്ളി മാറ്റി അവന്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചപ്പോൾ ഗുണയുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് അബദ്ധത്തിൽ നിളയുടെ കഴുത്ത് കണ്ടിക്കുന്നു. അങ്ങനെ കഴുത്തിൽ നിന്നും ചോര ഒലിപ്പിച്ച് നിള അതിശയത്തിന്റെ മേലേക്ക് കിടന്ന് മരിച്ചു പോന്നു. അലറി കരഞ്ഞ് തൊട്ടുപിറകെ അതിശയവും. അങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിതത്തിൽ ഒന്നാകാൻ സാധിക്കാതെ മരണത്തിൽ അവർ ഒന്നാകുന്നു. അപ്പൊ ഗുണ അതുകൊണ്ട് തലയെ കൈവയ്ക്കുന്നു. നിള മരിച്ചത് അയാൾക്ക് അബദ്ധം പറ്റിയതാണല്ലോ. പിന്നീട് അയാൾ അവരെ ഒരുമിച്ച് ആ കെട്ടിപ്പിടിച്ച് കിടന്ന നിലയിൽ തന്നെ തള്ളി താഴെ വെള്ളത്തിലേക്ക് ഇടുന്നു. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് നന്ദിനെ കാണിക്കുമ്പോൾ ഈ കഥയെല്ലാം കേട്ട് ഗുണയുടെ മുമ്പിലിരുന്ന് അവൾ പൊട്ടിക്കരയാണ്. അപ്പൊ സക്കരയെ കാണിക്കുമ്പോൾ കോൺസ്റ്റബിൾ അവനെ വയർലെസ് വിളിച്ചിട്ട് ഗുണയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫിൽ തന്നെയാണ്, അവസാന ലൊക്കേഷൻ കാണിച്ചത് സെമിത്തേരിയുടെ അടുത്തുള്ള ടവറിൽ നിന്നാണെന്ന് പറയുന്നു. അങ്ങനെ സക്കര ഉടനെ അങ്ങോട്ട് പോകുന്നു. വീണ്ടും നന്ദിനെ കാണിച്ചപ്പോൾ ഗുണ അവളുടെ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് അവളുടെ തോളി തൊട്ടപ്പോൾ അവൾ ഗുണയെ തള്ളി മാറ്റി ആളുടെ നേരെ തോക്കി കൊണ്ടുവന്നു. പക്ഷെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോക്ക് താഴ്ത്തിയിട്ട് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് ചെറുപ്പത്തിൽ നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചു, വിശ്വസിച്ചു, എന്നിട്ടും നീ കാരണം എനിക്കിപ്പോൾ ആരോടും നോർമലായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല, ഒരാണിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എല്ലാം നീ കാരണം എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ ഗുണ, അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് ഇതെല്ലാം നിന്റെ അച്ഛനോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് നീ നിന്റെ അനിയത്തെ തനിച്ചാക്കി ഈ നാട്ടിൽ നിന്ന് പോയി എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു. ചെറിയ പ്രായത്തിൽ അവൾക്ക് കിട്ടിയ ട്രോമ ഇപ്പോഴും അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ സക്കര താഴെ ജീപ്പിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സെമിത്തേരിയിലേക്ക് ഓടിപ്പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഗുണ നന്ദിനിയുടെ മൈൻഡ് മാറ്റാനായിട്ട് നിള മരിച്ചതിൽ നിങ്ങളെക്കാളൊക്കെ സങ്കടം എനിക്കാണ്, അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് നന്ദിനിയുടെ പുറകിൽ വന്നു നിന്ന് അവളുടെ കയ്യിൽ നിന്ന് തോക്ക് പതുക്കെ പിടിച്ചു വാങ്ങുന്നു. നന്ദിനിയാണെങ്കിൽ നിള ഞാൻ കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞ് കുറ്റബോധത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഗുണ, നന്ദിനി, എനിക്ക് ഇവിടുത്തെ ജീവിതം അടുത്തു, നമുക്ക് ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാം, നിന്റെ മനസ്സിൽ അത് തന്നെയാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ നല്ലോണം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ പുറകിൽ നിന്നും ബലമായി കെട്ടിപ്പിടിക്കുന്നു. നന്ദിനി വിടാൻ പറഞ്ഞ് മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സക്കര നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. അപ്പൊ നന്ദിനി കുഴഞ്ഞ് താഴേക്ക് ഇരിക്കുന്നു. ഗുണ ഉടനെ കയ്യിലുണ്ടായിരുന്ന തോക്കൊണ്ട് സക്കരെ വെടിവെക്കുന്നു. പക്ഷെ അവന് കൊണ്ടില്ല. സക്കര ഉടനെ അവിടെ കിടന്നിരുന്ന ഒരു മൺകുട എടുത്ത് ഗുണയുടെ നേരെ എറിഞ്ഞ് ആ തോക്ക് തെറിപ്പിച്ച് കളയുന്നു. എന്നിട്ട് നന്ദിനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞ് അവളുടെ നേരെ നടന്നു ചെല്ലുന്നു. അപ്പൊ ഗുണ വന്ന് സക്കരെ അടിക്കുന്നു. പക്ഷെ സക്കരെ ഗുണ തിരിച്ചടിക്കുന്നു. പിന്നെ അവർ തമ്മിൽ ഒരു ഫൈറ്റ്. ഇതിനിടയിൽ സക്കര നന്ദിനോട് എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട്. പക്ഷെ നന്ദിനി ഇപ്പൊ കരച്ചിലൊക്കെ നിർത്തി അവളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുങ്ങുന്നു. അപ്പൊ സക്കര ഗുണയെ തറയിലിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നു. നോക്കിയപ്പോൾ നന്ദിനി ആ തോക്കും ചൂണ്ടി നിൽക്കുന്നു. താഴെ നിന്ന് അവൾക്ക് ആ തോക്ക് കിട്ടിയിരുന്നു. പെട്ടെന്ന് അവൾ രണ്ടാമതും വെടിവെക്കുന്നു. ആ വെടി കൊണ്ട് ഗുണം മറിഞ്ഞു വീഴുന്നു. നന്ദിനി അവന്റെ അടുത്ത് നിന്ന് ആ തോക്കിലെ ബുള്ളറ്റ് തീരുന്നത് വരെ അവന്റെ മേലേക്ക് വെടിവെക്കുന്നു. അങ്ങനെ ഗുണം മരിക്കുന്നു. പിന്നീട് സക്കര തോക്ക് നന്ദിനിയുടെ കയ്യിൽ നിന്നും പതുക്കെ മേടിച്ചിട്ട് അവളോട്, ഗുണയെ ഞാൻ കൊന്നാണെന്ന് പറഞ്ഞോളാം, നിനക്ക് നിളയ്ക്കും നടന്നത് വേറെ ആരും അറിയണ്ട എന്ന് പറഞ്ഞത് നന്ദിനി ഉടനെ നടന്നതെല്ലാം വെളിയിൽ വരണം, മറഞ്ഞു കിടന്നിരുന്ന എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയണം എന്ന് പറയുന്നു. എന്നിട്ട് സക്കര അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണിക്കുമ്പോൾ സെക്ഷലി അബ്യൂസ്ഡ് ആയ കുട്ടികളിൽ 90% അവർക്കറിയാവുന്ന, അവർ വിശ്വസിച്ച ആളിൽ നിന്നുമാണ് അത് നേരിട്ടിട്ടുള്ളത്. ആ സംഭവം ജീവിതകാലം മുഴുവൻ അവരുടെ ഉള്ളിൽ ഒരു കരിനിഴൽ പോലെ ഉണ്ടാവും എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഈ ഗംഭീര തമിഴ് ക്രൈം ത്രില്ലർ സീരീസ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? പിന്നെ ഈ സീരീസിൽ സാംസിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സീരീസിന്റെ അവസാനം പറഞ്ഞ കാര്യം ലോകത്തെ എല്ലായിടത്തും നടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം. അത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും. പിന്നെ കുട്ടികളോട് അല്പം സൗഹൃദത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അടുത്തിരുത്തി സ്നേഹത്തോടെ അത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാകും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളോട് നോ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. നിങ്ങളുടെ ഈ പ്രായത്തിൽ അത് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും വരിക. പക്ഷെ നിങ്ങൾ നാളെ ഒരു രക്ഷിതാവാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് മാതാപിതാക്കളെ ശത്രുക്കളായിട്ട് കാണാതെ അവരോട് കുറച്ച് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി മാത്രം പെരുമാറുക. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടെന്നേ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അവരുടെ ഒരുപാട് ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നുണ്ട്. അച്ഛൻ പരുക്കൻ സ്വഭാവക്കാരനാവുന്നത് മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമില്ല എന്ന് അതിനർത്ഥമില്ല. സ്നേഹത്തോടൊപ്പം ടെൻഷനും ഭയവും ഉണ്ടാവും. അത് ഇല്ലാതെയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ അമ്മ എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുന്നതെന്നും എഴുന്നേൽക്കുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പിന്നീട് രാത്രി
എത്ര മണിക്കാണ് ആ പാവം ഉറങ്ങുന്നതെന്ന് ഒരു ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ചുമ്മാ ഒരു ദിവസം തിരക്കില്ലാത്ത സമയത്ത് അവരെ ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മ കൊടുക്കുക. എന്നിട്ട് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മറഞ്ഞു നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവർ കണ്ണ് തുറക്കുന്നത് കാണാൻ പറ്റിയെന്ന് വരും. ആ കണ്ണീരിൽ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. യു ആർ എ ഗ്രേറ്റ് കിഡ്. നമ്മുടെ മാതാപിതാക്കൾ ഇല്ലാതായി കഴിയുമ്പോൾ ഉള്ള ഒരു ശൂന്യതയുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ വിടവ് ആരെ കൊണ്ട് നികത്താനും പറ്റൂല. അതുകൊണ്ട് കൂടെ ഉള്ളിടത്തോളം കാലം സ്നേഹിക്കുന്നേ, അവർക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളരാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.